എന്റെ സർവേശ്വര, ദൈവമേ, ഇന്നത്തെ ദിവസം ഒരു കെടുതലും ഇല്ലാതെ നന്നായിരിക്കണേ. അച്ഛാ, അച്ഛാ. എന്താ മോനെ, എന്തിനാണ് രാവിലെ ഇങ്ങനെ അച്ഛ അച്ഛന്ന് വിളിച്ചു പോകുന്നത്? എന്താ പൈസ വല്ലതും വേണോ? അമ്മേനെ ഒന്ന് വിളിക്കച്ചാ. എന്തിനാടാ? വിളിക്കച്ചാ. ആ വിളിക്കാം. ലക്ഷ്മിയേ, എടി ലക്ഷ്മിയേ, ഇവിടെ സീതാലക്ഷ്മി വിളിച്ചാലേ വരുള്ളൂ. എടി സീതാലക്ഷ്മിയേ. അച്ചോ, എന്തുവാ ഈ രാവിലെ പാരായണം പാടുന്നേ? എന്നോടല്ല, നിന്റെ മോനോട് തന്നെ ചോദിക്കും. എന്താ മോനെ? അത് കിഴക്കല്ലേ? അതെ. ഇന്ന് 1 മിനിറ്റ് അങ്ങനെ നിൽക്കാമേ. നീ ഇത് എന്ത് ചെയ്യാൻ പോടാ? എന്തിനാണ് അച്ഛനും അമ്മേനെ വട്ടമിടുന്നത്? എന്നെ അനുഗ്രഹിക്കച്ചാ. എടാ മോനെ, ഗണപതി ശിവനെയും പാർവതിയും ചുറ്റി വന്നോണ്ട് ജ്ഞാനപ്പഴം ചോദിച്ചതുപോലെ നീ ഞങ്ങൾക്ക് വട്ടമിട്ട ആശീർവാദം ചോദിക്കുന്നല്ലോ. കാര്യം എന്താന്ന് പറ മോനെ. അച്ഛാ, ഇന്ന് എനിക്ക് സ്കൂളിൽ റിവിഷൻ ടെസ്റ്റ് ആണ് അച്ഛാ. ഞാൻ നന്നായിട്ട് ടെസ്റ്റ് എഴുതാൻ നിങ്ങളുടെ അനുഗ്രഹം വേണം അച്ഛാ. അത് ശരി. അതെ, ഇന്ന് നമ്മുടെ മോനെ എക്സാം എഴുതാൻ പോവാ. ഞാൻ അകത്ത് നിന്ന് സ്വീറ്റ് എടുത്തോണ്ട് വരാം. അല്ല മോനെ, ദൈവത്തെ കുമ്പിടാതെ ഞങ്ങൾ എന്തിനാ കുമ്പിടുന്നത്? ഡാഡി മമ്മിയാണ് ഫസ്റ്റ്, ഗോഡ് നെക്സ്റ്റ്. എന്റെ ദൈവമേ, എനിക്ക് വിശ്വസിക്കാൻ വയ്യേ. നിന്നെ മോനായത് കിട്ടിയത് എന്റെ ഭാഗ്യവാടാ. ഒരു മോൻ ജനിക്കണമെന്നുണ്ടെങ്കിൽ നിന്നെപ്പോലെ ഒരു മോനായിരിക്കണം എല്ലാവർക്കും ജനിക്കേണ്ടത്. എന്നെ പുകഴ്ത്തല്ല അച്ഛാ, രോമാഞ്ചമാവുന്നു. വരട്ടെ. നീക്ക് മോനെ, എന്തായാലും പോവല്ലേ, ഗണപതിയെ കുമ്പിട്ടിട്ട് പോ. ഗണപതി എപ്പോഴും എന്റെ കൂടെ തന്നെയുണ്ട് അച്ഛാ. എന്റെ മോനെ ഓർക്കുമ്പോ എനിക്ക് കുളിര് കോരുവാണേ. ഗണപതിയോട് എന്റെ മോന് എന്ത് ഭക്തിയാണെന്ന് നോക്കിയേ. എന്താന്ന് ഗണപതിയെ കാണുന്നില്ലെന്നോ? അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി, അതിനുള്ളിൽ ആനന്ദ ദീപം കൊളുത്തി, പരമാന പൊരുളും സ്ഫുരണമായി വിണ്ണും ശരണപ്രകാശമേ ശരണം നീ നിത്യം. പഴനിയിലെ ഭഗവാൻ ഇങ്ങോട്ട് വന്ന പോലെ ഉണ്ടല്ലോ. ആ എത്ര ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടാണ് നീ ഉണ്ടായതെന്ന് അറിയോ? ഇന്ന് എന്ത് പറ്റിയടാ ഇങ്ങനെ തൊഴാൻ? അച്ഛാ, നാഴിക്ക് 40 വട്ടം ദൈവമേ ദൈവമേ എന്ന് പറയാറില്ലേ? അച്ഛന്റെ അതേ രക്തമല്ലേ എന്റെ ശരീരത്തിൽ ഓടുന്നത്. വിളിച്ചാൽ വിളി കേൾക്കുന്ന ദൈവമേ, നിന്നെ തൊഴാൻ എനിക്ക് 1000 കൈയുണ്ടല്ലോ. നിന്റെ അനുഗ്രഹം തരണേ. നീ തന്ന ഭിക്ഷയാണ് എന്റെ ഈ മകൻ. അനുഗ്രഹിക്കണേ. എന്തു പറ്റി? ഇന്ന് വീട് മുഴുവൻ ഭക്തിമയമാണല്ലോ. നീ എന്തിനാ ചോദിക്കുന്നത്? ഭക്തിയില്ലാതിരുന്ന എന്റെ മകൻ ഇപ്പോൾ ഭക്തിമാനായത് കണ്ടപ്പോ എനിക്ക് സന്തോഷ. എന്റെ മോനെ, ഇന്ന് എന്തുവാ പ്രത്യേകത? ഇന്ന് സ്കൂളില് എനിക്ക് പരീക്ഷയമ്മേ. വളരെ സന്തോഷായി. നീ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് നിനക്ക് ആവശ്യമുള്ളതെല്ലാം റെഡിയാക്കി വെക്കാം കേട്ടോ. ശരി അമ്മേ. അച്ഛാ, ഇന്ന് എനിക്ക് അങ്ങയുടെ അനുഗ്രഹം വേണം അച്ഛാ. മോനെ, നീ പരീക്ഷയ്ക്കല്ല പോകുന്ന, യുദ്ധത്തിനാ പോകുന്ന. പരീക്ഷ എന്ന യുദ്ധത്തിന് വിജയം നിനക്ക് തന്നെ. അതെ, മുരുകന് നേർച്ച വെച്ചിരുന്ന വെള്ളിയുടെ വേര് കാണുന്നില്ല. ദൈവമേ, പഴനിമല മുരുകനെ പള്ളിവേലായുധ, പാറിപ്പറക്കുന്ന പൊന്മയിൽ വാഹന, മാർഗളി തിങ്കളോ ഞാലപ്പഴമോ. എടി, ഭക്തിയുടെ കാര്യത്തിൽ എന്റെ മോൻ എന്റെ അച്ഛനെ പോലെയാ. എന്ത്? നിങ്ങളുടെ അച്ഛനെ പോലെയോ? നിങ്ങളുടെ അച്ഛനെ പോലുള്ള ഫ്രാഡ് ഈ ലോകത്തൊന്നും ഉണ്ടാവില്ല. പെണ്ണ് കാണാൻ വന്നപ്പോ 10 പൈസ പോലും സ്ത്രീധനം വേണ്ടാന്ന് പറഞ്ഞിട്ട് താലി കെട്ടുന്ന സമയം 10 മിനിറ്റ് മുമ്പ് വന്നിട്ട് 10,000 രൂപ തന്നാ മാത്രമേ എന്റെ മോൻ താലി കെട്ടുമെന്ന് പറഞ്ഞ ആളല്ലേ അദ്ദേഹം. എന്റെ മോനെ എന്റെ അച്ഛനെ പോലെയാ. ഡി, നിന്റെ അച്ഛനെ പോലൊരു തെണ്ടി ലോകത്തിലടി. കല്യാണത്തിന് അന്ന് 10,000 രൂപ കടം വാങ്ങിയിട്ട് ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. എന്നിട്ട് വലിയ വർത്താനം പറയുന്നു. അച്ഛാ, വെറുതെ ഇരിക്ക അച്ഛാ. വെറുതെ അമ്മയോട് വഴക്കുണ്ടായിക്കൊണ്ടിരിക്കുക. സ്കൂളിൽ പോകാൻ സമയമായി. ടിഫിൻ ബോക്സ് റെഡിയാക്കാദ്യം. ബട്ട് 1 കണ്ടീഷൻ, 10 ഇഡ്ഡലി 20 ദോശ. അത് മാത്രമേ വെക്കാവുള്ളൂ. കാരണം ഞാൻ ഡയറ്റിലാണ്. പോവാമേ. ഈ അച്ഛനെ പോലെ തന്നെ മകൻ. അച്ഛാ, ഞാൻ നിങ്ങൾ 2 അച്ഛന്മാരെ പോലെ അല്ല. എന്റെ വഴി തനി വഴി. എടാ, എന്താടാ ഇന്ന് വിശേഷം? ദേവിയോടൊന്നും വല്ലാത്ത ഭക്തിയാണല്ലോ നിനക്ക്. അച്ഛാ, രാഷ്ട്രീയക്കാരന് തിരഞ്ഞെടുപ്പ് വരുമ്പോഴാണ് ഭക്തി ഉണ്ടാവുക. ഈ സിനിമാക്കാർക്ക് പടം റിലീസ് ആവുമ്പോഴാണ് ഭക്തി ഉണ്ടാവുക. ഞങ്ങളെ പോലുള്ള സ്റ്റുഡൻസിന് പരീക്ഷ വരുമ്പോഴാണ് അച്ഛാ ഭക്തി ഉണ്ടാവുക. എന്ത്? നിനക്ക് പരീക്ഷയാണെന്നോ? അതെ അച്ഛാ. എത്ര കാശാണ് നിനക്ക് വേണ്ടത്? 250 രൂപ അച്ഛാ. ഇന്നാ, ഇത് 300 രൂപയുണ്ട്. ഇതുകൊണ്ട് പോയി നീ പരീക്ഷാ ഫീസ് കെട്ടണം കേട്ടോ. അച്ഛാ, എനിക്ക് 250 രൂപ മതി അച്ഛാ. ബാക്കി 50 അച്ഛൻ വെച്ചോ. എന്താ അച്ഛാ നോക്കുന്നേ? 1 രൂപയാണെങ്കിൽ കൂടി അച്ഛൻ വേർത്ത് സമ്പാദിച്ചതല്ലേ അച്ഛാ. ആ കാശെടുത്ത് പോക്കറ്റ് വെക്കച്ചാ. എടാ, നീ എന്റെ മോനായതിൽ എനിക്ക് ഒരുപാട് അഭിമാനം ഉണ്ടടാ. അഭിമാനമാണോ ദുരഭിമാനമാണോ എന്ന് ഇപ്പൊ മനസ്സിലാവും. എന്താ മോനെ പറയുന്നത്? ഇല്ലച്ചാ, പരീക്ഷയ്ക്ക് പോകുന്ന സമയത്താണ് ഇങ്ങനെ സംസാരിച്ച് സമയം കളയുന്നത്. പോയിട്ട് വാ മോനെ, നീ പോയിട്ട് വാ. ഓം ശക്തി, ഓം ശക്തി, ഓം ശക്തി, ഓം ശക്തി, ഓം ശക്തി. അതെ, പലചരക്ക് മേടിക്കാൻ വെച്ച 1000 രൂപ കാണുന്നില്ല. എന്ത്? 1000 രൂപ കാണുന്നില്ലെന്നോ? മൊത്തം ഞാൻ ഇതിനൊരു 3000 രൂപ അങ്ങ് തരും. ഒന്ന് കൂട്ടി തന്നൂടെ ചേട്ടേ?
എനിക്ക് അങ്ങനെയുള്ള ശീലങ്ങളൊന്നും ഇല്ലെന്നേ. അത് മാത്രമല്ല, മോഷണ സാധനങ്ങൾ ഞാൻ എടുക്കാറും ഇല്ല. മോഷ്ടിച്ചോണ്ട് വന്ന ഗണപതിയെ വാങ്ങിക്കുകയാണെങ്കിൽ ഭാഗ്യം അടിക്കുമെന്ന് പറയാറുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് വാങ്ങിക്കാന്ന് വിചാരിച്ചേ. ഗണപതിയുടെ കാര്യത്തിൽ എങ്ങനെയാണെങ്കിലേ അങ്ങേരുടെ പുന്നാര അനിയൻ മുരുകന്റെ ഈ വേലിന് എന്ത് വില തരും? ചേട്ടനെ അനിയനെ പിരിച്ചെന്നുള്ളൊരു പാവം എനിക്ക് വേണ്ട. ഇതിന് ഞാനൊരു 1000 രൂപ തരാം. എല്ലാ മഹേശ്വരന്റെ കളിയാണ്. ഇതൊരു 4000 രൂപയുണ്ട്. നിങ്ങൾ വെച്ചോ. സന്തോഷമായല്ലോ. ഇനി മുതൽ ഞങ്ങൾക്ക് ഈ സേട്ടാണ് ദൈവം. ദൈവം. സ്വാമിയേ ശരണമയ്യപ്പ. സ്വാമിയേ, അതെ സ്വാമിയേ, നീ എപ്പോഴാ പോലെ മാല ഇട്ടത്? ഇതെന്താ ഞാൻ ചോദിച്ചിട്ട് നീ ഒന്നും ഇടാക്കുന്നത്? ഞാൻ ടീച്ചറും നീ സ്റ്റുഡന്റുമാ. അക്കാര്യം നിനക്ക് എപ്പോഴും ഓർമ്മയിലുണ്ടാവും. നീ വാദ്യാരെന്നുള്ള കാര്യം എനിക്ക് നേരത്തെ അറിയാലോ. എടാ, നീ അടുത്തിരുന്നവന്റെ പേപ്പർ നോക്കി കോപ്പി അടിച്ചല്ല വാദ്യാരായത്. പക്ഷേ ഞാൻ അങ്ങനെ ഒന്നും അല്ല. വളരെ അഭിമാനിയാ. ആരെയും കോപ്പി അടിക്കാതെ ഓരോ ക്ലാസ്സിലും ഈ 2 വർഷം പഠിച്ച് 24 വർഷമായിട്ട് ഈ സ്കൂളിൽ തന്നെ പഠിച്ചോണ്ടിരിക്കാൻ നിങ്ങൾക്ക് അറിയാമോ? നാണം കെടുത്താതടാ. ആ, അപ്പൊ ഞാൻ അകത്തേക്ക് പോടാ പുറത്തേക്ക് പോടാം? നീ തന്നെ പറയടാ, അകത്തോ പുറത്തോ, അകത്തോ പുറത്തോ, അകത്തോ പുറത്തോ? നീ പുറത്തു പോകുന്നതാ നല്ലത്. കാരണം നീ കാരണം ഈ പിള്ളേര് നശിച്ചു പോകണ്ട. ആര്? ഇവരൊക്കെ നശിച്ചു പോയിട്ട് കുറെ കാലമായി. സത്യം പറഞ്ഞാൽ ഞാൻ ഇവര് കാരണമാണ് നശിച്ചു പോയത്. ഇപ്പൊ നീ പോകുന്നുണ്ടോ ഇല്ലയോ? ആ, അതൊക്കെ പോട്ടെ, ചെലവിനൊരു 50 രൂപ. പോകാനല്ലേ പറഞ്ഞത്? താടവേ, നിന്നോടായി ചോദിച്ചത്. പോടാ. ചോദിച്ചാ തരൂല്ല. ഇതാ നിന്റെ നശിച്ച ഒരു ശീലം. എന്നാടാ 50 രൂപ. എനിക്ക് 50 രൂപ മതി. ആ, പിന്നെ നാളെ ചോദിക്കുമ്പോ തിരിച്ചറിഞ്ഞോട്ടോ. ആ, ശരി പറ്റടാ. സ്വാമിയേ. ജീവിതത്തിൽ ഞാൻ ചെയ്ത വലിയൊരു തെറ്റ് ഇവന്റെ കൂടെ കൂട്ടുകൂടിയതാ. സുഭാഷ്. പ്രസന്റ് സ്വാമി. എന്തിനാ സ്വാമി എന്ന് വിളിക്കുന്നേ? അത് പിന്നെ സ്വാമി, ശബരിമലയ്ക്ക് പോവാൻ സ്വാമി മാലയിട്ടേക്കല്ലേ. വേറെ ഒന്നും വിളിച്ചൂടാ. സ്വാമി എന്ന് മാത്രമേ വിളിക്കാവൂ. സ്വാമി സ്വാമി സ്വാമി. അങ്ങനൊന്നും വേണ്ടടാ. നീ എന്തേലും ഒരു ചാൻസ് നോക്കി ഇരിക്കുകയല്ലയോ? ഇപ്പൊ എന്റെ സമയം. മാലയിട്ട് നിന്റെ അടുത്ത് കുടുങ്ങിയിരിക്കുക. ഇരിക്കടാ. അതെങ്ങനെ ഇരിക്കും സ്വാമി? സാറിന്റെ മോനാണെങ്കിൽ ചട്ടമ്പിയ, സാറിന്റെ അച്ഛനാണെങ്കിൽ അധ്യാപകനും, സാറാണെങ്കിൽ ഭയങ്കര ഡീസന്റാ. അതെങ്ങനെ വന്നു സ്വാമി? ഇരിക്കടാ. പൂജ. ഹാജർ സ്വാമി. അനിത. ഹാജർ സർ. വിക്കി. ഹാജർ സ്വാമി. പളനി. പ്രസന്റ് സാർ. ലക്ഷ്മണൻ. പ്രസന്റ് സാർ. ആ 3 പേരും ഒന്ന് എഴുന്നേറ്റേ. നോക്ക്, ആ വിക്കി, പളനി, ലക്ഷ്മണൻ 3 പേരും ഇപ്പൊ എഴുന്നേക്കണം. എഴുന്നേക്കാനല്ലേ പറഞ്ഞേ? അവരെ എന്തിനാ നീ സഹായിക്കുന്നേ? ഫ്രണ്ട് ആണെങ്കിൽ നീ ഇങ്ങനെയൊക്കെ ചെയ്യൂ? ആഹാ, നിന്നെ ഇങ്ങനെ വിട്ടാ ശരിയാവത്തില്ല. നിന്റെ അച്ഛനെ വിളിച്ചോണ്ട് വാ. അച്ഛൻ വരത്തില്ല. അച്ഛൻ ചിത്രാഞ്ജലി സ്റ്റുഡിയോ ഇരുന്ന് ഡബ് ചെയ്തോണ്ടിരിക്കുക. അപ്പൊ അമ്മയെ വിളിച്ചോണ്ട് വാ. അമ്മയാണെങ്കിൽ വിസ്മയ സ്റ്റുഡിയോലാ. കുടുംബത്തിലുള്ളവരെല്ലാം മറ്റുള്ളവർക്ക് ശബ്ദം കൊടുക്കുന്ന ജോലിയാണോ? അതെ സാറേ. എന്താടാ നോക്കുന്നേ? എന്നെ അടിക്കാൻ പോവേണ? അടിച്ചാ നീ എന്ത് ചെയ്യും? എങ്കിൽ അടിക്ക് സാറേ, നോക്കാം. കൈ നീട്ടറാ. നീട്ടി അടിച്ചു നോക്ക്. അടിച്ച് തലമണ്ട പൊട്ടിക്കും കേട്ടോ. ഇവിടെ നടക്കണ കാര്യങ്ങളെന്ത് സാറിന് അറിയത്തില്ലല്ലോ. കൊല്ലത്ത് ചിന്നക്കടയ്ക്കടുത്തുള്ള സ്കൂളില് കുട്ടിയെ സാറടിച്ച് അവൻ വീട്ടിൽ വന്നിട്ട് കുറച്ച് വിഷം എടുത്ത് അങ്ങ് കുടിച്ച്. അതുകൊണ്ട് സാറിനെ തൂക്കിയെടുത്ത് അങ്ങ് അകത്തിട്ട്. അല്ല, അതൊക്കെ പോട്ടെ. തിരുവനന്തപുരത്ത് ഈഞ്ചക്കര എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ സ്കൂളില് ബാബു എന്നൊരു ചെറുക്കന് സാർ അടിച്ചതുകൊണ്ട് പേട്ട സ്റ്റേഷനിൽ ചെന്ന് അവ ഒരു കംപ്ലൈന്റ് അങ്ങ് കൊടുത്തു. സാറിനെ തൂക്കിയെടുത്ത് അവരും അങ്ങ് അകത്തിട്ട്. ഇപ്പോ സാറിന്റെ ഭാര്യയുണ്ടല്ലോ, പോലീസ് സ്റ്റേഷനിൽ ഹൈക്കോർട്ടിലോട്ടും ഹൈക്കോർട്ടിൽ നിന്ന് പോലീസ് സ്റ്റേഷനിലേക്കും ലോ 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 ഓടിക്കൊണ്ടിരിക്കുക. ഇപ്പൊ ആ സാറിന്റെ മകനെ പേട്ട സ്റ്റേഷനിലെ പോലീസുകാർക്കല്ല ഇപ്പൊ ചായ വാങ്ങിച്ചോണ്ട് കൊടുക്കുന്നെന്നൊക്കെയാ കേൾക്കുന്നേ. അതൊക്കെയാ ഇപ്പോഴത്തെ കഥ സാറേ. ആ സാർ അടി. സ്വാമി അടി. സാറിന്റെ മകൻ ഇവിടെ അല്ലേ പഠിക്കുന്നേ? അടി സ്വാമി. സ്വാമി അടിക്ക്. സ്വാമി അടിക്ക്. അടിക്ക് സ്വാമി അടിക്ക്. അടിക്ക് സ്വാമി അടിക്ക്. അടിക്ക് സ്വാമി അടിക്ക്. നിർത്താനല്ലേ പറഞ്ഞേ? എന്തൊരു അഹങ്കാരം ഇത്. നിങ്ങളൊക്കെ പഠിച്ച ഡോക്ടറാകാം, എഞ്ചിനീയർ ആകാം, കളക്ടർ ആകാം, വേണേ കമ്മീഷണറും ആകാം. പഠിച്ചില്ലെങ്കിലോ പശുവിനെ മേയ്ക്കാം, പന്നി മേയ്ക്കാം, റോഡ് ചുറ്റി തിരിയാൻ, പിച്ചെടുക്കാം. ആർക്കാ നഷ്ടം? ഒരു കാര്യം ഞാൻ പറയാൻ ശ്രദ്ധിച്ചു കേട്ടോ. അധ്യാപകൻ അടിച്ച് നന്നാവാത്ത പിള്ളേരും ഒടിച്ചും വളരാത്ത മുരുകമരവും ഒരിക്കലും നന്നാവത്തില്ല. ഞങ്ങൾക്ക് ഇതിൽ എന്താ നഷ്ടം? നോക്ക്, 30 ദിവസം കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ശമ്പളം ചൊളചൊളയായിട്ട് വരും. ശരി, വിട്ടേക്ക്. 3 പിള്ളേരും 1-ാം തീയതി ആയാൽ ഓരോ മാസവും എവിടേക്കായി പോകുന്നത്? കട്ടിപ്പൂടി കട്ടിപ്പൂടിടാ കന്നാല കണ്ടപടി കട്ടിപ്പൂടിടാ കട്ടിപ്പൂടി കട്ടിപ്പൂടിടാ കന്നാല. കെട്ടിപ്പിടിച്ചതിന്റെ അപ്പന് കുഴപ്പമൊന്നുമില്ല. ചെരുപ്പൂരി അടിക്കും ഞാൻ. ഒന്ന് താഴോട്ട് നോക്കടി. നിന്റെ ചെരുപ്പ് ഓൾറെഡി കീറിയായിരിക്കുന്നത്. എന്താണ് പറഞ്ഞേ? മോന്തിക്കിട്ടൊരു കുട്ടി ഞാൻ.
ഇവളുമാര് പെണ്ണുങ്ങളല്ലടാ, റൗഡികളാടാ, അതേടാ റൗഡികള്. മച്ചു. എടാ മച്ചു, രാവിലെ തന്നെ ഈ പെണ്ണുങ്ങളുടെ വായിന്ന് കേൾക്കുമ്പോ എന്തൊരു സുഖ. അവള് ചെരുപ്പ് കഴിച്ച അവളുടെ കാല് സ്പർശിച്ച ചെരുപ്പ് കൊണ്ട് നിനക്ക് അടി കിട്ടിയെന്ന് പറഞ്ഞ് സന്തോഷിക്കുന്നവരല്ലടാ നീ. നീ പറഞ്ഞത് ശരിയാടാ. എടാ അളിയ, അവളുടെ ബോയ് ഫ്രണ്ട് വരുന്നടാ. കലക്കാണല്ലോ ചന്ദ്രു. കലക്കൊന്നുണ്ടല്ലടാ ചന്ദ്രു. പഴയ ചേട്ടൻ, പഴയ ബൈക്ക്, പഴയ ഡ്രസ്, പക്ഷെ പെണ്ണ് മാത്രം ഫ്രഷ്, അടിപൊളി. അവന്മാരെ കാര്യം ഞാൻ നോക്കിയോളാം, നീ ഒന്ന് പോ. മച്ചു, എന്റെ പെണ്ണ് തുപ്പുമ്പോ പോലും എന്തൊരു സ്റ്റൈലല്ലേ. ആടാ, നിനക്ക് സ്റ്റൈലായിരിക്കും. ശരി, അത് വിട്. ഇന്നൊരു ചേഞ്ചിന് വേണ്ടി നമുക്കൊക്കെ ക്ലാസ്സിലേക്ക് പോവാം. ക്ലാസ്സിലോ? അതെന്താടാ നീ അങ്ങനെ ചോദിച്ചത്? ഇന്ന് നമുക്ക് ഹിസ്റ്ററി എടുക്കാൻ വരുന്നത് ആരാണെന്ന് അറിയാമോ? ആരാടാ? ഗായത്രി ടീച്ചറാടാ. ആഹാ. ഗജനി മുഹമ്മദ് ഇന്ത്യയെ വളരെ ഇഷ്ടപ്പെട്ടിരുന്നു. അദ്ദേഹം എങ്ങനെയെങ്കിലും ഇന്ത്യയെ കൈക്കലാക്കണമെന്ന് കരുതി തന്റെ സൈന്യാധിപനുമായി കൂടി ആലോചിച്ച് യുദ്ധത്തിന് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും റെഡിയാക്കി. രാത്രി സമയത്ത് തന്റെ പടകളെയൊക്കെ കൂട്ടി അദ്ദേഹം ഇന്ത്യയുമായി യുദ്ധം ചെയ്യാനായിട്ട് പുറപ്പെട്ടു. എങ്ങനെയെങ്കിലും ജയിക്കണമെന്ന് കരുതി അദ്ദേഹം ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറി. ശ്രമിക്കുവിൻ ജയിക്കും എന്ന പഴഞ്ചൊല്ലോർത്ത് അദ്ദേഹം യുദ്ധം ആരംഭിക്കാൻ തുടങ്ങി. ആദ്യത്തെ ശ്രമം പരാജയത്തിലടഞ്ഞു. അദ്ദേഹത്തിന്റെ ശ്രമം വീണ്ടും തുടർന്നു. രണ്ടാമത്തെ പ്രാവശ്യവും അയാൾ പരാജയമടഞ്ഞു. എന്നാലും അയാൾ ശ്രമം കൈവിട്ടില്ല. വീണ്ടും യുദ്ധം ചെയ്യാനായിട്ട് ആരംഭിച്ചു. ഇങ്ങനെ 17 പ്രാവശ്യം യുദ്ധം ചെയ്ത് 18ാം തവണ ഇന്ത്യയെ കൈക്കലാക്കി. വിക്കി, ഇതിൽ നിന്ന് നിനക്ക് എന്താ മനസ്സിലായത്? പറ. മാം, ഈ പെണ്ണിന്റെ മുതുക് നന്നായിട്ട് കാണുന്നുണ്ട് മാം. എന്താ ഇതൊക്കെ? ഏത്? അതെന്താന്നാ ചോദിച്ചേ? ഇതെന്റെ കർച്ചീഫ്. എവിടെ നോക്കട്ടെ. ഇതാണോ നിന്റെ കർച്ചീഫ്? എനിക്കിതാണ് കർച്ചീഫ്. ഗെറ്റ് ഔട്ട് ഫ്രം ദി ക്ലാസ്. അച്ഛനെയും കൂട്ടിക്കൊണ്ടുവന്ന് പ്രിൻസിപ്പളിനെ കാണൂ. നിങ്ങളുടെ മോൻ ചെയ്ത തെറ്റി നിങ്ങൾ എന്താ പറയാൻ പോന്നേ? അയ്യോ, ഇതെന്തായി പറയുന്നത്? എന്റെ മോൻ അങ്ങനെയുള്ള കുട്ടിയൊന്നും അല്ല. വെറുതെ എന്തിനാ അവനെ സംശയിക്കുന്നത്? എന്റെ മോൻ താനി സ്വർണവാ. കാര്യം അറിയാതെ ഇങ്ങനെ സംസാരിക്കരുത്. നിങ്ങളുടെ മകൻ തന്നെയാണ് ഷർട്ട് കട്ട് ചെയ്തത്. ടീച്ചറെ, എന്റെ മോനെ കുറിച്ച് എനിക്ക് നല്ലപോലെ അറിയാം. വെറുതെ അവനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? നിങ്ങളുടെ മകൻ തെറ്റിയത് സത്യമാണ്. നിങ്ങൾ വെറുതെ ആവശ്യമുള്ള പ്രശ്നം ഉണ്ടാക്കുക. എന്റെ മോൻ അങ്ങനെയുള്ള പയ്യനൊന്നും അല്ല. മിസ്റ്റർ, നിങ്ങളുടെ മോനെ ടീച്ചർ കുറ്റം പറയാതെ പിന്നെ എന്ത് ചെയ്യാനാ? നിങ്ങളുടെ മോൻ തെറ്റ് ചെയ്തിരിക്കുക. സാറേ, എന്റെ കുട്ടി ഇത് ലാസ്റ്റ് വാണിങ്ങാ. ഇനി എന്തെങ്കിലും തെറ്റ് ചെയ്താൽ TC കൊടുത്തേക്കും പറഞ്ഞേക്കാം. വിളിച്ചോണ്ട് പോ. നിങ്ങളും ക്ലാസ്സിലേക്ക് പോ. തെണ്ടി. സൂപ്പർ സ്റ്റാർ മോഹൻലാൽ തന്റെ ഏറ്റവും പുതിയ ചലച്ചിത്രത്തെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിട്ടു. സൈറ്റ് അടിക്കുവാണോ നീ? മച്ചു, എന്റെ ആളെങ്ങനെയുണ്ടാ? അന്യായ ഫിഗറാണോ? അവൾ എന്റെ ഗേൾഫ്രണ്ട് ആടാ. അളിയാ, നിനക്ക് നാണം വരുന്നില്ലേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിനക്ക് വേണ്ടി. മച്ചു, എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടാടാ. അതെ, അവളെ ഇഷ്ടാണെന്ന് പറയും. ഡെയിലി ഇവിടെ വന്ന് പത്രത്തിൽ കിഴുത്തിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അവളെ നോയിക്കൊണ്ടിരിക്കും. പ്രേമത്തിന്റെ കാര്യത്തിൽ പെട്ടെന്നൊരു തീരുമാനം എടുക്കണം മോനെ. ആഹാ, അങ്ങോട്ട് നോക്ക്. നിന്നെ വിഴുങ്ങാൻ പാകത്തിന് അവള് നോക്കുന്നേ. അത് ശരിയാടാ മച്ചു. പക്ഷെ എന്റെ അച്ഛൻ എന്നെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടാ വളർത്തിയത്. അതേടാ, എല്ലാ അച്ഛന്മാരും ഒരേ ശല്യക്കാരാ. പെണ്ണുങ്ങളെ കാണുമ്പോ പോയി സംസാരിക്കണം ഭയങ്കര ആഗ്രഹം. പക്ഷെ അടുത്ത് ചെല്ലുമ്പോ കൈയൊക്കെ വൃത്തികെട്ടവരെ, നിനക്ക് പെണ്ണുങ്ങളെ കാണുമ്പോഴാണ് വരയ്ക്കുന്നത്. എനിക്ക് ആണുങ്ങളെ കാണുമ്പോഴേ കൈയും കാലും ഒക്കെ അങ്ങ് വിറയ്ക്കാൻ തുടങ്ങുവാടാ. അതെന്താടാ? എടാ, നമ്മളൊരു സൂപ്പർ ഫിഗറിനെ കണ്ടിട്ട് ശരി, അവളുടെ പുറകെ പട്ടിയെ പോലെ അലഞ്ഞ് നമുക്ക് ആവശ്യമുള്ളതൊക്കെ വാങ്ങിക്കൊടുത്ത് എങ്ങനെയെങ്കിലും ഒക്കെ നമ്മളൊന്ന് കറക്റ്റ് ചെയ്ത് കൊണ്ടുവരും. ആ സമയത്ത് ചില വൃത്തികെട്ട തെണ്ടുകൾ ഇടയ്ക്ക് വന്ന് അവളെ കൊണ്ടുപോകും. അതുകൊണ്ട് സ്വന്തം അച്ഛന്റെ മുഖം കാണുന്ന പോലെ എനിക്കിപ്പോ വെറുപ്പാടാ മച്ചാ.
ഇപ്പോ അവൾ അവിടുന്ന് ഇങ്ങോട്ട് വരുന്നു. ആ. അപ്പൊ നീ എന്താ ചെയ്യേണ്ടതെന്നറിയോ? ആ. അടുത്തോട്ട് വന്നോണ്ടിരിക്കുമ്പോ സൂപ്പർ എന്ന് പറയണം. സൂപ്പർ എന്ന് പറയണം. എടാ മണ്ട, ഏ? ഞാൻ സൂപ്പർ എന്ന് പറഞ്ഞാ അവൾ എന്നെ ഇഷ്ടപ്പെടാൻ തുടങ്ങൂടാ. ഓ, ശ്ശേ, അത് ശരിയാ, ശരിയാ. നീയാടാ പറയേണ്ടത്. ഓ ഞാൻ പറയണല്ലേ? ശരി ശരി. ദേ വരുന്നടാ. സൂപ്പർ. ഡാ, ആരെ നീ പറഞ്ഞത്? അതൊന്നുമില്ല, നമ്മുടെ റൺ ബേബി റണ്ണിലെ അമല പോളിനെ ഓ പറ്റിയാ ഓ, പറഞ്ഞത്. പന്ന തെണ്ടി. ആരെ പറ്റിയാ പറഞ്ഞേ? അതേ സിനിമയിൽ തന്നെ ഹീറോയെ വിളിച്ചതാ, മനസ്സിലായോ? അതല്ലേ ഞാൻ വിചാരിച്ച എന്നെയാണെന്ന്. എടാ പന്ന തെണ്ടിന്നാ വിളിച്ചത്. കിട്ടുവാടാ. എന്താടാ നീ LKG പഠിക്കുന്ന പിള്ളേരെ പോലെ? എടാ, എപ്പോ ഒരു പെണ്ണ് നിന്നെ നോക്കി പട്ടി തെണ്ടി എന്നൊക്കെ പറയുന്നോ, ആ. അതേ വാഗൊണ്ട് അവള് തന്നെ ഭർത്താവേ എന്ന് വിളിക്കും. അപ്പൊ പറയുന്നാണോ നീ പറയുന്നേ? നിനക്കൊന്ന് നിക്കടാ, ഞാൻ പറയട്ടെ, ഞാൻ പറയുന്നു കേക്ക്. എടാ ചെറുക്ക, നിന്റെ പെണ്ണ് വരുന്നുണ്ട്. ലവ് പറയാൻ ഇതാണ് പറ്റിയ സമയം. മിസ് ചെയ്യരുത്, ഞാൻ പറഞ്ഞു. എടാ മച്ചു പേടിയാവുന്നടാ. കോഴി, പേടിയുള്ളവൻ പ്രേമിക്കാൻ പാടില്ല, പ്രേമിക്കുന്നവൻ പേടിക്കാനും പാടില്ല. പോയി പറ പോ. എടാ അവള് ടോയ്ലറ്റിനകത്ത് പോയടാ. ആണോ? എടാ നിന്റെ ലവ് പറയാൻ ഇതാടാ ഏറ്റവും നല്ല സ്ഥലം. പോയി പറയടാ. എടാ എനിക്ക് ഭയങ്കര പേടിയാവുന്നടാ. ഞാൻ എങ്ങനെ? എടാ പോൻ. എടാ ലേഡീസ് ടോയ്ലറ്റ് എടാ, അവൻ പോയി, ഞാൻ പോയി പറയാം. ഓക്കെ. എടാ സത്യമായിട്ടും എടാ, ഈ പേടിയാവുന്നടാ. മറ്റു നീ ടെൻഷൻ ആവണ്ടടാ. നീ വാ. നീ വാന്ന് പറഞ്ഞില്ലേ? കുമ്മട്ടിക്ക ജ്യൂസ് മമ്മൂട്ടിക്കാക്ക് ഇഷ്ടപ്പെട്ട കുമ്മട്ടിക്ക ജ്യൂസ്. എക്സ്ക്യൂസ് മീ. ഏയ്, നീ എന്തിനാ ലേഡീസ് ടോയ്ലറ്റ് വന്നിരിക്കുന്നത്? ഇല്ല ടൈം പ്ലീസ്. സമയം ചോദിക്കുന്ന സ്ഥലമാണോ ഇത്? ഓക്കെ ഐ ലവ് യു. ഷോ, അവൻ മാറിപ്പോയി. ശ്ശേ. എന്താടാ അത്? നിന്നെ പറ്റി ഇങ്ങനെ ഒരു കംപ്ലൈന്റ് വന്നിരിക്കുന്നു. നീ എന്ത് ഉത്തരവാ പറയാൻ പോന്നേ? സാർ ഞാൻ അതുവഴി പോയിക്കൊണ്ടിരിക്കുകയാണ് സാർ. നീ അതുവഴി പോയി. ആ പെണ്ണ് അവിടെ ഈ നിൽക്കുന്നുണ്ടായിരുന്നു സാർ. പെണ്ണ് അവിടെ നിൽക്കുകയായിരുന്നു. ഞാൻ അവളോട് സമയം എന്താ ചോദിച്ചു, അത്രേ സമയം ഉള്ളൂ സാർ. എന്താണെന്നല്ലേ ചോദിച്ചോളൂ. അതെ സാർ. അതിലെന്താ ഇത്ര തെറ്റ്? ഇല്ല സാർ, ഇവൻ എന്റെ മോളോട് ഐ ലവ് യു പറഞ്ഞു. സത്യം. എടോ, താനെന്താ അടുത്തിരുന്ന് കേട്ടതുപോലെ പറയുന്നത്? പിന്നെ സംഭവിക്കുന്നത് സമാധാനം, എന്താണെന്നോ? വഴക്ക് വേണ്ട. ഡാ എന്താടാ ഇത്? സാർ ഞാൻ അതുവഴി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു നീ സാർ. അതിലേക്കൂടെ പോയി. ആ പെണ്ണ് അവിടെ നിൽക്കുകയായിരുന്നു സാർ. ഇവൾ അവിടെ നിൽക്കുകയായിരുന്നു. ഞാൻ അവളോട് സമയം എത്രയും ചോദിച്ചു, അത്രേ സമയം ഉള്ളൂ എത്ര എന്നല്ലേ ചോദിച്ചോളൂ. സാറേ, എന്റെ മോളോട് ഇവൻ ഐ ലവ് യു പറഞ്ഞു. മനുഷ്യ, അവൻ പറഞ്ഞോ ഇല്ലയോ? നിങ്ങൾ ഇപ്പൊ ഐ ലവ് യു എന്ന് ഒരു ആയിരം പ്രാവശ്യം സമാധാനം, പറഞ്ഞു. വഴക്ക് വേണ്ട. ഒന്ന് വ്യക്തപ്പെടുത്തടാ. സാർ ഞാൻ അതുവഴി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു സാർ. നീ പോയി. ആ പെണ്ണ് അവിടെ നിൽക്കുകയായിരുന്നു സാർ. നിന്നു. ഒന്ന് നിർത്തടാ. എന്റെ മോൾ അങ്ങോട്ട് പോയിട്ടില്ല, നീ ഐ ലവ് യു പറഞ്ഞിട്ടില്ല. മതിയല്ലോ. പിന്നെ എന്തിനാ എല്ലാരും വിളിച്ചു കൂട്ടിയേ? എന്തിനാണെന്നോ ഇപ്പൊ പറഞ്ഞുതരാടാ. എല്ലാം എന്റെ തലയിലൊരു തല്ലാതെന്ന് പറയണം. ഇതൊക്കെ ഒരു സ്കൂളും ഒരു പ്രിൻസിപ്പളും. വാ മോളെ പോവാം. ഇത് ആദ്യം പറഞ്ഞിരുന്നെങ്കിൽ എന്റെ ചെരുപ്പ് തന്നേനല്ലോ. അയാളെന്താ ഇത്രയ്ക്കൊരു മണ്ടനാണല്ലോ? നിങ്ങളുടെ മോൻ ആ പെണ്ണിന്റെ അടുത്ത് കക്കൂസിന്റെ അടുത്ത് പോയി ഇഷ്ടമാണെന്ന് പറഞ്ഞതായി അയാൾ പറയുന്നു. ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താ? സാറേ, ഞാൻ പ്രേം നസീറിന്റെ ഒരു ആരാധകനാ. അന്നത്തെ പ്രേം നസീറിന്റെ പടം, മധുവിന്റെ പടം എല്ലാം കണ്ടിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടല്ലോ. അവരൊക്കെ ഐ ലവ് യു പറഞ്ഞത് എവിടെ വെച്ചാ? നദിക്കരയിലും ബീച്ചിലും വെച്ച് അല്ലേ? കക്കൂസിൽ ആരെങ്കിലും പോയി ഐ ലവ് യു പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. അങ്ങനെയുള്ളപ്പോ എന്റെ മകൻ എങ്ങനെ പറയും? തീർച്ചയായിട്ടും പറഞ്ഞു കാണില്ല. ഇവന്റെ മുഖം കണ്ടാൽ അറിയില്ല, നിഷ്കളങ്കമായിട്ടുള്ള മുഖമാണെന്ന്. നല്ല പയ്യനാ, നിങ്ങൾ വിളിച്ചോണ്ട് പോകും. ഇവൻ എന്റെ മകനല്ലേ? സാറ് നന്നായിരിക്കും. വാ, താങ്ക് യു സാർ. വലിയൊരു പ്രശ്നമാ തീർന്നത്. എടാ, വിടാനല്ലേ പറഞ്ഞത്? എടാ, വിടാ. എന്നെ വിടാ. എന്താടോ, എന്താ സംഭവിച്ചത്? സാറേ, എന്റെ മോള് ബസ്സിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോ ഈ പൊണ്ണത്തടിയൻ അവളെ ഉമ്മ വെച്ചു. എന്താടാ ഈ പറഞ്ഞത് ശരിയാണോ? സാറേ, ബസ് സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്റെ മുമ്പിൽ ഈ പെണ്ണ് നിൽക്കുന്നുണ്ടായിരുന്നു. എന്റെ രണ്ട് കയ്യിലും ഭയങ്കര വെയിറ്റ് ആയിരുന്നല്ലോ. ഡ്രൈവർ ബ്രേക്ക് ഇട്ടു, ഞാൻ പോയി ഇടിച്ചു. സാർ, ബ്രേക്ക് ഇട്ടപ്പോ ഇവ ഉമ്മ വെച്ചു. നിങ്ങൾ ചുംബിച്ചെന്നു മുട്ടിയെന്നു. എന്താ നടന്നത് കൃത്യമായിട്ട് പറ. സാറേ, ഞാൻ ഇനി ക്ലിയർ ആയിട്ട് പറയാം. ബസ് സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ പെണ്ണ് എന്റെ മുമ്പിൽ നിൽക്കുന്നുണ്ടായിരുന്നു. എന്റെ രണ്ട് കയ്യിലും വെയിറ്റ് ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഡ്രൈവർ ബ്രേക്ക് ഇട്ടു, ഞാൻ ഇടിച്ചു. ഇല്ല സാർ, ഇടിച്ചതിന് ശേഷം ഉമ്മ കൊടുത്തു. എന്താടാ ഇത് ഇദ്ദേഹം പറയുന്നത് ശരിയാണോ? സാർ, സത്യം പറയണം. ഒരു പ്രാവശ്യം കൂടെ ക്ലിയർ ആയിട്ട് പറയാം. ബസ് മതി, നിർത്ത്. ബസ് സ്പീഡിൽ പോയിട്ടുമില്ല, ഡ്രൈവർ ബ്രേക്ക് ചവിട്ടിയതുമില്ല, നീ എന്റെ മോടെ മേത്ത് ഇടിച്ചതുമില്ല, ഉമ്മ കൊടുത്തതുമില്ല. മതിയല്ലോ, പോടാ. ന്യായം കിട്ടുമെന്ന് നിങ്ങളുടെ അടുത്ത് വന്നാൽ എന്നെ തല്ലണം. ഇവിടെ വന്ന സമയത്ത് എന്തെങ്കിലും ഒരു ജോലി നോക്കായിരുന്നു. വാ മോളെ. എന്തിനാണ് വെറുതെ ദേഷ്യപ്പെടുന്നത്? അയാളുടെ കാര്യം ഞങ്ങൾക്ക് കേൾക്കണ്ട. പക്ഷെ എന്റെ മോനുണ്ടല്ലോ, നല്ല മോൻ, അറിയോ? എന്റെ മോൻ അങ്ങനൊന്നും ചെയ്യില്ല. അയാള് വേണോന്ന് കരുതി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. നീ വാ മോനെ. സാറ് വെറുതെ ഇവന് സംശയിച്ചല്ലോ. പയ്യൻ തൊട്ടിട്ടുമില്ല. പെണ്ണിന്
ഒന്നും സംഭവിച്ചിട്ടുമില്ല. വേറെ എന്ത് സംഭവിക്കണമെന്നാ നിങ്ങൾ പ്രതീക്ഷിക്കുന്നേ? തൽക്കാലം ഒന്നും വേണ്ട, ഇവിടുന്ന് ഒന്ന് ഒഴിവായി തന്നാ മതി. ശുഭം ശുഭം. ആ, ചെല്ല്, ചെല്ല്. പോകാം. മച്ചു, എന്റെ പെണ്ണവിടെ നിൽക്കുന്നുണ്ട്. ഞാനും എന്തൊക്കെയോ ട്രൈ ചെയ്തു, പക്ഷെ ഒന്നും വർക്കൗട്ടായില്ല. ഈ ലെറ്റർ കൊണ്ടുപോയി കൊടുക്ക്. അവളിത് വായിച്ചാ അത്രേ ഉള്ളൂ, പിന്നെ അവൾ ആടിപ്പോവും. അവൾ ആടുമല്ലോ എന്ന് എനിക്കറിയില്ല, പക്ഷെ അടി കിട്ടുന്നുള്ള കാര്യം ഉറപ്പാ. എടാ, നമ്മുടെ ശരീരം വലുതാകുന്ന തന്നെ പെണ്ണുങ്ങളുടെ അടി കിട്ടാൻ വേണ്ടിയാടാ. ആ, നിനക്കതൊക്കെ പറയാ. അടി കിട്ടുന്നത് എന്റെ ശരീരത്തിലാണല്ലോ. ഒരു കാര്യം ആലോചിച്ച് നോക്കൂ. നീ വാങ്ങുന്ന 5ഉം 10ഉം പിച്ചക്കാശിന് ഇതാവശ്യമാണോ? ഇടയ്ക്കിടയ്ക്ക് 5ഉം 10ഉം ചെലവിന് തരുന്നുണ്ടല്ലോ. അപ്പൊ ഇതാവശ്യമാ? പോ. പണ്ടൊരു കാട്ടിലൊരാൺ സിംഹം മതിച്ചു വാണിരുന്നു. ജീവികൾക്കെല്ലാം ശല്യമായി ആ സിംഹം. എക്സ്ക്യൂസ് മീ മാഡം, എന്റെ കൂട്ടുകാരൻ ഈ ലെറ്റർ താങ്കൾക്ക് തരാൻ പറഞ്ഞു. വായിച്ചു നോക്കൂ. സാരമുള്ള മച്ചാ, ഇതൊക്കെ നമുക്ക് ആദ്യമായിട്ടാണോ? പോട്ടെ പോട്ടെ. ഇവിടെ എന്താ പ്രശ്നം? എന്താ ഇവിടെ പ്രശ്നം? ഇത് കണ്ടില്ലേ സർ, ആ വിക്കി എനിക്ക് ലവ് ലെറ്റർ കൊടുത്തു വിട്ടിരിക്കുക. ലവ് ലെറ്റർ തന്നു. ആ, എന്തായാലും കാര്യം മലയാളത്തിൽ എഴുതിയിരിക്കുന്നേ. വിക്കി, ഇഞ്ഞോ വന്നേ. വിളിക്കുന്നടാ, ചെല്ലടാ ചെല്ലടാ. എടാ, എന്തോന്നാടാ ഈ പെണ്ണിന് ലവ് ലെറ്റർ എഴുതിയിരിക്കുന്നേ? സ്വാമി, അത് ലവ് ലെറ്റർ ഒന്നല്ല. വേറെന്താ? ലാസ്റ്റ് ആയിട്ട് ഏത് സിനിമയാ കണ്ടേന്നുള്ളു ചോദിച്ചു. അതിന്റെ മറുപടി അത്. സിനിമയോ? പ്രിയതമേ പ്രിയതമേ, നിന്നെ കണ്ട ആ ദിവസം മുതൽ നിന്നെക്കുറിച്ചോർത്ത് ആശയായി പ്രേമപരവശനാണേൻ. കുറച്ചു കുറച്ചായി നിന്നിൽ ചരണം പ്രാപിച്ചു. ഏയ്, നിന്നെ കാണാൻ എന്തൊരു സൗന്ദര്യവാ. മധുരിക്കുന്നു നിന്നിൽ പ്രേമമുള്ള ഒരു ബോയ്. ഇതൊക്കെ സിനിമയുടെ പേരുകളാണോ? ആ, അതെ സാറേ. സാറിന്റെ പേരിൽ വരെ ഒരു പടം ഉണ്ടായിരുന്ന, അത് ഇവൻ എഴുതാൻ മറന്നുപോയി. പെരിച്ചാഴി. ഇഞ്ഞോ നോക്കിയേ, ഇതൊക്കെ സിനിമയുടെ പേരുകളാണോ? അതെ സർ. പിന്നെ ലവ് ലെറ്റർ എന്ന് പറഞ്ഞേ? അല്ല സർ, വായിച്ചപ്പോൾ ലവ് ലെറ്റർ പോലെയാ തോന്നിയത്. എന്തോന്നാ ഇത്? നിന്നെ വിശ്വസിച്ച് സിനിമയ്ക്ക് ഇങ്ങനെയൊക്കെയാണോ പേര് വെക്കുന്നേ? സ്വാമി, ലേറ്റസ്റ്റ് ആയിട്ട് ഒരു സിനിമ റിലീസ് ആയിട്ടുണ്ട്. എടാ, എടുത്ത് കാണിച്ചേ. ആ, കുമ്മട്ടിക്ക ജ്യൂസ്. അതിന്റെ മോളിൽ പാടാനായിട്ട് എനിക്കറിയില്ല. നിർത്തടാ. എന്തോന്ന് ഡാൻസ് ആണത്? നാട്ടുകാര് കണ്ടാ എന്ത് വിചാരിക്കും? ഇഞ്ഞ നോക്ക്, ഈ ഡാൻസ് ഒക്കെ അടുത്ത ഫംഗ്ഷനിൽ മര്യാദയ്ക്ക് കാണിക്ക്. ഇനി ഇവിടെ നിന്ന് എനിക്ക് നാണക്കേടാ. ഞാൻ അടുത്ത ബസ്സിൽ വന്നേക്കാം. ഞാൻ പോവാ കേട്ടോ. സാറേ, ലെറ്റർ തരാമോ? ഹേയ്, സാറടുത്ത് പറഞ്ഞാ പേടിച്ചോ? ഞങ്ങൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. മച്ചു, ഒന്ന് നിർത്തുന്നുണ്ടോ? അങ്ങനെയാണല്ലേ? ഒരുപാട് അഹങ്കരിക്കണ്ട, നീയൊക്കെ നശിച്ചു പോവും. എടാ മച്ചു, ഇവളെനിക്ക് ശാപം വിട്ടു പോവാണല്ലോ. അവളുടെ ഏരിയ തന്നെ കത്തി നശിച്ചു. കത്തി നശിക്കട്ടാ, അപ്പോഴല്ലേ ഒരു അതെ, ഒന്നവിടെ നിന്നേ. എന്താടി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ? നമ്മുടെ മോന്റെ സ്കൂളില് നാളെ പേരന്റ്സ് ഡേ ഫംഗ്ഷൻ ആണെന്ന്. ഡാൻസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. നമ്മൾ രണ്ടുപേരും പോണോന്ന് പ്രത്യേകം അവൻ പറഞ്ഞതാ. നമുക്ക് രണ്ടുപേർക്കും നീ പോയാലെന്താ? എന്തെങ്കിലും വിവരമില്ലാതെ സംസാരിക്കുന്നത്? എടി, ഞാൻ ജോലി ചെയ്യുന്ന പ്രൈവറ്റ് കമ്പനിയിലല്ലേ? അവിടെ കൃത്യമായിട്ട് ജോലിക്ക് പോയിട്ട് തന്നെ എല്ലാവരും കൂടെ ഒരു വഴിയാക്കുക. ഇനി ചെന്നില്ലെങ്കിൽ എല്ലാവരും കൂട്ടം കൂടി എന്നെ അങ്ങ് ശവമാക്കും. അല്ല, നിന്നെ വിടാന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ഞാനില്ലാണ്ട് എങ്ങും പോവുകയല്ല. എനിക്ക് കിട്ടിയ പെണ്ണുമ്പോൾ അങ്ങനെ ആയിപ്പോയി. ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? ആ, അടുത്ത പാരന്റ്സ് ഡേക്ക് വന്ന് ഞാനും നിന്റെ അമ്മയും കൂടി നല്ലൊരു ഡ്യൂറ്റ് വേണമെങ്കിൽ പാടാം. അതെ, എന്താ, അതെ. സന്തോഷായില്ലേ? നിങ്ങൾ വരാതിരിക്കുന്നതിന് നല്ലത്. ആ, ഞാൻ വരട്ടെടി. പോയിട്ട് വരട്ടെ മോനെ. മച്ചു, എന്റെ അച്ഛൻ ഒടുക്കത്തെ ബിസിയാ. പാരന്റ്സ് മീറ്റിംഗിന് വരില്ല. എന്റെ അച്ഛൻ വീട്ടിലേ ഇല്ലടാ. എടാ, എന്റെ അച്ഛനൊരു സംശയ രോഗിയാ. പാരന്റ്സ് ഡേ എന്നൊക്കെ പറഞ്ഞാ അതെന്താണ്, അതിലെന്താണ്, ആരൊക്കെ വരും ചോദിച്ചോണ്ടേ ഇരിക്കടാ. അയാളെ പറഞ്ഞു മനസ്സിലാക്കുമ്പോഴത്തേക്കിനും പാരന്റ്സ് ഡേ കഴിഞ്ഞ് 1 മാസം കഴിയും. അതുകൊണ്ട് ഞാൻ അയാളോട് പറഞ്ഞിട്ടേ ഇല്ല. അങ്ങോട്ട് നോക്കടാ, ഒരു ചരക്ക് ലോറി വരുന്നു. എടാ മച്ചു, അവര് സ്വിമ്മിങ്ങിന് പോകാൻ തോന്നുന്നു. ഇവളുമാര് കയ്യില് കിട്ടുന്നില്ലല്ലോ. എടാ, എന്നാ ഒന്നും നോക്കണ്ട, കാലിൽ വീഴാം. ചേച്ചേ, അതൊക്കെ നാണക്കേടാ. പോടാ, എന്തോന്ന് നടക്കേട്. വലിയ വലിയ രാഷ്ട്രീയക്കാരൊക്കെ കാലിൽ വീണിട്ടല്ലേ ഓരോന്ന് സാധിക്കുന്നത്. എന്നാ നമുക്ക് കാലില് വീണാലോ? തീർച്ചയായും വീണുകളയാം. ഏയ് പൂജ, ഡയാന, ഒന്നിങ്ങോട്ട് വന്നേ. എന്താടാ? മച്ചു, ഇവളുമാരുടെ കാലിൽ വീണാൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ സാധിക്കാം. ഞങ്ങൾ കുറച്ച് തെറ്റൊക്കെ ചെയ്തു, ഒന്ന് ക്ഷമിച്ചൂടെ ഞങ്ങള്? ഈ വരുന്ന പാരന്റ്സ് ഡേക്ക് നമുക്ക് ഒരുമിച്ച് ഒരു പ്രോഗ്രാം ചെയ്യാം. അതുകൊണ്ട്
നിങ്ങൾ ആ, ആ, ക്ഷമിക്കണം, നിർത്ത്, നിർത്ത്. നിർത്ത്. ഒന്ന് അഭിനയൊക്കെ ആ, ശരി, മതി. ശരി, ആ, ശരി. ഒന്ന് എനിക്ക് എഴുന്നേക്ക്. എനിക്ക് ക്ഷമിച്ചു. ക്ഷമിച്ചൂടാ. ശരി, ഈ വരുന്ന പാരന്റ്സ് ഡേ ഫംഗ്ഷൻ നമുക്ക് എല്ലാവർക്കും ചേർന്ന് തന്നെ സെലിബ്രേറ്റ് ചെയ്യാം. ഓക്കെ ഓക്കേ ആണല്ലോ? ആണല്ലോ? ഓക്കേ രാമച്ച സിഗരറ്റ് വലിക്കുന്നത് ശരീരത്തിന് കേടാന്നല്ലേ പറയാറ്? എത്ര കേടാവെന്ന് നോക്കിക്കളെ. ഇങ്ങതാ. എടാ മച്ചു, ശരിക്കും കേടാടാ. ഓ, ഇവനെ പോലെ ഒരു മണ്ടൻ ഒരു കാര്യം ശരിക്കും ചെയ്യാൻ അറിയത്തില്ല. ഇങ്ങോട്ട് താടാ. എടാ, ഗവൺമെന്റ് പറയുന്ന സത്യമാടാ. ശരിക്കും ഇത് ശരീരത്തിന് ഭയങ്കര കേടാടാ. എടാ മണ്ടന്മാരെ, ഇതെങ്ങനെ പിടിക്കണം, ഇതിലെങ്ങനെ സ്റ്റൈൽ കാണിക്കണം ഞാൻ ഇപ്പൊ കാണിച്ചുതരാം. എടാ, ആ? സർക്കസിലെ വിദ്യകൾ കാട്ടാറുണ്ട്, സിനിമയിലും വിദ്യകൾ കാട്ടാറുണ്ട്. അത് ശരിയാ. ഇവനാണെങ്കിൽ സിഗരറ്റിലെ വിദ്യ കാട്ടാൻ പോവാണെന്ന്. എന്താ നോക്കാം. ഇതെന്താ ടെറസിൽ പുക വരുന്നു? മക്കളെ, ഉം? എന്താ ഇവിടെ പുക വരുന്നല്ലോ? ആ, എന്താ മക്കളെ അവിടെ ചെയ്യുന്നത്? സ്വാമിയേ അയ്യപ്പോ, സ്വാമിയേ അയ്യപ്പോ, സ്വാമിയേ അയ്യപ്പോ. അയ്യോ അയ്യോ അയ്യോ, ചന്ദനത്തിന് കത്തിച്ച് വെച്ച് ഭക്തിപൂർവ്വം പഠിക്കാണോ? ഭക്തി ഉണ്ടെങ്കിൽ പഠിപ്പ് വരും. ഈ കുട്ടികൾ തങ്ക കുട്ടികളല്ലയോ? മോനെ, വിളിച്ചായിരുന്നോ അച്ഛാ? പഠിക്ക്, നന്നായിട്ട് പഠിക്കും മക്കളെ. ആ ശരി അച്ഛാ. തീർച്ചയായിട്ടും അങ്കിൾ. നിന്റെ അച്ഛന് വേറെ പണിയൊന്നുമില്ലേ? അയാൾ എപ്പോഴും അങ്ങനെ തന്നെയാടാ. എന്തുവാടാ ഇത്? നിന്റെ അച്ഛന് കുറച്ചു പോലും വിവരമില്ലേ? എങ്ങനെയാടാ നിന്റെ അമ്മ അയാളുടെ കൂടെ ഇത്രയും കാലം ജീവിച്ചത്? എന്ത് ചെയ്യാനടാ? എന്റെ അമ്മയ്ക്ക് അവാർഡ് തന്നെ കൊടുക്കണം. ഈ രാജ്യത്തുള്ള പകുതി അപ്പന്മാരും ഇങ്ങനെ തന്നെയാടാ. അങ്ങനെ നോക്കിയാ എന്റെ അമ്മയ്ക്ക് ഓസ്കാർ അവാർഡ് തന്നെ കൊടുക്കേണ്ടി വരും. അത്രയ്ക്ക് വധോ എന്റെ അപ്പൻ. പോ. ആ. അയ്യോ പോയല്ലേ. ശ്ശേ. ഹലോ ഗേൾസ്, നന്നായിട്ടൊന്ന് തള്ളി വിട്ടാ വലയെ കറക്റ്റ് ആയിട്ട് വീഴും. തള്ളാതെ വിട്ടാലേ താഴെ വീഴും. അത് ഞങ്ങൾ ക്ഷമിക്കൂല. ഒന്ന് സൂക്ഷിച്ചൊക്കെ ഇടണേ. കളിക്കുകയാണെങ്കിൽ ഇങ്ങനെ കളിക്കണം. അതേടാ, കറക്റ്റ് ആണ് നീ പറഞ്ഞത്. അങ്ങോട്ടിട്, ആ, അങ്ങോട്ടിട്. അങ്ങോട്ടിട്. ഇവിടെ എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? അവിടെ ആമ്പിള്ളാര് ക്രിക്കറ്റ് കളിക്കുമ്പോ നീയൊക്കെ കൂടെ ഇവിടെ പെമ്പിള്ളാരെ എന്തോ നോക്കിക്കൊണ്ടിരിക്കുക. എന്തോന്ന് ക്രിക്കറ്റോ? ആ കളി ഞങ്ങൾ കാണണമെന്നോ? അല്ല സ്വാമി, ഒരുത്തൻ തീത്രമുള്ള ഒരു പന്തും വെച്ച് ഇത്തിരി കോലുള്ള ഒരു ബാറ്റും വെച്ചോണ്ട് ടമക്കാന്ന് അടിക്കും. അല്ല, അതിന്റെ പുറകെ ഒരുത്തം പോയി പിടിക്കും. ആ കളിയാണോ ഞങ്ങളോട് പോയി കാണാൻ പറയുന്നത്? നിങ്ങളൊന്ന് നോക്ക്, എന്തൊരു കളിയാണിതെന്ന്. കാണാൻ തന്നെ ഒരു ഇൻട്രസ്റ്റ് ഇല്ലേ? അതെ സ്വാമി, എന്തിനാ കണ്ടുവിട്ടുന്നത്? ഡാ, നീ ചീത്തയായതോ പോട്ടെ, ഈ കുട്ടികളെ കൂടെ ചീത്തയാക്കാതെ. ആര്? ഇവര്. സ്വാമിയേ, ഇവര് കുഞ്ഞിലെ തന്നെ മൂത്ത് പഴുത്ത് കാക്ക കൊത്താത്ത കനികളാണ്. എന്താ സമയം അടിക്കാൻ പോവാണോ? എന്തോടാ? മച്ചു ഹേയ്, അടിക്ക് അടിക്ക് സ്വാമി, സ്വാമി, അടിക്ക്. അടിക്ക്. അടിക്ക് സ്വാമി, 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 അടിക്ക്. ആ, ആ, ആ. അടിക്ക് സ്വാമി, അടിക്ക്. എടാ, തെങ്ങോട്ട് നോക്ക്. നിന്റെ പെണ്ണ് എന്ത് നന്നായിട്ടാടാ ബോൾ ഇടുന്നത്. എടാ എന്റെ ആളെങ്ങനെ ഇടറാ? ഏയ് തന്നനനന, തന്നനനന, ഏയ് തന്നനനന, തന്നനനന, ഏയ് തന്നനനന, തന്നനനന, ഏയ് തന്നനനന, ചാട്. ആ, നല്ലപോലെ പൊക്കി ചാട്. നല്ലപോലെ, ആ, അങ്ങനെ ചാട്. ദാ, ഇങ്ങനെ ചാട്. നല്ലപോലെ ചാട്. ആ, ഒന്ന് നല്ലപോലെ ഒന്ന് ചാട് മോളെ. ആ, അങ്ങനെ, അങ്ങനെ. ആ, മോളെ, വാ, വാ. നീയൊക്കെ ആരടാ? നിനക്കൊക്കെ എന്താടാ കാര്യം? മര്യാദയ്ക്ക് പോകുന്നുണ്ടോ ഇല്ലയോ? കൈ കയറി പിടിക്കില്ലടാ. കൈ വിടാനല്ലേ പറഞ്ഞത്? വേണ്ട. എന്നെ രക്ഷിക്കടാ. ആഹാ. എടാ, നമ്മുടെ സ്കൂളിലെ പെമ്പിള്ളാരെ കുറെ റൗഡികൾ ചേർന്ന് പിടിക്കുന്നടാ. വാടാ, രക്ഷിക്കാം. ബാലു, എടാ, നീ വിടടാ. എന്തോന്നാ ഇങ്ങനെ? നിങ്ങൾക്ക് ഇതൊക്കെ ആവശ്യം തന്നെയാ. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എന്തൊക്കെ ആഗ്രഹമുണ്ടോ അതൊക്കെ ചെയ്തു. ഞങ്ങൾ ഒന്നിനും വരില്ല. ശരിയാ, ഇതാ ഞങ്ങളുടെ മാഗ്നി ഷോ ഇന്ന്. എടാ വൃത്തികെട്ടോ പാരെ. എടാ, അവളുമാര് നമ്മുടെ സ്കൂളിലെ പിള്ളേരല്ലേ. വാടാ, രക്ഷിക്കാം. അവന്മാരെ കണ്ടാ തന്നെ മനസ്സിലാവും പക്ക റൗഡീസ് ആണെന്ന്. നമ്മൾ അവിടെ നിന്ന് പോരുത്. ഇത് നമുക്ക് ആവശ്യമില്ലാത്ത പണിയാണ്. എടാ, എന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന സിംഹം ഇപ്പോൾ ഉണർന്നു കഴിഞ്ഞു. ഡാ വേണ്ട, വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ പോകണ്ട. അരുത്, ഈ സിംഹത്തിനെ തടുക്കരുത്. എടാ, പറഞ്ഞ കേക്കടാ. എടാ, വേണ്ട.
മസില് ഞെളിയുന്നേ? അകത്തിരിക്കുന്ന മസില് പുറത്ത് കാണുന്നുണ്ടോ? കണ്ടോടാ എന്റെ ട്രൈസെപ്സ് കണ്ടോടാ? വാ. വാടാ മോനെ വാ. ഡേയ്, എന്താടാ അവിടെ നോക്കുന്നേ? സിംഹം ഇവിടെ നിൽക്കുന്ന കണ്ടില്ലേ? ഇങ്ങോട്ട് നോക്കടാ, ഇങ്ങോട്ട് നോക്കടാ. ഡേയ്, വെളിയിൽ നിന്ന് വന്നിട്ട് ഞങ്ങളുടെ സ്കൂളിൽ പ്രശ്നം ഉണ്ടാക്കുന്നോടാ. നീ എല്ലാ അടിയും കണ്ടിട്ടുണ്ടാവും. പാരട്ടെ തേണ്ടി, ഈ അടി കണ്ടിട്ടുണ്ടോടാ? അതെ, ഞാൻ വിളിച്ചപ്പോ നിങ്ങൾ വന്നില്ലല്ലോ. ഇനി ഞാനടാ ഈ സ്കൂളിലെ ഹീറോ. ഇനി എല്ലാ പെണ്ണുങ്ങളും എന്നെ മാത്രമേ നോക്കുള്ളൂടാ. എടാ, ഇത്രയും കാലം എന്റെ കൂടെ നിന്നിട്ട് ഒരു തുള്ളി പോലും നിങ്ങൾക്കൊന്നും ധൈര്യം വന്നില്ലല്ലോടാ. എന്താടാ നിന്റെയൊക്കെ ഒരു കാര്യം? ഇവിടെ ഒരു യെല്ലോ ഷർട്ട് ഇട്ടവനുണ്ടായിരുന്നല്ലോടാ. എന്തിടാ അവൻ? എവിടെ പോയവൻ? എന്നെ കണ്ട് പേടിച്ചു പോയോ? എടാ ഭ്രാന്തന്മാരെ, എവിടെടാ യെല്ലോ ഷർട്ട് ഇട്ടവൻ? വിളിക്കടാവരെ, വിളിക്ക. എനിക്ക് ഇപ്പൊ അവനെ തല്ലണം. വിളിക്കാൻ എവിടെയാണെന്നെങ്കിലും ഇപ്പൊ വിളിക്കടാ. അവന്റെ അവസാനമായിരിക്കും. അവനും ഞാനുമായിട്ട് ഇന്നൊരു ദ്വന്ദ്വ യുദ്ധമായിരിക്കും നടക്കാൻ പോകുന്നത്. വിളിക്കടാ. അയ്യോ, മച്ചു, നീ ഒറ്റയ്ക്ക്? ഡാ, നീ തപ്പാൻ ഒരു സ്ഥലം പോലും ഇല്ല ബാക്കി. എവിടെയാടാ നീ? എടാ യെല്ലോ ഷർട്ട്, നിന്നെ എന്റെ കൈ കിട്ടിയ അവസാനമായിരിക്കടാ നിന്റെ. അയ്യോടാ, ഇവരെന്ത് പറ്റി? കേൾക്കുന്ന ജ്വരമാണോ? വേറെ ഒന്ന് രക്ഷിച്ചു നോക്കാം. എടാ, കൈയെ പിടിച്ചു. ബ്രദർ, നിങ്ങളെ രക്ഷിക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. എന്താണ് ബ്രദർ, ഇങ്ങനെ പുറത്തൊക്കെ വരുമ്പോ മുതിർന്നവരാരെങ്കിലും കൂടെ കൊണ്ടുവരണ്ടേ? ഇപ്പൊ കണ്ടില്ലേ എന്തൊരു ആട്ടമായിരുന്നു. ശരി ശരി, ആ യെല്ലോ ഷർട്ടുകാരനെ ഇവിടെ എവിടെയും കണ്ടായിരുന്നു? അയ്യോ, ഊമയാണെന്ന് തോന്നുന്നല്ലോ. ആരോടാടാ നീ ഡയലോഗ് അടിക്കുന്നേ? അപ്പൊ നിനക്ക് സംസാരിക്കാം. അപ്പൊ കണ്ണു വിടരാണെന്ന് തോന്നുന്നു. ഡേയ്, എന്നെ കണ്ട അന്ധനായിട്ട് നിനക്ക് തോന്നുന്നുണ്ടോ? അപ്പൊ നിനക്ക് എല്ലാം മനസ്സിലാവുന്നുണ്ട്. നീ ആ യെല്ലോ ഷർട്ടുകാരനെ കണ്ടില്ല? കണ്ടില്ലല്ലോ. എന്നാ തിരിച്ചാടാ ഇരുമ്പ്. നീ വരച്ചോണ്ടിരുന്നോ? യെല്ലോ ഷർട്ട്, എടാ യെല്ലോ ഷർട്ട് എവിടെടാ പോയ നീ? എടി പെണ്ണേ, ഇവിടെ വന്നേ. ആ യെല്ലോ ഷർട്ടുകാരനെ ഇവിടെ കണ്ടായിരുന്നോ? ചോദിക്കുന്ന കേട്ടില്ലേടി, പിന്നെന്താ എത്ര നോട്ടം? ഡാ, ആരോടാ സംസാരിക്കാൻ നിനക്ക് അറിയോ? കൊന്നുകളയും ഞാൻ. ഹലോ അനിയ, ആ യെല്ലോ ഷർട്ട്. എന്താടാ ഇതെന്തിനാടാ ഇട്ടേക്കുന്നേ? കാര്യം പറ. ഒരു സെക്കൻഡ് ചേട്ടാ, പെണ്ണുങ്ങളാരും ഇല്ലല്ലോ അല്ലേ? എന്റെ പൊന്നു ചേട്ടാ, രാവിലെ തൊട്ട് ചേട്ടനോട് ക്ഷമ ചോദിക്കാൻ വേണ്ടിയാണ് തേടി ശരി നടന്നത്. ശരി, എഴുന്നേക്ക്. നിന്നെ ഇനി ഇവിടെ നിന്ന് കാണരുത്. ഓ ശരി ഓടാ, ചേട്ടാ, ഈ സൈഡിലേക്കേ വരില്ല. ഓടടാ. ഓടറാ, ഓടിപ്പോടാ, തിരിഞ്ഞു നോക്കാ. ഒരുത്തരെങ്കിലും ഈ സൈഡിലോട്ട് വന്നാ ഈ സ്കൂളിൽ നിന്ന് ടീസി വാങ്ങി ഞാൻ എങ്ങോട്ടേലും പോവും. ഇതിൽ കൂടുതൽ അടി വാങ്ങാൻ എന്നെ കൊണ്ട് പറ്റില്ല. അയ്യോ, മച്ചാനെ, ആളിയാ, ഞാൻ കളത്തിൽ ഇറങ്ങാതെ ഞാൻ ഓടിച്ചല്ലോ. ഞാൻ ഇറങ്ങിയിരുന്നെങ്കിൽ എത്ര എണ്ണത്തിന് തല കടന്ന് ഉരുളുവരുന്ന മിണ്ടാതിരിക്കും. നമ്മളെ കുറിച്ച് നമ്മൾ തന്നെ പറയാൻ പാടില്ല. ആ മച്ചാ, എന്നടാ? ആ യെല്ലോ ഷർട്ടുകാരനെ എന്റെ കാലിൽ വീഴ്ത്തി മാപ്പ് അപേക്ഷിച്ചിട്ടാടാ പറഞ്ഞു വിട്ടെ. അടിച്ചോ? ശരി ശരി, നമ്മൾ ഹെൽപ്പ് ചെയ്ത പെൺകുട്ടികളില്ലേ, നമ്മളോട് താങ്ക്സ് പറയാനായിട്ട് അവിടെ വെയിറ്റ് ചെയ്യുന്നു. വാ.
ആ വാ വാ നമുക്ക് പോയി നോക്കാം എന്താണെന്ന് അറിയാലോ. ശരിയാ, വേഗം പോടാ. താങ്ക് യു വിക്കി. താങ്ക്സ് വിക്കി. അതെന്താ ഭവതിയുടെ വായിൽ നിന്നൊന്നും വരില്ലേ? ശരിയടാ, താങ്ക്സ്. വെറും താങ്ക്സ് മാത്രമേ ഉള്ളൂ. വേറെന്താ? അതല്ല, നമ്മളെല്ലാരും കൂടെ ഹോട്ടലിൽ റൂമൊക്കെ റൂം ഇട്ടിട്ട് അല്ല 2 ഇഡ്ഡലി കഴിക്കാന്ന് പറയേ. മച്ചു, ഇവളുമാര് നോക്കുന്ന കണ്ടാ പെട്ടെന്ന് തന്നെ വർക്കൗട്ട് ആവും തോന്നുമല്ലോ. ഡാ ഡാ ഡാ, നിന്റെയൊക്കെ മനസ്സിലിരിപ്പ് എന്താന്ന് എനിക്ക് നന്നായിട്ട് അറിയാം കേട്ടോ. പോയി പണി നോക്കടാ. എന്ത് പണി? സ്ഥിരം പണി. ഞാനും അതന്നെ വിചാരിച്ചു. മച്ചു, വല്ല ദുബായിലും ജനിക്കേണ്ട പെണ്ണുങ്ങളൊക്കെ ഇവിടെ ജനിച്ച് നമ്മക്ക് പണി ഉണ്ടാക്കാടാ. എടാ മച്ചു, ഇവക്ക് വേണ്ടിയൊക്കെ ഫൈറ്റ് ചെയ്ത് വെറുതെ ആ? എടാ, നമ്മൾ ഇപ്പോഴല്ലേ തുടങ്ങിയിട്ടുള്ളൂ. നീ പേടിക്കണ്ട, ഇവളുമാര് നമുക്ക് തന്നെയാ. ഇവൻ പറഞ്ഞത് ശരിയായിരിക്കുന്നു ഉറപ്പാ. പ്രിയ വിദ്യാർത്ഥികളെ, ഞാൻ ഇന്ന് നിങ്ങൾക്ക് എടാവേ. ഏ? ഗുഡ് മോർണിംഗ് സ്വാമി. എടാ, നിന്നെ അന്വേഷിച്ച് ഞാൻ വീട്ടിൽ പോയിരുന്നു, നീ ഇങ്ങോട്ട് പോന്നു. എടാ, ഞാൻ പോകാൻ വേണ്ടി റെഡി ആയിരുന്നപ്പോൾ നിന്റെ പെണ്ണുമ്പോൾ വന്ന് ചേട്ടാ ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. ഞാനാണെങ്കിൽ വെള്ളം അടിച്ചടിച്ച് എൻ്റെ വയറെല്ലാം പഴുത്തിരിക്കുമല്ലേ. ഡോക്ടറാണെങ്കിൽ എന്നോട് ചായ ഒന്നും കുടിക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നിന്റെ പെണ്ണുമ്പോളോട് എനിക്ക് ചായ വേണ്ട, ബൂസ്റ്റ് മതി എന്ന് പറഞ്ഞു. ഒരു ഗ്ലാസ് തന്ന് ഞാനത് കുടിച്ചിട്ടും പോന്നു. എന്താടാ, നിനക്ക് തലയ്ക്കെന്തോ പ്രശ്നമുണ്ടെന്നാണല്ലോ പറഞ്ഞേ. എടാ, ഞാനല്ല നിന്റെ പെണ്ണുമ്പോൾ തന്നെയാ പറഞ്ഞത്. നീ ഫോൺ മറന്നു വെച്ചെന്ന് പറഞ്ഞു. എന്നാ പിടിച്ചോ. എടാ, വേറെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ ഈ പിള്ളേരോട് പറഞ്ഞു, അത് കേട്ട് പിള്ളേർ ചിരിച്ചിരിച്ചാവും. അല്ല, എനിക്ക് ഇതിന്റെയൊക്കെ കാര്യം എന്താ, ഞാൻ അകത്ത് നിൽക്കണോ പുറത്ത് പോണോ, അകത്ത് നിൽക്കണോ പുറത്ത് പോണോ, അകത്തോ പുറത്തോ? പോയി ഇരിക്കടാ. എടാ, ഇതങ്ങ് നേരത്തെ പറഞ്ഞ പോലായിരുന്നോ? ഇത് എന്തൊരു വാദ്യാരത്, നീങ്ങിരിക്കടാ. എടാ നിനക്ക് സുഖമാണോ? നീ ഇവിടെ ഉണ്ടായിരുന്നോ? ചക്കരെ. പ്രിയ വിദ്യാർത്ഥികളെ, ഞാൻ ഇന്നലെ പഠിപ്പിച്ച പാഠത്തിൽ നിന്നും നിങ്ങൾ എത്രത്തോളം മനസ്സിലാക്കിയെന്ന് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങളുടെ അടുത്ത് ചില ചോദ്യങ്ങൾ ഞാൻ ചോദിക്കാൻ പോവാ. അമ്മ 8 അടി പോയാൽ കുട്ടി 16 അടി പോകുമെന്ന് പറയാറില്ലേ? അതിനൊരു ഉദാഹരണം ആരെങ്കിലും പറ. സ്വാമി, ഞാൻ പറയാം സ്വാമി. പറടാ. ഇവന്റെ അച്ഛൻ കോട്ട അടിച്ചാൽ തന്നെ മയങ്ങി പോകും. പക്ഷെ ഇവൻ ഹാഫ് അടിച്ചാലും സ്റ്റഡി ആയിട്ടുണ്ടാവും. നീ പറഞ്ഞ കറക്റ്റാടാ. ഇരിക്കടാ. ഇനി നിങ്ങളടുത്ത് ഞാൻ ചോദ്യമൊന്നും ചോദിക്കാൻ പോകുന്നില്ല. എടുത്ത പാഠത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആരെങ്കിലും ചോദിക്കേ. സാറേ, എനിക്കൊരു സംശയം. എന്തോന്നാടാ ലക്ഷ്മണ, നിനക്ക് സംശയം വരാറില്ലല്ലോ, ചോദിക്കേ. ഈ ബാഹുബലിയെ കൊന്നതാരാ? എന്തൊരു സംശയോടാ ചോദിക്കുന്നത്? മര്യാദയ്ക്ക് അവിടെ ഇരിക്കടാ, ഇരുടാ. ഇവരാ സാറേ ചോദിക്കാൻ പറഞ്ഞത്. ഇനി നിങ്ങളുടെ അടുത്ത് ചോദ്യം ഒന്നും ചോദിക്കാൻ പോകുന്നില്ല. ഞാൻ പാഠം പഠിപ്പിക്കാൻ പോവാ. മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കിയോ? കുറച്ചെങ്കിലും മനസ്സിലാക്കാൻ നോക്കടേ. ഹലോ, അളിയനാണോ? അളിയാ, ഞാൻ സ്കൂളിലാ. എടാ, നമ്മുടെ സാമിയുടെ കൊടുത്ത സാറ്. എടാ, ആ പരിച്ചിക്കുറും പിണ്ണാക്കൊക്കെ എന്തായി? എടാ, വേഗം ഒന്നും എത്തിക്ക്. നമ്മുടെ പശുക്കളൊക്കെ വെച്ചത് ഭ്രാന്ത് പിടിച്ചിരിക്കുക. പട്ടിയുടെ വാല് 12 കൊല്ലം കിടന്നാൽ ഇങ്ങനെ അല്ല തന്നെ. ചേട്ടാ, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്. സ്കൂളിലാ. എടാ, പരിച്ചിയുടെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ക്ലാസ് കാശ് ഞാൻ കൊടുത്തിട്ടുണ്ട്. കാശ് ഞാൻ കൊടുത്തിട്ടുണ്ട്. മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞത് കേൾക്കണം. വന്നാ മതി. എടാ, ഞാൻ സ്കൂളിലാന്നല്ലേ പറഞ്ഞത്. അതുകൊണ്ടല്ലേ നിന്നോട് അതൊന്നും പറഞ്ഞാൽ ശരിയാവില്ല. കേസ് പറഞ്ഞാൽ കേറ്റി കൊല്ലാൻ പറ്റില്ലല്ലേ? അതേന്ന് ഞാൻ സത്യമാണ് പറയുന്നത്. മനസ്സിലാകുന്നില്ലേ? ഞാൻ നിർത്തടാ. ആയിക്കോട്ടെ, ആയിക്കോട്ടെ. എന്തോന്നാ ഇതൊക്കെ? ഇത് സ്കൂളാണോ അതോ ചന്തയാണോ? ഓവറായിട്ട് അപ്പിക്കൊണ്ടിരിക്കുന്നത്. വഴക്ക് പറഞ്ഞാൽ ദേഷ്യപ്പെടുന്നു, അടിച്ചാൽ കംപ്ലൈന്റ് ചെയ്യുന്നു. ഒരു കാര്യം ഞാൻ പറയാം, എവിടെങ്കിലും പോയി ഒരു ദിവസം നിങ്ങൾ കുടുങ്ങാൻ പോവാ. ഏത് കാലത്ത് സെൽഫോൺ കണ്ടുപിടിച്ചോ അന്ന് തൊട്ട് തുടങ്ങിയ പ്രശ്നം ഇതൊക്കെ. സ്കൂളിലും എടുത്തോണ്ട് വരാൻ തുടങ്ങി. ആദ്യം ഈ സെൽഫോൺ കണ്ടുപിടിച്ചവനെ. ഹലോ, ഞാനാ സംസാരിക്കുന്നത്. നിങ്ങൾ എന്ത് പണിയാ കാണിച്ചത്? തുണി കുതിർത്ത് വെച്ചിട്ട് നനച്ചിടതെ പോയോ? ആരാ ഉണ്ടാക്കാന്ന് വിചാരിച്ച്? ശബരിമലയ്ക്ക് മാലയിട്ടെന്ന് വെച്ച് ഇതൊന്നും ചെയ്യരുതെന്നായി ഇപ്പം പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ വാ, കാണിച്ചു. ഈ സെൽഫോൺ കണ്ടുപിടിച്ച ആളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. എടാ, നീ വീട്ടിന്റെ അടുത്ത് ഒരു പെണ്ണിന്റെ കാര്യം പറഞ്ഞില്ല, അതെന്തായി? അവളെന്നെ കാർക്കിച്ച് തുപ്പിയടാ. വീട്ടിന്റെ അടുത്താണെങ്കിൽ അങ്ങനെയെങ്കിൽ സ്കൂൾ ലൈഫും ഒടുക്കത്തെ ബോറാണ് വെച്ചു. മച്ചു, ഒരു പെണ്ണിനെ പോലും നമുക്ക് വളയ്ക്കാൻ പറ്റുന്നില്ലല്ലോടാ. ഞാനും ചൂണ്ടയിട്ട് നോക്കുന്നുണ്ട്, ഒരു പുഴു പോലും വന്ന് കടിക്കുന്നില്ലടാ. ശരി, എല്ലാം വാ. അവിടെ വിധി. ആഹാ മച്ചു, നമുക്ക് പറ്റാത്ത പാർട്ടികളാ നിക്കുന്നത്. മച്ചു, എസ്കേപ്പ്. ഒന്ന് ഇവിടെ നിന്ന്. ഇങ്ങോട്ടൊന്ന് വന്നേ. മച്ചു എന്തിനാടാ വിളിക്കുന്നത്? അറിയത്തില്ലടാ, പക്ഷെ കണ്ടിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. നീ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ലടാ. വാടാ, നമുക്ക് പോയി നോക്കാം. എന്നാ വാടാ. എന്തിനാണോ വിളിച്ചത്? നിങ്ങൾക്ക് ഞങ്ങളുമായിട്ട് ഫ്രണ്ട്സ് ആകണമെന്നുണ്ടോ?
നിങ്ങളുടെ ലവ്വാ വേണ്ടത്. ദേ നോക്ക്, ഫ്രണ്ട്ഷിപ്പിനും ലവിനും ഇടയ്ക്ക് ഒരു കണിക വ്യത്യാസമേ ഉള്ളൂ. ഞങ്ങൾക്ക് നിങ്ങളെ പോലെ ആഗ്രഹങ്ങൾ ഉണ്ടാവില്ല എന്ന് കരുതി ടോയ്ലറ്റിൽ വന്നാണ് ഐ ലവ് യു പറയുന്നത്. ബസ്സിൽ വെച്ച് കിസ് അടിക്കുക, സ്കൂളിൽ വെച്ച് ബ്ലൗസ് കട്ട് ചെയ്യുക, ഇതൊക്കെ ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? വായ തുറന്ന് പറയടാ. എല്ലാം വെറുതെ തമാശക്കാ ചെയ്തത്. സന്തോഷമായിട്ടിരിക്കണം, അത്രയല്ലേ ഉള്ളൂ. ശരി, ഇന്ന് മുതൽ നല്ല ഫ്രണ്ടും ലവറുമായിട്ട് ഇരിക്കാം. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? ഡബിൾ ഓക്കെ. അങ്ങനെയാണെങ്കിൽ നാളെ എവിടെയാ റൂം ബുക്ക് ചെയ്യണ്ടേ? ആ? ഛേ, എവിടെ മീറ്റ് ചെയ്യാം? എവിടെ വേണമെങ്കിലും. രാവിലെ തൊട്ട് ഞങ്ങളുടെ കൂടെ ഇരുന്നതിന് താങ്ക്സ് ഉണ്ട് കേട്ടോ. ഇതിലെന്താ, നിങ്ങൾ കാരണം ഞങ്ങൾക്ക് സമയം പോയി, ഞങ്ങൾ കാരണം നിങ്ങൾക്ക് ടൈം പാസ് ആയി. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, നാളെ സ്കൂളിൽ ഒരു മിനിറ്റ്. ഒരു പ്രധാനപ്പെട്ട കാര്യം രാവിലെ പറയണമെന്ന് വെച്ചതാ. ഒന്ന് മാറി നിന്ന് സംസാരിച്ചാലോ? മാറി നിന്ന് സംസാരിക്കാൻ എന്താ ഉള്ളേ? ഇവിടെ പറയാൻ പറ്റില്ല, അവിടെ വന്നാ പറയാം. 5 minutes മതി. മച്ചമ്പി പറഞ്ഞാൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവും. ഓ, മച്ചു രാവിലെ പറഞ്ഞ കാര്യമാണോ? ആ, അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യ. ശരി ശരി, അപ്പോ ആ, പോ, ഒന്നുമില്ല, 5 minute മാത്രം, please. പറഞ്ഞുതരാം. പോ 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 പോ. ഏയ്, ഏയ്, വിടാനാ പറഞ്ഞേ. അയ്യോ, നിനക്കൊന്നും വിവരില്ലേ? എന്തൊക്കെയാ കാണിക്കുന്നത്? എവിടെയൊക്കെയാ കൈവയ്ക്കുന്നത്? റാസ്കൽസ്, നിനക്കൊന്നും ഫ്രണ്ട്സും ലവറും ആകാനുള്ള യോഗ്യതയില്ല. Stupid. അതിന് ഞാനൊന്നും ചെയ്തില്ലല്ലോ, ഒന്ന് തൊട്ട് നോക്കിയതല്ലേ ഉള്ളൂ. എന്നാലും എന്നെ മച്ചു ഇത്ര ചീപ്പായിട്ടാണോ നീ? നീ എത്ര നല്ലതാണോടാ? മനഃപൂർവ്വം ചെയ്തതല്ലേ ഇത്? ഇതിനൊക്കെയാണ് അടിക്കുന്നത്. സാരല്ല, വാ നിങ്ങളുടെ പോ. ഫ്രണ്ട്ഷിപ്പ് തന്നെ വേണ്ട, നാറികളെ പോടാ. നിന്റെ മോനടിച്ച് പപ്പടം ആക്കണം. അതിനല്ലേ ഞങ്ങൾ ഇത്ര നേരം തല്ലിയത്. കഴിഞ്ഞില്ലേ? പോയിക്കോ. സ്കൂളിൽ ആരോടും പറയല്ലേ. പ്രത്യേകിച്ച് ആ മലയാളം സാറിനോട് പറഞ്ഞേക്കരുത്, അയാൾ ഒരു പാഠഭാഗമായിട്ട് ഇത് എടുക്കും. മച്ചു, നമ്മള് കളിതമാശയായിട്ടല്ലേ ഇത് എടുത്തത്, അതിന് അടിച്ചിട്ടാണോ പോകുന്നത്? അടി വാങ്ങിക്കുന്നത് നമുക്ക് പുതിയതൊന്നല്ലല്ലോ. നീ വാടാ, അത് നമുക്ക് പോവാം. ശരിയാണ്, എന്നാലും ഒരു അടിയൊക്കെ കിട്ടുമ്പോ. എടാ മച്ചു, അവൾ അടിച്ചതുപോലെ എനിക്ക് ഫീൽ ആയില്ല. എടാ, അത് നമുക്ക് സന്തോഷമല്ലായിരുന്നോ? പക്ഷേ രാവിലെ തൊട്ട് കറങ്ങിയിട്ട് ബൈക്ക്, പെട്രോള്, ഐസ്ക്രീം, അങ്ങനെ ഒരു 2000 രൂപയെങ്കിലും ചെലവായിട്ടുണ്ടാവില്ലേ? ആ കാശൊക്കെ പാഴായി പോയാലും കുഴപ്പമില്ലടാ. ഇത്രയും ചെലവ് ചെയ്തിട്ടും ഒന്ന് തൊടാൻ പോലും സംഭവിച്ചില്ലല്ലോടാ. ഛേ, അത് വിചാരിച്ചാൽ എനിക്ക് നാണക്കേടായിരിക്കുന്നു. പക്ഷെ അവളുമാർ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ലടാ. നീ പറഞ്ഞ സത്യാടാ. കടലിന്റെ ആഴം വരെ കണ്ടുപിടിക്കാൻ പറ്റും, പക്ഷേ ഈ പെണ്ണുങ്ങളുടെ മനസ്സിന്റെ ആഴം കണ്ടുപിടിക്കാൻ പറ്റില്ലെന്ന് പണ്ട് ആരോ ഏതോ ഒരു പഴഞ്ചൊല്ല് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എച്ചി, എപ്പോ നോക്കിയാലും എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കും. അവളുമാര് നമ്മുടെ വഴിയിൽ വന്നില്ലെങ്കിൽ നമ്മൾ അവരെ വിട്ടേക്കും. നമുക്ക് ഏറ്റ പോലെ നല്ല പെണ്ണുങ്ങള് നമ്മൾ കറക്കി വളച്ചിരിക്കും. നീ പറഞ്ഞ സത്യാടാ. അതേടാ മച്ചു. ഏ? ഡേ മച്ചു, സൂപ്പർ ഫിഗറടാ. മച്ചു, ഇവള് തിരിയുന്നില്ലല്ലോടാ. അതേടാ. മച്ചു, ഒരു സിഗ്നൽ കാണിക്കടാ. എന്ത് സിഗ്നൽ കാണിക്കാം? മച്ചു, ഇത് തന്നെ സിഗ്നലായി കാണിച്ചാലോ? യെസ്, കറക്റ്റ്. ഹായ് ഹായ്. 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 ആയിടാ മച്ചു. ഹായ്ടാ. മച്ചു, നമ്മുടെ സയൻസ് മാഷിനും കണക്ക് ടീച്ചറിനും തമ്മിൽ എന്തൊക്കെയോ ഉണ്ടെന്ന് പറയുന്നത് ശരിയാണോ? എഥു, നിന്റെ വായിൽ നല്ല വാക്കി കേൾക്കാൻ പറ്റില്ലടാ. ഇതിനേക്കാളും വലിയ നല്ല വാർത്ത എന്താ ഉള്ളേ? എടാ മച്ചു, എന്താടാ ഇത്? ഒന്നും മനസ്സിലാവുന്നില്ലടാ. എനിക്ക് മാത്രം എല്ലാം മനസ്സിലാവുന്നുണ്ടടാ. സൂപ്പർ ഫിഗറാടാ.
மாறிவிட நான் ரெடி என்ன மேனி எல்லாம் பூசிக்கொள்ள நீங்க ரெடியா லெக்ஸ் சூப்பர் மாறிவிட நான் ரெடி என்ன மேனி எല്ലാം പൂസിക്കൊള്ള നീ എടാ, ready ആ കിളവൻ അകത്തുണ്ടാവും ചിലപ്പോ. എടാ അവനൊന്ന് എഴുന്നേറ്റിട്ടുണ്ടാവില്ലെന്നേ. അത് ശരിയാടാ, വാടാ പോവാം വാ. ഞങ്ങൾ റെഡിയാണ് മാഡം. ഏയ് ആരാ നിങ്ങളൊക്കെ? ഞങ്ങൾ അടുത്ത വീട്ടിലുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ചോദിച്ചാൽ മതി. ഓ ഞാൻ വന്നെന്ന് ഹായ് കാണിച്ചത് നിങ്ങളല്ലേ? അതെ മാഡം. ഓക്കേ, എന്ത് വേണമെങ്കിലും ഒരു മടിയില്ലാതെ ചോദിച്ചോ. ഞങ്ങളത് സാധിച്ചു തരാം മാഡം. ഇതൊക്കെ നിങ്ങൾ എന്തിനാ ചെയ്യുന്നത്? എല്ലാം ഒരു സോഷ്യൽ സർവീസിനാ മാഡം. എന്താ സോഷ്യൽ സർവീസോ? ഡാ ഞാനൊരു 60 വയസ്സുള്ള സ്ത്രീ ആയിരുന്നെങ്കിൽ നീക്ക് എനിക്ക് സോഷ്യൽ സർവീസ് ചെയ്യായിരുന്നോ? മാഡത്തിന്റെ കൊച്ചുമകൾക്ക് ചെയ്തു കൊടുക്കും. നല്ല തമാശക്കാരായ പിള്ളേരാണല്ലോ. ഓക്കേ, ഇന്ന് മുതൽ നമ്മൾ ഫ്രണ്ട്സ്. ഐ ആം നന്ദിനി. എന്റെ പേര് വിക്കി. ഹലോ. പരിചയപ്പെട്ടതിൽ സന്തോഷം മാഡം. ഐ ഹായ്. ആം ലക്ഷ്മണൻ. ഹലോ. ഹലോ. ഓക്കേ, നമുക്ക് നാളെ മീറ്റ് ചെയ്യാം. ഓക്കേ, ബൈ. ബൈ. എടാ കൈ തന്നത് എങ്ങനെ ഉണ്ടായിരുന്നു? ഫ്രിഡ്ജിനകത്ത് കൈയിട്ട പോലെ ഉണ്ടായിരുന്നടാ. അനിയന്മാരെ നിങ്ങളൊന്നും കൊണ്ടും പേടിക്കണ്ട. ഈ ബ്രോക്കർ പരമേശ്വരൻ കൈ നീട്ടി കാശ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ കാര്യത്തിൽ വളരെ കൃത്യമായിരിക്കും. നിന്റെയൊക്കെ ലവേഴ്സിനെ കളിയാക്കാനായിട്ട് നിങ്ങൾ പ്രതീക്ഷിച്ചതിലും സുന്ദരികളെ അവരെ കളിയാക്കാനായിട്ട് എത്തിച്ചേരാൻ പോരെ. അപ്പൊ എത്ര ചെലവാകും? ഒരു തലയ്ക്ക് 300, ആകെ മൊത്തം 900. മച്ചു താടോ. താൻ ചോദിച്ച പണം മൊത്തം ഇതിനകത്തുണ്ട്. പറഞ്ഞ പോലെ അവരിങ്ങ് എത്തുമല്ലോ അല്ലേ? അങ്ങേരെ അതൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്തോളൂടാ. ഈ അനിയൻ എന്നെ കുറിച്ച് കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കുക. കൃത്യം 9 മണി ആയി കഴിഞ്ഞാ കറക്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞ പെമ്പിള്ളേര് നിങ്ങളുടെ കോമ്പൗണ്ട് അകത്തുണ്ടാവും പോരെ. അകത്ത് വരുന്നതൊക്കെ ഓക്കെ, പക്ഷെ ഇടയ്ക്ക് കെട്ടിപ്പിടിക്കാനൊക്കെ പറ്റും. അയ്യോ അതോർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ വേണ്ട വേണ്ട എന്ന് പറയുന്നത് വരെ നിങ്ങളുടെ ആഗ്രഹം തീരുന്ന വരെ കെട്ടിപ്പിടിക്കും പോരെ. എടാ മച്ചു, അപ്പൊ നാളെ നമുക്ക് ഒരു കൈ നോക്കിയേക്കാം അല്ലേ? ഓക്കേടാ മച്ചാ. ഓക്കെ. എടാ എവിടെ പോയി അവളുമാരെ കാണുന്നില്ലല്ലോ. എടാ അവളുമാരുടെ കാര്യം വിട്. ആദ്യം ബ്രോക്കർ പറഞ്ഞ പെണ്ണുങ്ങൾ എന്ത് ചെയ്യേ? സമയം 9 ആയല്ലോ. മച്ചു അങ്ങോട്ട് നോക്കടാ. 9 മണി പാർട്ടി. 9 മണി പാർട്ടി. ഏയ് ബോയ്, ഏയ് അവരൊന്ന് സഹായിച്ചേ. ഒന്ന് സഹായിക്കൂ. ഒരുപാട് അഹങ്കരിച്ചതില്ലേ? ഇപ്പൊ എന്തുണ്ടായി? ഞങ്ങളില്ലായിരുന്നെങ്കിൽ ഇപ്പൊ കാണായിരുന്നു. വാ പോവാം. നിനക്കൊക്കെ ഇതൊന്നും പോരാ. മച്ചു, ഇവളന്മാരെ കളിയാക്കാന്ന് വെച്ചാ ഇവളന്മാരെ നമ്മളെ കളിയാക്കി പോയി. ആ ബ്രോക്കർ നമ്മളെ പറ്റിച്ചു കളഞ്ഞടാ. ബൈ. എക്സ്ക്യൂസ് മീ മാഡം. ഹലോ. ആന്റി ആന്റി. എന്താടാ നീയൊക്കെ ഇവിടെ വന്നിരിക്കുന്നത്? മാഡം സാറ് വീട്ടിലില്ലേ മാഡം? ഞാൻ ഇപ്പൊ പുറത്തേക്ക് പോയതേ ഉള്ളൂ. അയ്യോടാ, കുറച്ചും കൂടെ നേരത്തെ വരായിരുന്നു. എന്താ? ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് പരിചയപ്പെടായിരുന്നല്ലോ. എന്നാ ശരി മാഡം, ഞങ്ങൾ ഇറങ്ങട്ടെ. ഉം. മാഡം 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 ഒരു ചെറിയ ഡൗട്ട്. എന്താ? വീട്ടിലിരിക്കുന്ന സാറ് അതേ നിങ്ങളുടെ അച്ഛനല്ലേ? മാഡം ഈ ഡൗട്ട് ഇതിനോടേതാ? ഇവനാ ചോദിച്ചത്. എടാ ഞാനെപ്പോഴാണ് ചോദിച്ചത്? അദ്ദേഹമാണ് എന്റെ ഹസ്ബൻഡ്. വിക്കി, അതിന്റെ ഇടയ്ക്ക് അവനെ കാണാതെ പോയല്ലോടാ. എവിടെ പോയടാ അവൻ? ദേണ്ടാ അവിടെ ഉണ്ടാ. ഇവിടെ ആയിരുന്നോ? ബച്ചു എന്തു പറ്റി? ആന്റി അടിച്ചോണ്ട് സങ്കടപ്പെട്ടിരിക്കുകയാണോ? ഏച്ചി മാണ്ടനെ പോലെ സംസാരിക്കില്ലേ? പെണ്ണുങ്ങൾ നമ്മൾ അടിക്കുന്നത്, കാറി തുപ്പുന്നത് ഇതൊക്കെ സന്തോഷിക്കുന്ന കാര്യമല്ലേ? ഇതിന് പോയി ഞാൻ ഫീൽ ചെയ്യോടാ. ഞാനും അതന്നെ വിചാരിച്ചേ. ഇതിനൊന്നും നീ ഫീൽ ചെയ്യാറില്ലല്ലോ. പിന്നെ എന്താടാ നിനക്കൊരു സങ്കടം? എടാ അവള് ഹസ്ബൻഡ് എന്ന് പറഞ്ഞില്ലേ, അതാണ് നമുക്ക് പ്ലസ്. അതെങ്ങനെയാടാ? വയസ്സായ ഹസ്ബൻഡ്, യൂത്തായ ആന്റി, നമുക്ക് ഇതാണ് പറ്റിയ സന്ദർഭം. എന്ത് ചെയ്താലും ഒന്നുമില്ല. നിനക്കെങ്ങനെ ഇത്ര കൃത്യമായിട്ട് അറിയാം? അവളുടെ വയസ്സ് അങ്ങനെയാ. മച്ചു സൈക്കിൾ ഓടിക്കുന്ന സ്ഥലത്ത് നീ ഓട്ടോ ഓടിക്കുന്ന ആളല്ലേ? എടാ ഞങ്ങളെ കൂടെ കൂടെ കൊണ്ടുപോടാ. അതിനെന്താടാ, നിങ്ങൾ വാടാ. വാടാ വാടാ. വാ, 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 വാ. ഇവിടെ. അതെ ഇവിടെ കട്ട് ചെയ്യൂ. അവിടെ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്താടാ ഇന്നലെ അടിച്ചത് കൊണ്ട് ദേഷ്യാണോ? ഇല്ല മാഡം, അതിന് ഞങ്ങൾ ഫീൽ ഒന്നും ചെയ്യാറില്ല.
മാഡത്തിന്റെ കൈ കവിളിൽ തൊട്ടതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഓ മാഡം, മലയാളത്തിലൊരു പഴഞ്ചൊല്ലുണ്ട്, അടിക്കുന്ന കൈയാണ് പിന്നെ നമ്മളെ ആലിംഗനം ചെയ്യുക. മാഡം ഞങ്ങൾ സ്കൂളിൽ പോവാണ്, അടുത്താണ് മാർക്കറ്റ് ഉള്ളത്. നിങ്ങൾക്ക് എന്ത് തന്നെ വേണമെന്ന് പറഞ്ഞാലോ ഞാൻ അടുത്ത് പറഞ്ഞതേ വാങ്ങിച്ചിട്ട് വരാം. മീൻ വേണമെങ്കിലും വാങ്ങിച്ചോണ്ട് വരാം. മാഡം, അവിടെ മാർക്കറ്റിൽ മുഴുത്ത കോഴിയെ കിട്ടും, മേടിച്ചോണ്ട് വരട്ടെ മാഡം. അതൊന്നും എനിക്ക് വേണ്ട. എനിക്കൊരു ആണി അടിച്ച് ഫോട്ടോ തൂക്കണം. അതാ നിങ്ങളെ കൊണ്ട് അടുപ്പിക്കാന്ന് വിചാരിച്ചത്. പക്ഷേ നിങ്ങൾക്കാണെങ്കിൽ സ്കൂളിൽ പോവണ്ടേ? അതൊന്നും സാരമില്ല മാഡം, ഞങ്ങൾ അടിച്ചു തരാം. നിങ്ങൾക്കൊന്ന് സ്കൂളിൽ പോകണ്ടേ? സ്കൂളാണ് പോലും സ്കൂള്. അല്ല പിന്നെ വർഷങ്ങളായിട്ട് അത് അവിടെ തന്നെ ഉണ്ടാവും, എവിടെയും പോകാറില്ല. ഇപ്പൊ സ്കൂളാണോ മുഖ്യം? ആണി അടിക്കണം, അതാണ് മുഖ്യം. ബാഗ് താഴെ ഇടാ. ഒരുമിച്ച് പോയി ആണി അടിക്കാം. വാ മാഡം, വാ. കൊണ്ടുപോടാ. സരസു, എന്താ ചുറ്റിയാണ് ഇങ്ങടുത്ത്. ശരി. ആരാ മേളിൽ കയറി ആണി അടിക്കാൻ പോകുന്നത്? ഞാൻ കയറി അടിക്കാം മാഡം. മാഡം മാഡം ഞാൻ അടിക്കാം. എനിക്ക് ഭാരം താങ്ങുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ? വിക്കി, നീ പോ. എടാ പിടിച്ചേക്കണേ. പിന്നെ വേറെ എന്ത് ചെയ്യാനാ? ഞാൻ പിടിച്ചോളാം, നീ ആണി നന്നായിട്ട് അടി. എന്താടാ അങ്ങോട്ട് നോക്കി അടിക്കടാ. ആണി നോക്കി അടിക്കടാ. അയ്യോ ആന്റി, അയ്യോ വേദനിക്കുന്ന എന്താ ആന്റി. പറ്റിടാ? എന്താടാ നീ ഇങ്ങനെ കാണിച്ച്? ഇറങ്ങ, നോക്കി അടിക്കണ്ടായിരുന്നോ? സരസു, തുണി എടുക്ക. ആന്റി വേദനിക്കുന്ന ആന്റി. എന്ത് കഷ്ടാ എന്തെങ്കിലും നോക്ക്. ചെയ്യാൻ ആന്റി, വേദനിച്ചിട്ട് വയ്യ. എന്താ മോനെ ഇത്? ഒന്നുമില്ല കേട്ടോ, ഇപ്പൊ ശരിയാവും. കുഴപ്പമില്ല ആന്റി. ഒന്നുമില്ല കേട്ടോ. ഇപ്പൊ വേദന കുറഞ്ഞു ആന്റി, ഇപ്പൊ വേദന കുറഞ്ഞു. അയ്യോ എന്നാലും വേദനിക്കുന്ന ആന്റി. മാഡം മാഡം, ഞാനും ആണി അടിക്കാം മാഡം. ഇപ്പൊ വേദനിക്കുന്നില്ല മാഡം. ഇപ്പൊ ഞാൻ ആണി അടിക്കാം മാഡം. ചെറിയ കുട്ടികളാ നിങ്ങൾ ഏണി പിടിക്ക്, ഞാൻ കേറി അടിക്കാട്ടോ. ഞാൻ നോക്കിക്കോളാം, സൂക്ഷിച്ച് പിടിക്കണേ. ഈ ചുവരിലാണ് കേറുന്നില്ല. മാഡം മാഡം, ധൃതി പിടിച്ച് ഇറങ്ങി വരാതെ മാഡം. 2 നാളാണെങ്കിലും കുഴപ്പമില്ല, ഞങ്ങൾ ഈ ഏണി ഇവിടെ പിടിച്ചോണ്ട് വന്നോളാം. ആണി അടിച്ചിട്ട് ഇറങ്ങി വന്നാ മതി. എടാ പറഞ്ഞു കൊടുക്കണം അതെ മാഡം. മാഡം, അതെ അതെ നിങ്ങൾ അതെ, അടിച്ചു ആണി അടിക്ക് തരാം. മാഡം, പ്ലീസ് പ്ലീസ്. ഞാനല്ലേ പറഞ്ഞത് ഈ ചുവരിലാണ് കേറുന്നില്ലെന്ന്. വേറെ എവിടെയെങ്കിലും അടിക്കാം. മുറുക്കി പിടിക്കണേ. മച്ചു, ഏണി ആട്ടിക്കോടാ. എന്തിനാണ് ഇങ്ങനെ ആട്ടുന്നത്? ആട്ടല്ലേ. മാഡം ആരാ? എന്താ എന്താ വേണ്ടേ? മാഡത്തിനൊന്ന് കാണണമായിരുന്നു. കാര്യം എന്താന്ന് പറഞ്ഞാൽ മാത്രമേ കാണാൻ പറ്റുകയുള്ളൂ. എല്ലാ കാര്യം പറയണോ? പറയേണ്ട കാര്യമാണെങ്കിൽ പറഞ്ഞാൽ മതി. നിന്നെ കണ്ടാ നിന്റെ അടുത്ത് കാര്യം പറയാൻ തോന്നുന്നില്ല. മാഡത്തിന് ഞാൻ ഈ കോസ്റ്റ്യൂം ഉടുക്കുന്നതാ ഏറെ ഇഷ്ടം, അതാ ഞാൻ ഇങ്ങനെ. എടാ മച്ചു, ഇത്രയും ദൂരം വന്നു, ഇനി മാഡത്തിനെ കാണാൻ നമ്മൾ എന്താ ചെയ്യാ? അത് ശരിയാ, ഇത്രയും ദൂരം വന്നിട്ട് മാഡത്തിനെ കാണാതെ പോകാൻ പറ്റുമോ നമുക്ക്? എന്താണെങ്കിലും ശരി, മാഡത്തിനെ കണ്ടിട്ടേ നമ്മൾ ഇവിടുന്ന് പോകുന്നുള്ളൂ. എന്താ, സമ്മതല്ലേ? അതെടാ, നമുക്ക് കണ്ടിട്ട് പോയാ മതി. എടാ, അവൾ ഇല്ലെന്ന് പറഞ്ഞാലും മാഡം ഇവിടെ തന്നെ കാണും. നമുക്ക് നോക്കാടാ, എങ്ങനെയെങ്കിലും അവരെ കണ്ടിട്ട് നമുക്ക് ഇവിടുന്ന് പോകാം. അത് ശരിയാ. അപ്പൊ കാണുന്നു. ഓക്കേ, കാണുന്നു.
എന്താ അവിടെ നിൽക്കുന്നത്? അകത്തേക്ക് വാ വാ വരാൻ. സോറി, ഒരു മിനിറ്റ്. എന്നെ ഇന്ന് 4-5 പേര് ചേർന്ന് കൊല്ലാൻ വന്നിരുന്നു. കൊല്ലാനോ? പക്ഷെ അവർക്ക് അതിന് കഴിഞ്ഞില്ല. കാരണം എന്താണെന്ന് അറിയാമോ? ഇദ്ദേഹം വന്നതുകൊണ്ട്. ചേട്ടാ, നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചോ? ഏയ്, ഒന്നുമില്ല. തക്ക സമയത്ത് പുള്ളി വന്നതുകൊണ്ട് എനിക്കൊന്നും സംഭവിച്ചില്ല. പിന്നെ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാനും കുറച്ച് പെരുമാറി വിട്ടിട്ടുണ്ട്. പക്ഷെ ഇവനാള് പുലിയാ. ഇനി ഇവനാണ് എന്റെ ബോഡി ഗാർഡ്, എന്റെ നല്ല സുഹൃത്തും. അയ്യോ സർ, വളരെ നന്ദിയുണ്ട് സർ. അയ്യോ ഇതിൽ താങ്ക്സ് പറയാൻ എന്തിരിക്കുന്നു? ഒരാൾ ആപത്തിൽപ്പെട്ട് കഷ്ടപ്പെടുമ്പോ സഹായിക്കേണ്ടത് കടമയല്ലേ? അതുപോലത്തെ ഒരു കടമയല്ലേ ഞാൻ ചെയ്തുള്ളൂ. അതിനാണ് സാർ എന്നോട് ഇത്രമാത്രം താങ്ക്സ് പറയുന്നത്. ശരി, ഇനി പറയില്ല. ജാനു, പുള്ളിക്കാരന് താമസിക്കാൻ ഏറ്റവും നല്ല റൂം അറേഞ്ച് ചെയ്ത് കൊടുക്ക്. ഓക്കെ, ഫ്രഷ് ആയിട്ട് വാ. താങ്ക് യു സർ. അവനൊന്ന് ഫ്രഷ് ആയിട്ട് വരട്ടെ. നമുക്ക് പോകാം. അല്ല, എന്താ കിടക്കുന്നില്ലേ? കുറച്ച് കഴിയട്ടെ. എന്താ പറഞ്ഞത്? കുറച്ച് കഴിയട്ടെ എന്നല്ലേ? ഈ ഫയലൊക്കെ കൊണ്ടുപോയി ഓഫീസ് വെച്ച് നോക്കിയ പോരെ? ഇവളിന്ന് തന്നെ ഒരു വഴിയാക്കും. എന്റെ അമ്മോ, സ്പ്രേ ഒക്കെ അടിച്ചു തുടങ്ങിയല്ലോ. ഇന്നെന്റെ കാര്യം പോക്കാ. പോയോ? ചേട്ടാ, ഒന്നിങ്ങനെ വന്നേ. ഇതാ വരുന്നു. ഇതെന്താ? എന്താന്നറിയില്ല, എന്റെ കാലിന് വല്ലാത്തൊരു വേദന. എന്നാ ഇതിട്ടൊന്ന് തിരുമിത്താ. ഇവിടെയാ. ഇവിടെ ഹലോ, പറയൂ. എന്താ? ഇല്ല, ഒരു ബിസിനസ് മാറ്റർ. ചെറിയൊരു പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. വേറൊന്നുമില്ല. മനസ്സ് ശരിയില്ലെങ്കിൽ നിങ്ങൾ കിടന്നോ. ഗുഡ് നൈറ്റ്. സോറി. അത് സാരമില്ല. കഴിക്കാൻ എന്താ ഉള്ളത് വെച്ചാ വേഗം കൊണ്ടുവാ. എല്ലാം നല്ല ചൂടായിരിക്കണം കേട്ടോ. ഇവിടെ ചൂടായിട്ടുള്ളത് മാത്രമേ ഞങ്ങൾ കൊടുക്കാറുള്ളൂ. നിങ്ങൾ പേടിക്കണ്ടെന്നേ. എല്ലാം ചൂടായിട്ട് തന്നെ നിങ്ങൾക്ക് കൊണ്ടുവന്നേക്കാം. വേഗം ഒന്ന് കൊണ്ടുവന്നാ മതി. ചുമ്മാ നിൽക്കാവുന്ന വേഗം പോയിട്ട് വാ. നമ്മളെ കണ്ടിട്ട് മൈൻഡ് ചെയ്യുന്നില്ല. അത് ശരിയാ. ശരിയാ. ഇഡ്ഡലി, പുട്ട്, ദോശ, പൊറോട്ട, കുറുമ, ചപ്പാത്തി, പഴംപുരി, ബോണ്ട, വട, എന്ത് വേണം നിനക്ക്? ഒന്ന് പറഞ്ഞാ മതി, ഞാൻ കൊണ്ടുവരാം മോളെ. മോള് പറഞ്ഞോ, മോക്ക് എന്താ വേണ്ടത്? ചേട്ടൻ കൊണ്ടുവരാം. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ദോശ മതി. ഇപ്പൊ കൊണ്ടുവരാം.
ഇതാ നിങ്ങൾ ചോദിച്ച ഇഡ്ഡലി, മോൻ ചോദിച്ച ദോശ, മോൻ ചോദിച്ച അപ്പം. എടി പിള്ളേരെ കണ്ടിട്ട് എനിക്ക് പാവം തോന്നുന്നു. എന്തായാലും നമുക്ക് അവരോട് പോയി ഫ്രണ്ട്ഷിപ്പ് ആയാലോ? അവര് നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടില്ലേ? അതെടി നമുക്ക് അവരോട് സോറി ചോദിക്കാം. ശരി വാടി നമുക്ക് പോവാം. എടാ ഐ എം സോറി. ഞങ്ങളോട് എന്തിനാ സോറി ഒക്കെ ചോദിക്കേണ്ട ആവശ്യം? നിങ്ങൾ വലിയ ആൾക്കാരല്ലേ. ഐ എം സോറിടാ. എന്റെ അടുത്ത് സോറി ഒന്നും പറയണ്ട, പോ നോക്ക്. എടാ ഒന്ന് ക്ഷമിച്ചു പറ. നമ്മൾ എന്തിനാളിയാ ക്ഷമിച്ചു എന്നൊക്കെ പറയുന്നത്? വാളിയാ, നമുക്ക് ഈ സ്ഥലം ചേഞ്ച് ചെയ്യാം. നമുക്ക് വീണ്ടും ഫ്രണ്ട്സ് ആവാം. നിങ്ങളുമായിട്ടുള്ള ഒരു ഇടപാട് ഞങ്ങൾക്ക് വേണ്ട. തെറ്റൊക്കെ നിങ്ങളല്ലേ ചെയ്തത്? എന്നിട്ട് എന്താ ഇത്ര ഗമ കാണിക്കുന്നത്? നിങ്ങൾ തെറ്റ് ചെയ്തിട്ട് ഞങ്ങളല്ലേ ക്ഷമ ചോദിക്കുന്നേ? ഇപ്പൊ ഒന്ന് അളിയാ പറഞ്ഞേക്ക്. അളിയാ ഇവളുമാരൊക്കെ ഇങ്ങനെയാളിയാ. ഇവളുമാർക്കൊന്നും നമ്മുടെ വില അറിയില്ല അളിയാ. കറക്റ്റ് അളിയാ. നല്ല അടിപൊളി പെമ്പിള്ളാര് നമ്മുടെ പുറകെ എന്തുമാത്രം ചുറ്റിയതാ, എന്നിട്ട് പോലും നമ്മള് വേണ്ടെന്ന് പറഞ്ഞില്ലേ? അതേ അളിയാ, നീ പറഞ്ഞത് ശരിയാ. അതാണ് അളിയാ. ഡാ. ഇപ്പോഴത്തേക്ക് എന്തായാലും പോയിക്കോ. എന്തെങ്കിലും ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാൻ. ഗുളികകളെല്ലാം സമയത്തിന് കഴിക്കണം. ഇത് രാത്രിയിലേക്കുള്ളതാ, ഇത് രാവിലെ കഴിക്കണം. മറക്കാതെ കഴിക്കണം കേട്ടോ. ആ ഇത് ഉച്ചയ്ക്കുള്ളതാ. ഇതിന്റെ കൂടെ ഇതാ കോമ്പിനേഷൻ. ശരി, കഴിച്ചേക്കാം. ഇത് ആഹാരത്തിന് മുമ്പുള്ളതാ. ആഹാരം കഴിച്ചിട്ടേ കഴിക്കാവൂ. ഓ ഞാൻ സമ്മതിച്ചു. ഓ ഇവന്റെ ശരീരം ഒരു ചെറിയ ഹോസ്പിറ്റലാണെന്നാ തോന്നുന്നത്. അതേ അളിയാ, ശരിയാ. അപ്പൊ ഈ ആശുപത്രിക്കകത്തൊന്നും നടക്കൂല അല്ലേ? എന്തിനാ നീ ഇങ്ങനെ വിഷമിക്കുന്നത്? 2 ദിവസമല്ലേ, 2 ദിവസത്തെ ഞാൻ തിരിച്ചു വരുമെന്നേ. എന്നാലും 2 ദിവസത്തേക്ക് കാണാൻ പറ്റില്ലല്ലോ. ആ പിന്നെ ഇദ്ദേഹത്തിനെ സൂക്ഷിച്ചോണം. മരുന്നൊക്കെ സമയത്തിന് കൊടുക്കണം. ശ്രദ്ധിച്ചു നോക്കിക്കോണേ. അതെല്ലാം ഞാൻ ഏറ്റു മേഡം. ആ സാർ, സമയം ഒരുപാടായി. ശരി എന്നാ ഞാൻ പോയിട്ട്. അളിയാ 2 ദിവസം. ജാനകി അയ്യോ മാഡത്തിനൊന്ന് കാണായിരുന്നു. അപ്പോയിന്റ്മെന്റ് ഇല്ലാതെ ആരെയും കാണില്ല. ശരി കുഴപ്പമില്ല, മാഡം ഫ്രീയാ, വേണമെങ്കിൽ പോയി കണ്ടോളൂ. ഒരുപാട് താങ്ക്സ് ഉണ്ട് ചേച്ചി. വരട്ടെ. ആ ശരി. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ് മാഡം. മാഡം മാഡം നീന്തുന്നത് കാണുമ്പോ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഈ വെള്ളത്തില് എനിക്കും മാഡത്തിന്റെ കൂടെ ഒന്ന് നീന്തണമെന്നൊരു ആഗ്രഹമുണ്ട്. വാ നമുക്ക് നീന്താം. പോ. വിട് വിട്, അവിടെ നിക്ക്. ആട്ടെ എല്ലാരും എന്താ ഒരുമിച്ച് വന്നിരിക്കുന്നത്? അല്ല എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനുണ്ടായിരുന്നോ? അല്ല മാഡം, ഞങ്ങൾ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് വന്നതാ. അപ്പോഴാ മാഡത്തിനെ ഒന്ന് കാണണം തോന്നിയത്. എടാ എന്നോട് കള്ളം പറയാനൊന്നും നോക്കണ്ട. എന്നെ കാണാൻ വേണ്ടിട്ടാ നിങ്ങളിവിടെ വന്നെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്നെ എപ്പോഴും കാണുന്നത് നിങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്താ ശരിയല്ലേ? അതെ മാഡം, അത് ശരിയാ. കണ്ടു, ഞാൻ കണ്ടുപിടിച്ചില്ല. അല്ല എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്ന്? അയ്യോ മാഡം, ഞങ്ങൾ ചുമ്മാ കാണാൻ വേണ്ടി വന്നതാ. ശരി, നാളെ എന്റെ ബർത്ത്ഡേയാ. എന്തായാലും ചേട്ടൻ ഇവിടെ ഇല്ല. നിങ്ങൾ 3 ആളും വരണം. നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് അടിച്ചു പൊളിക്കാം. മാഡത്തിന്റെ ബർത്ത്ഡേ നമ്മൾ ഒരു ഉത്സവമാക്കി മാറ്റും. തൃശ്ശൂർ പൂരം പോലെ നടത്തും. മാഡത്തിന്റെ ബർത്ത്ഡേക്ക് വരുമ്പോ മാഡം എന്റെ കൂടെ ഈ സ്വിമ്മിംഗ് പൂളിൽ കുളിക്കാൻ വരണം. വരുമോ മാഡം? ആ വരാം വരാം, സമ്മതിച്ചു. നിങ്ങൾ 3 പേര് നാളെ മറക്കാതെ വന്നാ മതി. ശരി, നാളെ കാണാം. ബൈ മാഡം. എടാ നിക്കടാ. മോനെ, നിനക്കെന്തോ കാശിന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ. ഞാൻ വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശാ മോനെ ഇത്. നീ ആവശ്യമില്ലാതെ ചെലവാക്കി നശിപ്പിക്കരുത്. ഞാൻ എങ്ങനെയാ അച്ഛൻ ആവശ്യമില്ലാതെ ചെലവാക്ക? അച്ഛൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ചതല്ലേ. അതേ മോനെ, നീ പറഞ്ഞത് ശരിയാ. അച്ഛൻ കഷ്ടപ്പെട്ട് തന്നെയാ സമ്പാദിച്ചത്. ഇത്രയും ബുദ്ധിമുട്ടുണ്ടാക്കിയ പണം നീ അത് മേടിച്ച് എന്താ ചെയ്യാൻ പോകുന്നേ? അമ്മ എന്തിനാ ചെറിയ കുട്ടികൾക്ക് പറയുന്ന പോലെ എന്റെ അടുത്ത് പറയുന്നത്? നിന്നോട് പറയണത് എന്താന്ന് വെച്ചാൽ, ഞങ്ങൾക്കാകെ നീ ഒരു മോനല്ലേ ഉള്ളൂ. നീ നല്ലവണ്ണം പഠിച്ച് നിന്റെ ഭാവി നന്നാകണം. ഞങ്ങൾക്ക് അത്രേ. അമ്മ മതി അമ്മ, പറയാനുള്ളതെല്ലാം അച്ഛൻ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ അല്ലേ അച്ഛാ? ഞാൻ എന്നാ പോയിട്ട് വരട്ടെ. ശരി മോനെ. മോനെ സൂക്ഷിച്ചു പോണേ. മോനെ
മോനെ എവിടെ ചെന്നാലും സൂക്ഷിച്ച് നടക്കണം. കാലം വളരെ ചീത്തയാണ്. ദൈവമേ എന്റെ മകനെ കാത്തുകൊള്ളണേ. മോനെ എവിടെ ചെന്നാലും അച്ഛനെയും അമ്മയും വിളിച്ച് കാര്യങ്ങൾ പറയണം. ഞാനും നിന്റെ അമ്മയും നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്നോ. അതെ മോനെ, ഞങ്ങൾക്ക് ഇപ്പോ ഇത്ര മാത്രം ഉണ്ടാക്കാൻ പറ്റിയുള്ളൂ. എന്റെ അമ്മ, എനിക്കത് അറിയത്തില്ലേ. ഞാൻ ഒരു കുഴപ്പം ഉണ്ടാക്കത്തില്ല. 24 മണിക്കൂർ എനിക്ക് അമ്മയുടെ ഒരു ചിന്ത ഉണ്ടാവുള്ളൂ. മോനെ അച്ഛൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും മറക്കരുത് ആ കേട്ടോ. അച്ഛാ, എന്റെ ദൈവമേ കാക്കണേ, ദൈവമേ ദൈവമേ കാക്കണേ. കാക്കണേ. ഈശ്വരാ. എടാ മോനെ, ഞാൻ ഇത്രയും വർഷമായിട്ട് സ്വാമിക്ക് വേണ്ടി കൂട്ടിവെച്ചതായത്. നീ നിന്റെ ഒരാവശ്യത്തിന് വേണ്ടി ഇത് ചോദിച്ചപ്പോ നിന്നോട് ഇല്ല എന്ന് പറയാനായി എനിക്ക് മനസ്സ് വരുന്നില്ല. നിന്റെ ആവശ്യത്തിന് വേണ്ടി ഇത് എടുത്താലും സ്വാമി കോപിക്കൊന്നുമില്ല. ഈ കാശെന്ന് പറയുന്നത് ഒരത്യാവശ്യത്തിന് മനുഷ്യർ ഉപയോഗിക്കാനുള്ള സാധനമാണ്. അത് കൂട്ടിവെക്കേണ്ട ആവശ്യമില്ല. Happy birthday to you. എന്താണ് മാഡം, നിങ്ങൾ സ്കേർട്ട് ഇട്ട് കണ്ടിട്ടുണ്ട്, ജീൻസ് ഇട്ട് കണ്ടിട്ടുണ്ട്, ഷോർട്സ് ഇട്ടും കണ്ടിട്ടുണ്ട്. പക്ഷേ സാരി ഉടുത്ത് കണ്ടിട്ടേ ഇല്ല മാഡം. അതൊക്കെ ശരി തന്നെ, പക്ഷെ എനിക്ക് സാരി ഉടുക്കാൻ അറിയില്ല. മാഡം ഇവനറിയാം മാഡം. നിനക്കെങ്ങനെ അറിയാം? എന്നെ തൊട്ടടുത്ത വീട്ടിലെ ചേച്ചിക്ക് ഭർത്താവ് സാരി ഉടുത്ത് കൊടുക്കുമ്പോ ഞാൻ കഥവിനിടെ കൂടെ ഒളിഞ്ഞു നോക്കിയിട്ടുണ്ട് മാഡം. കള്ള തെമ്മാടികളാ നിങ്ങള്. ശരി, എന്റെ ബർത്ത്ഡേക്ക് വേണ്ടിട്ട് ഒരു പാട്ട് നിങ്ങൾ പാട്. ഞങ്ങൾക്ക് പാട്ടൊന്നും പാടാൻ അറിയില്ല മാഡം. ഏയ് കൊഴപ്പില്ല, പാട്. ഒന്ന് തുടങ്ങി തരാണെങ്കിൽ ഞങ്ങൾ പാടിക്കോളാം മാഡം. അല്ലേ മച്ചു? അതെ മാഡം, പാടു മാഡം. ശരി. ഊര് വിട്ട് ഊര് ചുറ്റും ഈ ചെല്ലവയിൽ പക്ഷിയൊന്ന് അല്ലിയാമ്പൽ പെൺകൊടിയായി ഇപ്പോ മുപ്പളുങ്കിൻ ചേലെഴും ഞാൻ. ഏയ് പാടൂ നീ. ഡണ്ടനക്കപ്പാട്ട് ഒന്ന് പാടട്ടെയോ, രംഗണിഞ്ഞ് ആട്ടമൊന്ന് ആടട്ടെയോ, രക്കടമ്പിൻ കൊമ്പിലെ കുടരുത്തി പുതു രഹസ്യ പൂജയൊന്ന് ചെയ്യട്ടെയോ, തിരുവെളിച്ചമൊന്നകലെ ഏറിയവേ തിരുവെളിച്ചമൊന്നകലെ ഏറിയവേ എന്റെ മനസ്സിലും എന്തോ എറിയവേ. രണ്ടു മുല്ലത്തിങ്കളിലെ പാല് അത് കൊണ്ടു നിറച്ചുയിരിൻ ചാല്. ഡങ്കണക്കപ്പാട്ട് ഒന്ന് പാടട്ടെയോ. തഞ്ചാവൂരു റാണി നിന്നിൽ മഞ്ചലാടാൻ മോഹം. ഉടലാകവേ ഒരു സഞ്ചാരിയായി ഞാൻ മാറിയിടും നിന്നീരാമോരത്ത്. മഞ്ഞോട് മഴത്തുള്ളി ചേർത്ത് നീ അതിലൊരു മഴവില്ല് നീർത്ത്. എൻ കാമന്റെ അമ്പലത്തിൽ പൂരം രണ്ട് കോമരങ്ങൾ അട്ടമൂലം ഞാടും. രണ്ടണക്കപ്പാട്ട് ഒന്ന് പാടട്ടെയോ.
പാടിവാ ഇളം നെല്ലോലയിൽ കുഞ്ഞുഞ്ഞാലിടാ. ഈ നാഗമണിക്കാവിലെ നിലാവ് ഈരക്കുറുമ്പിനിമ്പമുള്ള കൂട്ട്. അല്ലിമലരം വിളിയ മെല്ലെ എന്നിള്ളികുളം കുട്ടിലേക്ക് പോര്. രണ്ടണക്കപ്പാട്ട് ഒന്ന് പാടട്ടെയോ, രംഗണിഞ്ഞ് ആട്ടം ഒന്ന് ആടട്ടെയോ. രക്കടമ്പിൻ കൊമ്പിലില കുടരുക്കി പുതു രഹസ്യ പൂജയൊന്ന് ചെയ്യട്ടെയോ. തിരുവെളിച്ചമൊന്നകലെ ഏറിയവേ തിരുവെളിച്ചമൊന്നകലെ എറിയവേ എന്റെ മനസ്സിലും എന്തോ എരിയവേ. മിഴിച്ചില്ലാടയാൽ എന്നെ മൂടാതെടാ, തളിരും നാതെടാ കുറുവാല. എന്നെ ചൂടുള്ള കുളിരാൽ മൂട്, മുളം തണ്ടിന്റെ തണലിൽ കാട്. രണ്ട് മുല്ലത്തിങ്കളിലെ പാല് അത് കൊണ്ട് നിറച്ചുയിരിൻ ചായ. രണ്ട് മുല്ലത്തിങ്കളിലെ പാല് അത് കൊണ്ട് നിറച്ചുയിരിൻ ചാല്. ഹേ, ഓവറായിട്ട് പോകുന്നുടാ. ആഹാ, വേണ്ട വേണ്ട. എങ്ങനെ ഉണ്ടായിരുന്നടാ? വളരെ നന്നായിരുന്നു, മാഡം. ഇപ്പോഴോ? അതിനേക്കാളും നന്നായിട്ടുണ്ട്, മാഡം. ഇപ്പൊ എങ്ങനെയുണ്ട്? നല്ലോണം നന്നായിട്ടുണ്ട്, മാഡം. മാഡം മാഡം പിടിവിടാതെ മാഡം, നല്ല സൂപ്പർ ആയിട്ടുണ്ട് മാഡം. എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യാമോ? എന്താണ് മാഡം? ജീവൻ തന്നെ തരാൻ ഞങ്ങൾ റെഡിയാ. ആ, ഉം. ജീവനൊന്നും നൽകണ്ട, ഒരാളുടെ ജീവൻ എടുക്കണം. എന്ത് പറ്റി? പേടിയാവുന്നുണ്ടോ? മാഡം, ആരെയാ കൊല്ലണ്ടേ ഞങ്ങള്? എന്റെ ഹസ്ബൻഡിന്. നിങ്ങളുടെ ഭർത്താവിനെയോ? ഇതെന്തൊരു പണ്ടാരാ? ആഹാ. എന്ത് പറ്റി? എന്തിനെങ്ങനെ ആലോചിക്കുന്നത്? എന്നാലും മാഡം, ഒരു പട്ടിയെ പോലും കൊല്ലാൻ പാടില്ലെന്നാണ് ഗവൺമെന്റിന്റെ ഓർഡർ ഉള്ളത്. നിങ്ങളൊരാളിനെ തന്നെ കൊല്ലാൻ പറഞ്ഞു കഴിഞ്ഞാ അത് ശരിയാണോ മാഡം? നിനക്കെന്നെ വേണോ അതോ വേണ്ടേ? ഉം. ആഹാ, വേണം മാഡം. നീ എന്താടാ പറയുന്നത്? ഓക്കെ മാഡം. വിക്കി, നീയോ? എനിക്ക് ഡബിൾ ഓക്കെ മാഡം. ആ? മാഡം, നിങ്ങളുടെ ഹസ്ബൻഡിനെ കൊന്ന ഞങ്ങൾക്ക് എന്ത് തരും? എന്നെ തന്നെ തരും. ആ? അപ്പോ ഞങ്ങൾ തീർച്ചയായിട്ടും കൊല്ലാം മാഡം. ഓക്കെ? ഓക്കെ മാഡം. ഓക്കെ മാഡം. വണ്ടി നോക്കി ഓടിക്കില്ലേ? ഇത് കണ്ടോ, വര വീണിരിക്കുന്ന കണ്ടില്ലേ? നോക്ക്, ഇങ്ങനെയാണോ സൈക്കിൾ ഓടിക്കുന്നത്? ബ്രേക്ക് ഇല്ലാതെ സൈക്കിൾ ഏയ് വാസു, വാസു. എന്താ ഇത്? കൊച്ചുപയ്യനെ എന്തിനാ ഇങ്ങനെ അടിക്കുന്നേ? സാറേ, ഇവൻ സൈക്കിൾ ഓടിക്കാൻ അറിയാതെ അത് ഓടിച്ചോണ്ട് വന്ന് നമ്മുടെ കാറിൽ വരയിട്ടിരിക്കുന്നു, കണ്ടോ? സൈക്കിളിന്റെ ബ്രേക്ക് പോയി സാറേ, അതാണ് ഇടിച്ചത്. അറിയാതെ സംഭവിച്ചു. ഒരു കൊച്ചു ചേർക്കാൻ അറിയാതെ എന്തെങ്കിലും ചെയ്താ അതിനിങ്ങനെയാണോ? ഇവൻ കൊച്ചു ഏയ്, ചേർക്കാൻ നീ പോ, നീ പോ. ചെൽ, ചെൽ. ഇനി ഇങ്ങോട്ട് വന്നേക്കരുത്. എന്താ വാസു ഇത്? ഒരു ചെറിയ കാര്യത്തിന് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഇല്ല സർ, എനിക്ക് അന്നം തരുന്നത് ഈ വണ്ടിയാണ്. ഇതിനെന്തെങ്കിലും പറ്റിയാൽ എനിക്ക് താങ്ങാൻ കഴിയില്ല സർ. വാസു, ഈ വണ്ടിക്ക് ഇത്ര സെന്റിമെന്റ് ആണെങ്കിൽ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നീ എന്ത് ചെയ്യും? ഞാൻ എന്റെ ജീവൻ തന്നെ വെടിയും. വാസു, നീ എന്റെ ഡ്രൈവറല്ല. അതിനും മുകളിൽ എനിക്ക് എന്ത് പറയണമെന്നൊന്നും അറിയില്ല. സാറേ, മച്ചു, കൂടുള്ളവരൊക്കെ പഠിക്കുമ്പോ നമ്മുടെ മാത്രം ബുദ്ധി എന്നാടാ ഇങ്ങനെ പോകുന്നേ? നീ എന്താടാ പറയുന്നേ? അതല്ലടാ, എനിക്ക് ആ കിളവനെ കൊല്ലുന്നത് എന്തൊക്കെയോ പാപമാണെന്ന് തോന്നുന്നടാ. എടാ, 3 പേർക്ക് നല്ലത് നടക്കണമെങ്കിൽ ഒരു പാവം ചെയ്യാന്ന് വലിയൊരു മഹാൻ പറഞ്ഞിട്ടുണ്ടടാ. ഡേയ്, നിന്നോട് മാത്രം ആരാടാ അങ്ങനെ തനിച്ച് വന്ന് പറഞ്ഞിട്ട് പോയതാ? എടാ, അന്ന് ആന്റിയോട് ഓക്കെ പറഞ്ഞിട്ട് ഇപ്പൊ എന്താ ഇത്ര ഭയം? അതൊരു കുളിരില് പറഞ്ഞു പോയതല്ലേടാ. എടാ മച്ചു, നീ എന്താടാ പറയുന്നേ? എടാ മച്ചു, ആ ആന്റിയുടെ സൗന്ദര്യത്തിന് ഒരു കൊലയല്ലടാ, 1.5 കൊല ചെയ്യാനും കുഴപ്പമില്ല. എടാ തടിയാ, നിനക്ക് പേടിയാണെങ്കിൽ നീ ഇതിന്ന് ഊരിക്കോ. ദേ മച്ചു, 12 വർഷമായിട്ട് നമ്മൾ ഒരു സ്കൂളിലാ പഠിക്കുന്നത്. ഈ ശരീരത്തിന്റെ പാതി നിന്റെ കൈ കൊണ്ടുണ്ടാക്കിയതാടാ. അത് മാത്രമല്ല, ഈ പെണ്ണുങ്ങളുടെ വിഷയത്തില് ഒരു മനസ്സ് വേണ്ട വേണ്ടാന്ന് പറയുന്നു, മറ്റൊരു മനസ്സ് വേണം വേണം എന്ന് പറയുന്നു. പറയുന്നുണ്ടല്ലോ, എന്നാ പോ. അങ്ങോട്ട് എങ്ങോട്ടാ പോന്നെ? ക്ലാസ് റൂമിലോട്ട് പോടാ. എടാ, വാടാ. പോയാ ക്ലാസ് ബോംബാഞ്ചിന് പോയി കാണാം, വാ. എനിക്ക്
എന്താ പിള്ളേരെ നിങ്ങൾ പേടിച്ചു പോയോ? ബോംബ് പാണ്ടി എന്ന് പറഞ്ഞൊരു പേടിയൊക്കെ വേണ്ടേ? അതുകൊണ്ടാ ദുബായിൽ കുറെ കെട്ടിടങ്ങളും സൗദിയിൽ ഞാൻ കുറെ മരുഭൂമികളും നശിപ്പിച്ചിട്ടുണ്ട്. എന്തിന്? പാകിസ്ഥാനിൽ പോലും. മൺകലങ്ങളല്ലേ പൊട്ടിച്ചേ? ഒന്നും മിണ്ടാതിരിക്കുക കൊശവാ. പാറകളാ പൊട്ടിച്ചത്. ആദ്യമായി നമ്മുടെ കേരളത്തില് ഒരു തല പൊട്ടിക്കാൻ പോവുക. അനിയന്മാരെ, ഇതൊരു സാധാരണ ടിന്നാണെന്ന് വിചാരിക്കരുത്. ഇതിൽ ആട്ടോ മൈക്രോ ബോംബാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഇത് ഇവിടെ വെച്ചിട്ട് ഞാൻ അവിടെ പോയി നിന്ന് ഈ ബട്ടൺ ഒന്ന് അമർത്തി കഴിഞ്ഞാൽ അവൻ ക്ലോസ്. അയ്യ, ഇവനെന്താ സംസാരിച്ചോണ്ടിരിക്കുന്ന വെറുതെ? അയാൾ വരാനുള്ള സമയം നീ ആ ബോംബ് എടുത്ത് താഴെ വെച്ചേ. ശരി ബോയ്സ്. അനിയന്മാരെ, അവന്റെ സമയം അടുത്തു കഴിഞ്ഞു. ഇതിലൊന്ന് അമർത്തി കഴിഞ്ഞാൽ ഇത് ഇവിടെ വെച്ച് അമർത്താതെ പൊട്ടിപ്പോടോ. അവിടെ എങ്ങനെ പോയി നിൽക്ക്. വാ പിള്ളേരെ വാ. വാടാ. എടാ ബോംസേ, നീ വെക്കുന്ന വെടിയിൽ ആ കിളവൻ പീസ് പീസായിട്ട് പോയേക്കണം പറഞ്ഞു. അതെ പിള്ളേരെ, എന്റെ കഴിവ് അത് പൊട്ടിത്തെറിക്കുമ്പോ നിങ്ങൾ മനസ്സിലാക്കും. എടോ അങ്ങോട്ട് നോക്കടോ, ദേ അയാൾ വരുന്നു. ആ, നിങ്ങൾ പറഞ്ഞാൽ ഇവനാണല്ലേ? മരണം അന്വേഷിച്ചു വരുന്ന ആദ്യത്തെ മനുഷ്യനാണിവൻ. ആ മോനെ വാടാ. എടാ പിള്ളേരെ, നിങ്ങൾ അപ്പുറത്തേക്ക് മാറി നിന്നോ. ഞാൻ വെച്ചിരിക്കുന്ന ബോംബ് അത്രയ്ക്ക് ശക്തിയുള്ളതാണ്. ചില സമയത്ത് അത് റിവേഴ്സ് അടിക്കും. അതുകൊണ്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട കേട്ടോ. മച്ചു, ബോംബ് പൊട്ടിനടുത്ത് നിൽക്കാൻ പാടില്ല നിന്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ടാ. വാടാ നമുക്ക് പോവാം. എടോ കറക്റ്റ് ആയിട്ട് പൊട്ടുമല്ലോ അല്ലേ? എടാ പൊട്ടിയതിനു ശേഷം പറഞ്ഞാ മതി. ആ പൊടി കഴിഞ്ഞിട്ട് വരാം. വാടാ വാ 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 മോനെ വാ. വാ മോനെ വാ മോനെ വാടാ. ഒന്ന് അടങ്ങടാ പൊട്ടുവന്നേ. എടാ അയാളിപ്പോ മറികടന്ന് പോകും. ഞാൻ പറഞ്ഞില്ല അയാളത് താടി. ഞാൻ അപ്പഴേ പറഞ്ഞു നടക്കില്ലെന്ന്. എടാ അയാളെന്താടാ റിവേഴ്സ് പോകുന്നേ? എടാ ബോംബ് കയ്യിലെടുത്തടാ. ഇഡിയറ്റ്. ഈ ഗ്രാമത്തിൽ ആർക്കും ഒരു കോമൺ സെൻസേ ഇല്ല. ജോഗിങ് പോകുന്നിടത്ത് ടിന്ന് വെച്ചിരിക്കുന്നത്. ഫൂൾസ്. എടുത്തെറിഞ്ഞു. മച്ചു, ബോംബ് പാർട്ടിക്ക് എന്ത് പറ്റി? ദുബായിൽ പല പല കെട്ടിടങ്ങൾ തകർത്തിട്ടുണ്ട്. സൗദിയിൽ കുറെ മരുഭൂമിയും തകർത്തിട്ടുണ്ട്. കേരളത്തിൽ ആരെയും പാല വെക്കാൻ പറ്റില്ലെന്ന് എനിക്ക് ഇന്നാടാ മനസ്സിലായത്. നേരത്തെ അറിഞ്ഞെങ്കിൽ വരില്ലായിരുന്നു. താനിത് കൊളാക്കിയില്ലടോ. എടാ, ഞാൻ വെച്ച ബോംബ് അത് എനിക്കിട്ട് തന്നെ കൊണ്ടടാ. ആസ്പത്രി ചെലവിന് ഒരു 5000 രൂപ കൂടെ താടാ. എന്താ ഇനി കാശ് വേണമെന്നോ? എടാ മച്ചു, ഇവൻ ഇങ്ങനെ ചെയ്യുന്ന ഞാൻ വിചാരിച്ചു പോലും ഇല്ലടാ. നാളെ രാവിലെ ആ കിളവൻ ജോഗിങ്ങിന് വരുമ്പോ കളത്തിൽ നമ്മൾ തന്നെ ഇറങ്ങാം. അതാടാ ശരി. വാടാ നമുക്ക് എടാ, ഗവൺമെന്റ് ആസ്പത്രി കൊണ്ടാക്കിയിട്ട് പോടാ. എടാ എടാ പൊന്നെ അനിയന്മാരെ, എടാ എന്താ കൊരങ്ങിന്റെ കൂടെ കർണടിച്ചു വരുന്നേ? നിങ്ങൾക്ക് എന്താടാ വേണ്ടേ? ഞങ്ങൾ ഭയങ്കരന്മാരായ തീവ്രവാദികളാണ്. തീവ്രവാദികളോ? പേര് ബുൾസായ് ഖായ്. ആ ഇലക്കം എന്തോന്നാ ബുൾസയോ? അതെ. ഇതുവരെ ഞാൻ ഈ പേര് കേട്ടിട്ടേ ഇല്ലല്ലോ. അത് ഞങ്ങൾ കഴിഞ്ഞ ആഴ്ചയാണ് തുടങ്ങിയത്. ഓഹോ, ഇപ്പൊ എന്താ നിങ്ങൾക്ക് വേണ്ടത്? നിന്റെ കയ്യിലുള്ളതൊക്കെ ഞങ്ങൾക്ക് തരൂ. ഉള്ളത് തരാനോ? ഡേയ്, കപ്പലിന്റെ വാങ്ങിക്കാൻ വേണ്ടി ഒരു 3 രൂപ എന്റെ കയ്യിലുണ്ട്. അത് മതിയോ നിങ്ങൾക്ക്? അതെങ്കിലും എന്താ, ഞങ്ങൾ 1/3 വെച്ചിട്ട് ഒരു ജ്യൂസ് കുടിച്ചോളാം. നിങ്ങൾ എന്താ പിച്ചെടുക്കുന്ന തീവ്രവാദികളാണോ? ഏയ്, അതൊക്കെ നിനക്ക് ആവശ്യമില്ലാത്ത ചോദ്യ. മര്യാദയ്ക്ക് തന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? തന്നില്ലെങ്കിൽ കുത്തും ഞാൻ. എങ്കിലും അതും ഒന്ന് കാണട്ടെ. യുവമാരോട് ഇങ്ങനെ പറഞ്ഞാൽ ശരിയാവത്തില്ല. ശരിക്കും അങ്ങ് കൊടുത്തേക്കാം. അയാളെ കാണുന്നില്ലല്ലോ. പേടിച്ച് ഓടിപ്പോയെന്നാ തോന്നുന്നേ. ഇവിടെയാടാ ഞാനുള്ളത്. അയ്യോ, നമസ്കാരം. അയ്യോ, അയ്യോ. Come on, come on, come on, come on. കരിങ്കൊരങ്ങന്റെ തൊട്ട് ഇവന്മാർ എന്താ ഈ കാണിക്കുന്നേ? വന്നാ വാഴപ്പഴം തരാം, വാ. മച്ചു, മച്ചു, മച്ചു.
യുവമാർ ഒരിക്കലും നന്നാവില്ലെന്നാ തോന്നുന്നത്. ശരി വാട തരാം. വാ 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 വാ. അയ്യോ ദൈവമേ, അയ്യോ പിടിക്കോ, രക്ഷിക്കോ. ആഹാ, കഥ മാറി സീരിയസ് ആയെന്ന് തോന്നുന്നല്ലോ. എന്തിനാണ് ഗേറ്റ് അടച്ചു വെച്ചേക്കുന്നത്? കൊള്ളാം. എന്നാലും എന്നെ ഇങ്ങനെ ചുറ്റിക്കല്ലേ. ആഹാ, യുവമാരോട് ഇങ്ങനെ പറഞ്ഞാൽ ശരിയാവത്തില്ല. നമ്മുടെ വെപ്പൺസും അങ്ങ് എടുത്തേക്കാം. അയ്യോ അയ്യോ അമ്മേ, അയ്യോ. എന്താ ഇത്? പുറകിൽ ഒരു ചാക്ക് വന്ന് വീണ പോലെ ഉണ്ടല്ലോ. എടാ, എന്ത് ധൈര്യം ഉണ്ടായിട്ടാ ഈ സിംഹത്തിനെ ഇങ്ങനെ ആകാശത്ത് തൂക്കിയിട്ടത്? ഇപ്പൊ കണ്ടോ, സിംഹത്തിന്റെ കയ്യിൽപ്പെട്ട എലിയാണ് നീ. വെറുതെയല്ല ചുണ്ടലി. മച്ചു വാ, വന്ന് പിടിക്കടാ, കുത്തടാ, കത്തി എറിയടാ. ആ! കുത്തിയല്ലോടാ, മാറ്റി കുത്തിയല്ലോടാ. മച്ചു ശ്രമിച്ചുകൊണ്ടിരുന്ന തീർച്ചയായിട്ടും നടക്കും. അത് ശരിയാ, പരിശ്രമിക്കുന്നവന് വിജയം സുനിശ്ചിതം. എടാ വൃത്തികെട്ടവനെ, മുതിർന്നവര് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പറഞ്ഞു കൊടുത്ത പഴഞ്ചൊല്ലുകളൊക്കെ നിങ്ങളെ നശിപ്പിക്കാനും നശിക്കാനുമാണോടാ ഉപയോഗിക്കുന്നത്. ഒരിക്കലും നന്നാവില്ലടാ. എടാ ബുൾഡോസറെ, നീ എന്തോടാ പറയുന്നത്? മച്ചു വിക്കി, കത്തി കൊണ്ട് കുത്തുകിട്ടിയ അനുഭവത്തിൽ പറയാ. എനിക്ക് ഭയങ്കര പേടിയാവുന്നടാ. പേടിയാവുന്നുണ്ടോ? അതേടാ. എടാ മച്ചു സമ്മതിച്ചടാ. ഡേയ്, ഞാൻ എപ്പോഴാടാ സമ്മതിച്ചേ? എടാ നീ സമ്മതിച്ചില്ലെങ്കിൽ സമ്മതിച്ചു നടത്തും. അപ്പൊ ഞാൻ സമ്മതിച്ച? സമ്മതിച്ചില്ല നടത്തും. അപ്പൊ ഞാൻ സമ്മതിച്ചടാ. മച്ചു അവൻ കറക്റ്റ് ആയിട്ട് സമ്മതിച്ചടാ. ഡേയ്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ലടാ. എടാ നിനക്ക് ഇപ്പൊ മനസ്സിലാവില്ല. നാളെ ഞാൻ ഇടാൻ പോകുന്ന പ്ലാനിൽ നിനക്ക് എല്ലാം മനസ്സിലാവും. നിങ്ങൾ എടുക്കാൻ പോകുന്ന പടത്തിന് ആരാണ് പ്രൊഡ്യൂസർ, ആരാണ് നായകൻ, ആരാണ് ഡയറക്ടർ? ഞാനാണ് ഡയറക്ടർ ശങ്കർ. അയ്യോ സാറേ, ശങ്കർ സാറേ, സാറിന്റെ ഒരുപാട് പടങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പൊ അവസാനമായിട്ട് വന്ന ഐ വരെ ഞാൻ ഫാമിലി ആയിട്ട് പോയാ കണ്ടത്. ഒന്നല്ല 10 പ്രാവശ്യം കണ്ടു. ഞങ്ങളുടെ കുടുംബം തന്നെ ഒരുപാട് സന്തോഷിച്ചു. എങ്ങനെയാ സാർ ഇതുപോലൊരു പടം എടുക്കാൻ പറ്റുന്നത്? ബഹളം ഉണ്ടാക്കല്ലേ മുതലാളി, അവിടെ ഇരിക്ക്, ഞാൻ പറയട്ടെ, ഞാൻ പറയട്ടെ ഒന്ന്. അവിടെ ഇരിക്കേ സാറേ, ഒന്ന് ഇരിക്കേ. പറയുന്നില്ല, ഒന്ന് ഇരിക്കേ സാറേ, ഒന്ന് ഇരിക്കേ. മുതലാളി, നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. എന്ത്? ഡയറക്ടർ ശങ്കറിന് ഇവിടെ അസിസ്റ്റന്റ് ആകാൻ പറ്റുമോ ഞാൻ ശ്രമിച്ചോണ്ടിരിക്കുക. അവസരം കിട്ടിയില്ല. ഈ പടത്തിന് ഞാനാണ് ഡയറക്ടർ. എന്താ കണ്ടാൽ തന്നെ അറിയാം ഒരു ഡയറക്ടർ. എടാ, അദ്ദേഹം എന്ത് ഗ്ലാമർ ആണെന്ന് അറിയോ? ആദ്യം അഭിനയിക്കാൻ വേണ്ടി വന്നതാ, പിന്നെയല്ലേ അദ്ദേഹം ഡയറക്ഷനിലേക്ക് പോയത്. അദ്ദേഹത്തിന്റെ പേര് പറയാൻ നിനക്ക് അർഹതയുണ്ടോ പിശാച? വിട്ടുകള മുതലാളി, കൊച്ചുകുട്ടിയല്ലേ. എന്തോന്ന് കൊച്ചുകുട്ടി ഗോവിന്ദൻ കുട്ടിന്ന്? അയ്യോ വിട്ടുകളാ. അദ്ദേഹത്തെ കുറിച്ച് പറയാൻ എന്ത് യോഗ്യതയുള്ള? യോഗ്യതയില്ല, വിട്ടുകളാ. ഇപ്പൊ ഞാൻ ആരാണെന്ന് ചോദിച്ചാ ഡയറക്ടർ മണിരത്നം. അയ്യോ സാറേ, മണിരത്നം സാറേ, സുഹാസിനി മാഡത്തിന് സുഖമാണോ സാറേ? എത്ര സിമ്പിൾ ആയിട്ടാ സാറ് ഞങ്ങളുടെ ഷെഡിലേക്ക് വന്നിരിക്കുന്നത്. എടാ സന്തോഷേ, റോജൻ തളപതിക്ക് എടുത്തില്ലേ? ആ ഡയറക്ടർ നമ്മുടെ ഷെഡിൽ വന്നിട്ടുണ്ടാ. അദ്ദേഹത്തിന് കൂൾ ഡ്രിങ്ക്സോ ഹോർലിക്സോ ബോൺവിറ്റ് എന്തെങ്കിലും ഒന്ന് കൊണ്ടുപോടാ. വേഗം ചെല്ലോ സാറേ. അയ്യോ മുതലാളി, നിങ്ങൾ ഇങ്ങനെ കാലിൽ സ്പ്രിങ് വെച്ച പോലെ ചാടാതെ. സാറിന് മുമ്പ് ഞാൻ സമാധാനാക്കാം. ഒന്ന് ഇരിക്ക് മുതലാളി, പറഞ്ഞു മനസ്സിലാക്കാം. വീണ്ടും വീണ്ടും ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കാതെ മുതലാളി. കഥ പറയാൻ പോവാണോ? ഇപ്പൊ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം മുതലാളി. ഡയറക്ടർ മണിരത്നം സാറിന്റെ റോജാപ്പടം കണ്ടപ്പോ തൊട്ട് അദ്ദേഹത്തെ വെച്ചൊരു സിനിമ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കോൾ ഷീറ്റ് ചോദിച്ച് ഒരുപാട് അലഞ്ഞു നടന്നു ഞാൻ. അതിനുശേഷമാണ് ബോണ്ടയും ബജിയൊക്കെ വിറ്റുകൊണ്ടിരുന്ന ഞാൻ പ്രൊഡ്യൂസറായി ഇവനെ ഡയറക്ടറായിട്ട് വെച്ചിരിക്കുന്നത്. ബോണ്ട വിൽക്കണോനൊക്കെ പടം പിടിച്ചു കഴിഞ്ഞാൽ റോട്ടിൽ കൂടെ പോണോനൊക്കെ ഡിസ്ട്രിബ്യൂഷൻ എടുക്കേണ്ടി വരുമല്ലോ. അല്ല സാറേ, നിങ്ങളാരാണ് സാറേ? ഞാനാണ് ഹീറോ. ചാൻസ് ചോദിച്ച് പല കമ്പനി കേറി ഇറങ്ങി ചെരുപ്പ് തേജനുണ്ടാവും, ആരും ചാൻസ് തന്നിട്ടുണ്ടാവില്ല. ഓർമ്മേക്കടാ, ബോണ്ട പൊരിക്കണോനെ പ്രൊഡ്യൂസറാക്കി, ഈ പഴംപുരിയെ പിടിച്ച് ഡയറക്ടറാക്കി. എടാ, നിങ്ങൾക്കൊക്കെ എന്താടാ വേണ്ടത്? സാർ, ഞങ്ങൾക്ക് ഈ ജാക്കി ചാൻ പടത്തിൽ വരുന്ന പറക്കുന്ന കാറില്ല, അതുപോലെ പറക്കുന്ന ഒരു കാർ. ഇതുപോലത്തെ കാർ? പറക്കുന്ന കാർ. നീ ഇപ്പൊ പറക്കുന്ന കണ്ടോടെ പരവേച്ചി.
അയ്യോ ടെൻഷൻ ആകാതെ മുതലാളി. അല്ല, ഒരു സംശയം, ഇതുപോലെ പുതിയ പടങ്ങൾ എടുത്തിട്ട് അത് ഓടുന്നുണ്ടോ? എടോ അതിന്റെ കാർ ഓടുവോ? എടാ, എന്റെ കാർ ഓടുകയല്ല, പറക്കും. മച്ചു, കിളവൻ റോഡിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഒറ്റയടിക്ക് ബോളിലോട്ട് അയച്ചേക്ക്. മച്ചു, നിന്നോട് കാർ ഓടിക്കാനാണ് പറഞ്ഞത്, തേരോടിക്കാനല്ല പറഞ്ഞത്. മച്ചു വേഗം ഓടിക്കണം. ഇപ്പൊ നോക്കടാ. ആ, അങ്ങനെ. എടാ എടാ, അയ്യോ. സാറേ നമ്മൾ ആരെ ഫോളോ ചെയ്യുന്ന പോലെ ഉണ്ടല്ലോ. നമ്മളെ എന്തിനാ ഫോളോ ചെയ്യുന്നത്? സാരമില്ല, വിട് ജോട്ട്. ശരി സാർ. അയ്യോ, എടാ 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 എടാ, എടാ തിരിക്കടാ, എടാ, വളയ്ക്കാൻ. തിരിക്കാൻ. എടാ വലത്തോട്ട്, ഇടത്തോട്ട് വിളിക്കടാ, ഇടത്തോട്ട് പിടിക്കടാ. എടാ സ്പീഡിൽ പോടാ, എടാ മുമ്പിൽ പോയി പിടിക്കടാ. എടാ, എടാ, സ്റ്റീറിംഗ് പിടിക്കടാ. കൈവിടല്ലേ? ഓ എടാ, ആ കിളവനെ കൊല്ലാൻ പറഞ്ഞ നീ എന്നെ കൊല്ലുന്നാണല്ലോ തോന്നുന്നത്. എടാ എടാ, അയ്യോ എന്റെ അമ്മേ. എടാ, ഓ. തിരിക്ക്, തിരിക്ക്, തിരിക്ക്. അയാൾ എന്ത് സ്പീഡിലാടാ പോകുന്നത്? നിനക്ക് മാത്രമാണ് അത്ര സ്പീഡില്ലാത്ത. ഓ ഏതോ എന്താണ് പറ്റി? വണ്ടി ബാക്കിലോട്ടാണ് ഹലോ, ഹലോ, ഷൂട്ടിംഗ് പാർട്ടിയാ സംസാരിക്കുന്നത്. ഞാൻ കാറിന്റെ മുതലാളി കനകപ്പന സംസാരിക്കുന്നത്. എന്താടോ ആക്സിഡന്റ് ഓട്ടിയ വണ്ടി പുറകോട്ടാണല്ലോ പോകുന്നത്? എന്താ ബ്രേക്ക് ഓടണ, ഫ്രണ്ടിലേക്ക് പൊക്കോളൂ. എടാ മച്ചു, ബ്രേക്ക് ഓട്ടിയ വണ്ടി മുമ്പോട്ട് പോകുന്നു. ബ്രേക്ക് ഓട്ടാ. എടാ ബ്രേക്ക് ചവിട്ടാൻ. പിടിച്ചോടാ പിടിച്ചോടാ. നേരെ പോട്ടെ പോട്ടെ പോട്ടെ. ലെഫ്റ്റ് റൈറ്റ് റൈറ്റ് ലെഫ്റ്റ്, എങ്ങനെയെങ്കിലും പോ. നേരെ മുന്നിൽ കേറടാ. എടോ എന്താണോ തന്റെ വണ്ടി ഒരു സ്ഥലത്ത് ചുറ്റിക്കൊണ്ടിരിക്കുന്നത്? എന്റെ വണ്ടിയെ കുറിച്ച് നിനക്ക് അറിയാഞ്ഞിട്ടാ? അതെല്ലാം സൂപ്പർ വണ്ടികളാ. ഓടോ, ഇത് ആ കാർ അല്ലടോ. ആ വണ്ടി തന്നെയാണ് ഈ വണ്ടി. നീ ഓടിക്കുന്ന വണ്ടി എന്റെ വണ്ടി. എടോ എന്താണോ ഇങ്ങനെ കൺഫ്യൂസ് ചെയ്യുന്നത്? എടാ, ഞാൻ കറക്റ്റ് ആയിട്ടാ പറയുന്നത്. ഡ്രൈവറുടെ അടുത്ത് വണ്ടി വാടകയും ഡീസലിന്റെ ആകാശം കൃത്യമായിട്ട് കൊടുത്തു വിടണം. കൊടുത്ത് വീട്ടിലേക്ക് ആ കാർ തന്നെ കയറ്റി നിന്നെയൊക്കെ കൊന്നുകളയും. ഞാൻ വെറുതെ പറയൂല, ചെയ്ത് കാണിക്കും. എടാ മച്ചു, അവ നമ്മളെ നല്ലോണം പറ്റിച്ചടാ. ഇത് എന്തൊരു വണ്ടിയാടാ, ഒന്നും ചെയ്യാൻ പറ്റില്ലടാ ഇത് വെച്ച്. ഞാൻ അപ്പോഴേ പറഞ്ഞേലടാ, ഈ പണിക്കൊന്ന് ഇറങ്ങി തിരിക്കട്ടാന്ന്. കണ്ടില്ലേ, കൊതുക് മരുന്ന് അടിക്കുന്ന വണ്ടിയാ നമുക്ക് വന്നിരിക്കുന്നത്. എങ്ങനെയെങ്കിലും ഒരു ബ്രേക്ക് പിടിച്ച് നിർത്തടാ, നമ്മുടെ ജീവൻ രക്ഷിക്കണ്ടേ. എടാ വിക്കി, ഇതുവരെ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം നീ കേട്ടിട്ടില്ല. ഇനിയെങ്കിലും ഒന്ന് കേക്കടാ. ഒരു കൊലപാതകം ചെയ്യാനൊന്നും നമുക്ക് പ്രായമായിട്ടില്ലടാ. എടാ ഇങ്ങോട്ട് നോക്ക്, സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരാ നമ്മള്. ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യമാണോ? ഒന്ന് ചിന്തിച്ചു നോക്കടാ. ഡാ, നമുക്ക് നേരെ ആന്റി അടുത്ത് എന്ന് ഈ കൊലപാതകം നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് വേണേ കാലി വീണ് പറയാടാ. കാരണം നാളെ എന്തെങ്കിലും ഒന്ന് പറ്റിക്കഴിഞ്ഞാ നമ്മളൊക്കെ പിടിക്കപ്പെടുവടാ വിക്കി. മച്ചു, നീ പറയുന്നതൊക്കെ ശരിയാ. പക്ഷെ നമ്മൾ ചെയ്തതൊക്കെ വേസ്റ്റ് ആയെന്ന് വിചാരിക്കുമ്പോഴാ മനസ്സ് വേദനിക്കുന്നത്. ഡേയ് മച്ചു, നല്ല കാര്യങ്ങൾക്ക് ശ്രമിച്ച് തോറ്റുപോയി കഴിഞ്ഞാ സങ്കടപ്പെടാം. തെറ്റായ കാര്യങ്ങൾക്ക് വേണ്ടി ശ്രമിച്ച് തോറ്റുപോയാ സന്തോഷിക്കാടാ വേണ്ടത്. ഡാ, എന്താണ് മിണ്ടാതിരിക്കുന്നത്? എഴുന്നേക്കടാ, പോവാം, വാടാ. സംസാരിക്കാൻ മാത്രമേ പറ്റുന്നുള്ളൂടാ. നീ വാടാ, ഞാൻ പിടിക്കാം, വാ. പിടിക്കടാ. എഴുന്നേക്ക്. അയ്യോ, ഈ നാട്ടില് നല്ലവരുടെ മാത്രമേ പുറകെ കുത്താറുള്ളൂടാ. എന്താടാ അവിടെ ഒരു ആൾക്കൂട്ടം? അറിയില്ലല്ലോ, പോയി നോക്കാവാ. വാ വാ വാ. ഇതെങ്ങനെയാടാ? ഏതോ ഒരു പണക്കാരനാണെന്നാ തോന്നുന്നത്. ഇവിടെയുള്ള അല്ല, ആളല്ല. ശത്രുക്കളും കൊണ്ടുവന്ന് കൊന്നിട്ടാന്നാ തോന്നുന്നത്. നമ്മളിങ്ങനെ ഇവിടെ നിന്ന് നമുക്ക് എത്രയും പെട്ടെന്ന് പോലീസിനെ വിളിക്കാം.
നീ പറഞ്ഞ ശരിയാണ്. ഇത് പോലീസിൽ അറിയിക്കുന്ന നല്ലത്. അതെ അതെ, അതാ നമുക്ക് നല്ലത്. മച്ചു, ഈ കൊല നമ്മളാ ചെയ്തെന്ന് വെച്ചാ ആന്റി നമുക്ക് തന്നെയാ. ഓക്കെ മച്ചു. ഹലോ ഹലോ, ആരാ ഇത് സംസാരിക്കുന്നത്? ഞാനാ വിക്കിയ. എന്ത് പറ്റി? ഞങ്ങള് 3 പേരും നിങ്ങളുടെ ഹസ്ബൻഡിനെ കൊന്നു കളഞ്ഞു മാഡം. ഇതെന്താടാ നോ എന്ന് പറയുന്നത്? എടാ മച്ചു, ആദ്യം പെണ്ണുങ്ങൾ നോന്ന് പറയും, പിന്നെ യെസ് എന്ന് പറഞ്ഞോളുന്നേ. അപ്പൊ മാറ്റർ ഓക്കെ അല്ലേ? ഓക്കെ അളിയാ. നിർത്തടാ. ബാക്കിയുള്ളവർ അനങ്ങാൻ പോലും പറ്റാതെ കത്തിക്കുത്തേറ്റിരിക്കുക. അപ്പോഴാ അവന്മാരുടെ ഒരു ആട്ടവും പാട്ടും ഡാൻസും. എടാ തടിയാ, നമുക്കൊന്ന് കിട്ടണമെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ടേ മതിയാവും. അയ്യോ, പിന്നെ ഈ പഴഞ്ചൊല്ലുകളൊക്കെ വേണ്ടാത്ത കാര്യങ്ങൾക്ക് ഉപയോഗിക്കാണല്ലോ. ഇവിടെ ഇനി എന്തൊക്കെയാണോ നടക്കാൻ പോകുന്നത്? മിസ് നന്ദിനി ദേവരാജ്, നിങ്ങളുടെ ഹസ്ബൻഡിനെ ആരോ കൊന്നിരിക്കുന്നു. അതിനെപ്പറ്റി എൻക്വയറി ചെയ്യാൻ വേണ്ടിയാ ഞങ്ങൾ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ? അതെ സർ, ഓപ്പോസിറ്റ് ഫ്ലാറ്റിൽ താമസിക്കുന്ന ആ 3 പയ്യന്മാരെ എനിക്ക് സംശയമുണ്ട്. ഈ 3 പേരെ കൊല ചെയ്തെന്ന് പറഞ്ഞ് ഇപ്പൊ എനിക്ക് ഫോൺ ചെയ്തിരുന്നു. വീട് എവിടെയാണെന്ന് പറഞ്ഞേ? ഓപ്പോസിറ്റ് ഫ്ലാറ്റ് ആണ് സർ. എടി എനിക്കും കൂടി എന്തെങ്കിലും താ. നിന്റെ മോന് മാത്രം കൊടുത്താൽ മതിയോ? ആരാടാ ഇവിടെ വിക്കി? ഏയ്, അയ്യോ, എഴുന്നേക്ക്. സാറേ. എഴുന്നേക്കടാ. എന്താ പ്രശ്നം? ഞാനൊന്നും ചെയ്തിട്ടില്ല. എന്തിനാ എന്നെ നിങ്ങളുടെ മോനെ ഒരുത്തനെ കൊന്നിരിക്കുക. എന്നെ പിടിച്ചിരിക്കുന്നത്? കൊലപാതകമോ? അയ്യോ, എന്റെ മോൻ അങ്ങനെയുള്ള ആളല്ല. അതൊക്കെ സ്റ്റേഷനിൽ സാറേ, പോയി വിട്. സംസാരിക്കാം. ആ, സാറേ, ഞാനൊന്നും വേണ്ട, ചെയ്തിട്ടില്ല. വേണ്ട. സാറേ, വേണ്ട, ഇവിടെ. സാറേ, അവനൊന്നും ചെയ്യില്ല. അവൻ അങ്ങനെയുള്ള കുട്ടിയല്ല സാറേ. അയ്യോ, സാറേ സാറേ, എന്റെ മകൻ ഇങ്ങനൊന്നും ചെയ്യില്ല സാറേ. ഞങ്ങൾ വിശ്വസിക്കും സാറേ. എന്റെ മോനൊരു അയ്യോ സ്വന്തം മക്കളെ പറ്റി എല്ലാരും ഇങ്ങനെ തന്നെയാ പറയാറുള്ളത്. പക്ഷെ അവന്മാര് 3 പേരോടെ ചേർന്ന് ഒരു കൊലയാണ് ചെയ്തിരിക്കുന്നത്. അയ്യോ, കൊലപാതകം ചെയ്യാൻ മാത്രം അവൻ അതെ ക്രൂരനല്ല. സാറേ, എന്റെ മോനും അങ്ങനെ തന്നെ. അതൊക്കെ കോർട്ടിൽ പോയി പറ. നല്ലൊരു അഡ്വക്കേറ്റിനെ വെക്ക്. ഇവിടെ ഇങ്ങനെ ശല്യപ്പെടുത്തത്. മോനെ പേടിക്കണ്ട. ഇയാളെന്താ കാശ് കണ്ടുപിടിക്കുന്നത്? ഇവരെ പുറത്തോട്ട് വിട്. അത് അങ്ങനെയല്ല സാറേ. സാറേ പ്ലീസ്. പരമശിവം, പിള്ളേര് പെട്ടെന്നൊന്നും കുറ്റം സമ്മതിക്കത്തില്ല. ശരിക്കൊന്ന് കണ്ടേക്കണം. ഇതൊരു കൊലക്കേസ് ആയതുകൊണ്ട് ആരെയും കാണാൻ ഞങ്ങൾ അനുവദിക്കില്ല. പക്ഷെ നിങ്ങൾ ആ പിള്ളേരുടെ അധ്യാപകനായതുകൊണ്ട് നിങ്ങളെ അനുവദിക്കാം. വേഗം കണ്ടിട്ട് പോകണം. വളരെ നന്ദിയുണ്ട് സാറേ. ശബരിമല പോയിട്ട് ഞാൻ ഇന്നാ തിരിച്ചു വന്നത്. വന്നപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ ഞാൻ അറിയാനിടയായത്. ഇങ്ങനെ നോക്ക്, നിങ്ങൾ കളിച്ച കളിയൊക്കെ കാണുമ്പോ നിങ്ങൾ നന്നാവത്തില്ലെന്ന് ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ചു. പക്ഷേ കൊല ചെയ്യുന്ന അളവിലേക്ക് നിങ്ങൾ പോകുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. സാർ, ഞങ്ങളാണ് കൊല ചെയ്തത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നോക്ക്, ഒരു കുട്ടി കരയുന്ന സമയത്ത് അത് വിശന്ന് കരയാണോ അസുഖം കൊണ്ട് കരയാണോ എന്ന് അമ്മയ്ക്കറിയാം. അതുപോലെ പഠിക്കുന്ന സ്റ്റുഡന്റ് ഏതാണ് പഠിക്കാത്ത സ്റ്റുഡന്റ് ഏതാണെന്ന് മുഖം നോക്കി കണ്ടുപിടിക്കുന്ന ആളാണ് അധ്യാപകൻ. എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾ അങ്ങനൊന്നും ചെയ്ത് കാണത്തില്ല. നിങ്ങളിൽ എനിക്ക് പരിപൂർണ്ണ വിശ്വാസമുണ്ട്. സാർ, ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ചെയ്യോ സാർ? എന്താണെന്ന് പറ. ഞങ്ങൾ നന്നാവണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചപ്പോ ഞങ്ങളത് കളിയാക്കിയ മട്ടിലായിരുന്നു. ഇപ്പൊ ഞങ്ങൾ ശരിക്കും നന്നാവാൻ ആഗ്രഹിക്കുന്നു സാർ. ഞങ്ങൾ പറയുന്നതൊക്കെ സത്യമാണ് സാർ. അടിക്ക് സാർ, അടിക്ക്. 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 കരയരുത്. ഈ കൊലപാതകം ചെയ്തത് നിങ്ങളല്ലെന്ന് എനിക്ക് നന്നായി അറിയാം. ഞാൻ തൊഴുന്ന ധർമ്മശാസ്താവ് അയ്യപ്പനും ഈ കാര്യം അറിയാം. എന്റെ കുലദൈവം കറുപ്പസ്വാമിക്കും ഇക്കാര്യം അറിയാം. തീർച്ചയായിട്ടും സത്യം ജയിക്കും. നിങ്ങൾ തിരിച്ചു വരുമെന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. ആ വിശ്വാസത്തോടെ ഞാൻ പോവാ. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കണം. മര്യാദയ്ക്ക് പറയടാ, ആരാടാ കൊന്നത്? ഇല്ലെങ്കിൽ കൈയും കാലും അടിച്ചോടിച്ച് ഞാൻ ഇവിടെ ഇടും. സത്യമായിട്ട് അറിയില്ല സാർ. നീ സത്യം പറയുന്നോ ഇല്ലയോ? ഞങ്ങൾക്ക് അറിയില്ലെന്ന് പറഞ്ഞില്ലേ സാർ? പറയടാ, സത്യം പറയടാ. സാർ, നന്ദിനി മാഡാണ് കൊല്ലാൻ പറഞ്ഞത് സാർ. അപ്പൊ നീ തന്നെയാണ് ഞങ്ങൾ ചെയ്തത്? ചെയ്തിട്ടില്ല സാർ. പിന്നെ ആരാടാ കൊന്നത്? സത്യം പറയടാ. പറയടാ സത്യം. സത്യം പറയടാ. പിള്ളേര് സത്യം പറയുന്നോ ഇല്ലയോ? കുറെ നേരം കൊണ്ട് ഞാൻ യുവമാരോട് ചോദിക്കുക, പക്ഷെ ഒറ്റയെണ്ണത്തിന്റെ വായിൽ നിന്നും സത്യം വരുന്നില്ല. ഇങ്ങനൊന്നും അടിച്ച അവന്മാര് സത്യം പറയില്ല. 10 വിരലിലും സൂചി കുത്തിക്കേറ്റ് അവന്മാര് സത്യം താനായി പറയും. മച്ചു, നഖത്തിലും സൂചി കയറ്റും അത്ര. അതായിരിക്കും ഏറ്റവും വലിയ ശിക്ഷ. മിണ്ടാതെ നമ്മളാ കൊല ചെയ്തെന്ന് പറഞ്ഞേക്കാടാ. ശരിയടാ മച്ചു, സമ്മതിച്ചേക്കാം. നോക്ക്, അവന്മാരാ കൊന്നതെന്ന് അവന്മാരുടെ കൈ കൊണ്ട് തന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതി വാങ്ങിപ്പിക്കണം. ഓക്കെ സാർ. ഒരു നിമിഷം. എന്റെ ഭർത്താവിന്റെ കൊലപാതകത്തിന് ഞാനാ കാരണം. എന്ത്?
നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡിനെ കൊന്നോ? ഇനി ഒന്നും ഞാൻ മറച്ചു വെക്കാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ എന്താ ഈ പറയുന്നേ? ഞാനും വാസും തമ്മിൽ ഭയങ്കര പ്രണയത്തിലായിരുന്നു. നന്ദിനി, ജീവിക്കുകയാണെങ്കിൽ കോടീശ്വരന്മാരായിട്ട് ജീവിക്കണം. എന്തു പറയുന്നു? അതെ, ഇല്ലെങ്കിൽ ജീവിക്കാനേ പാടില്ല, അല്ലെങ്കിൽ മരിച്ചു പോകാം. ആ സമയത്താണ് ദേവരാജിന്റെ പരസ്യം ഞാൻ കണ്ടത്. വധുവിനെ ആവശ്യമുണ്ട്. പേര് ദേവരാജ്, വയസ്സ് 55, ഉയരം 5 അടി 8 ഇഞ്ച്, നിറം കറുപ്പ്. പല കമ്പനികളുടെ ഉടമയും കോടീശ്വരനുമായ ഇദ്ദേഹത്തിന് നല്ല ഒരു വധുവിനെ ആവശ്യമുണ്ട് എന്ന് സുഹൃത്തുക്കൾ. സോ ഈ കിഴവന് വധുവിന്റെ ആവശ്യമുണ്ട്. നന്ദിനി, നമ്മുടെ പ്ലാൻ പ്രാവർത്തികമാക്കാൻ ഇതാണ് ശരിക്കുള്ള സന്ദർഭം. നീ ആ കിഴവനെ വിവാഹം ചെയ്തിട്ട് പ്രലോഭിപ്പിച്ച് അയാളുടെ മൊത്തം സ്വത്തും അടിച്ചു മാറ്റണം. ഞാനും ആ വീട്ടിൽ ഡ്രൈവറായി വന്ന് ജോലിക്ക് ചേരാം. അയാളുടെ മുഴുവൻ സ്വത്തും നമ്മുടെ കയ്യിൽ വന്നതിന് ശേഷം ആ കിഴവനെ കൊന്നുകളയാം. എന്തു പറയുന്നു? വാസു, നിനക്ക് സമ്മതമാണെങ്കിൽ എനിക്ക് ഓക്കെയാണ്. ഇങ്ങനെ ഒരു പ്ലാനോട് കൂടിയാണ് ഞാൻ ദേവരാജിനെ കല്യാണം കഴിച്ചത്. ആ സമയത്താ ഈ പിള്ളേരുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് എനിക്ക് കിട്ടിയത്. ഞങ്ങൾ ചെയ്ത കൊലപാതകത്തിനെ മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാ ഈ പിള്ളേരെ ഞങ്ങളുടെ ആവശ്യത്തിനായി ഉപയോഗിച്ചത്. ദേവരാജിന് എന്നോടുള്ള പെരുമാറ്റം അതെന്റെ മനസ്സിനെ അലിയിച്ചു. ഹായ് നന്ദിനി, ടേക്ക് ഇറ്റ്. എന്താ ഇത്? നിനക്കുള്ളതാ. എന്റേതോ? യെസ് നന്ദിനി, നിനക്ക് എന്നെ പറ്റി നന്നായി അറിയാം. ബിസിനസ് എന്ന് പറഞ്ഞ് എന്റെ ജീവിതത്തിൽ പകുതി ദിവസം ഞാൻ വെറുതെ കളഞ്ഞു. അതിനുശേഷം സഹോദരികൾ എന്ന് പറഞ്ഞ് കുറെ നാൾ ഞാൻ കളഞ്ഞു. കണ്ണടച്ച് തുറക്കുന്നതിനുള്ളിൽ 50 വർഷം പോയി. അതിനുശേഷം കല്യാണം ചെയ്യണ്ടെന്നാ ഞാൻ വിചാരിച്ചത്. പക്ഷെ എന്റെ സുഹൃത്തുക്കളെല്ലാം ചേർന്ന് പ്രായമായതിനു ശേഷം നീ മാത്രം ഒറ്റയ്ക്കാവുമെന്ന് എന്തൊക്കെയോ അവർ പറഞ്ഞ് എന്നോട് ചോദിക്കാതെ പേപ്പറിൽ ആഡ് കൊടുത്തു. നിനക്കൊരു കാര്യം അറിയാമോ? സൗന്ദര്യവും സ്വഭാവവും ഒന്നിച്ചു വരുന്ന സ്ത്രീകളെ നമുക്ക് കാണാനേ പറ്റില്ല. സൗന്ദര്യം ഉണ്ടേ സ്വഭാവം കാണില്ല, സ്വഭാവം ഉണ്ടേ സൗന്ദര്യം കാണില്ല. പക്ഷേ സൗന്ദര്യവും സ്വഭാവവും ഒന്നിച്ചുള്ള ഒരു പെണ്ണ് ദൈവം എനിക്ക് തന്നു. ദാറ്റ്സ് യു. നിങ്ങൾ എന്താ പറയുന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നന്ദിനി, ഒരു ഭർത്താവ ഒരു പെണ്ണ് പ്രതീക്ഷിക്കുന്ന ഒന്നും നിനക്ക് ഞാൻ ഇതുവരെ തന്നിട്ടില്ല. അതുകൊണ്ടാണ് ഈ സ്വത്തും എല്ലാ ആസ്തികളും എല്ലാം നിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നത്. ഇതിന്റെയൊക്കെ ആവശ്യം എന്താ ഇപ്പം? നന്ദിനി, മനുഷ്യന് മരണം എപ്പോ വേണേലും സംഭവിക്കും. ഇന്ന് സംഭവിക്കും, നാളെ സംഭവിക്കും. മരണത്തിനെ പറ്റി ഒരു പഴഞ്ചൊല്ല് പറയാറുണ്ട്. നീ ജീവനോടുള്ളപ്പോ മരണം നിന്റെ അടുക്കലേക്ക് വരില്ല. മരണം നിന്റെ അടുക്കലേക്ക് വരുമ്പോ നീ ജീവനോട് കാണില്ല. അതുകൊണ്ടാണ് ഞാൻ ജീവനോടുള്ളപ്പോ തന്നെ എന്റെ സ്വത്തെല്ലാം നിന്റെ പേരിൽ മാറ്റിയത്. ഈ ദേവരാജിന്റെ മരണശേഷം എന്റെ ഭാര്യ ആരുടെ മുമ്പിൽ കൈനീട്ടാൻ പാടില്ലെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഏത് സാഹചര്യത്തിലും എന്റെ ഭാര്യ നന്ദിനിക്ക് ഒരു ചെറിയ ബുദ്ധിമുട്ട് പോലും ഉണ്ടാകാൻ പാടില്ല. അതെനിക്ക് സഹിക്കാൻ പറ്റില്ല നന്ദിനി. നിങ്ങൾക്ക് വേണ്ടി ഒന്നും മാറ്റിവെക്കാതെ എല്ലാം എന്റെ പേരില്. ഏയ്, നിന്റെ പേരിലാണെങ്കിൽ എന്താ, എന്റെ പേരിലാണെങ്കിൽ എന്താ? നീ എന്തിനാ അങ്ങനെ നോക്കുന്നേ? ഏയ് നന്ദിനി, നീ എന്തിനാ കരയുന്നേ? ഞാൻ എന്തെങ്കിലും തെറ്റായിട്ട് പറഞ്ഞു? പിന്നെ ചിരിക്കാൻ ഇപ്പൊ നീ ചിരിക്കാൻ പോന്നോ ഇല്ലയോ? സന്തോഷിക്ക്. കൂൾ ഡൗൺ. അത് കഴിഞ്ഞപ്പോ ദേവരാജിനെ കൊല്ലണമെന്നുള്ള ചിന്ത മാറി അദ്ദേഹത്തിനോട് എനിക്ക് ഇഷ്ടം തോന്നി തുടങ്ങി. ദേവരാജിനെ എങ്ങനെയെങ്കിലും രക്ഷിച്ച് അദ്ദേഹമായിട്ട് ഒരുമിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിച്ചു. ഉടൻ തന്നെ വാസുവിന് ഫോൺ ചെയ്ത്. ഹലോ നന്ദിനി, പറയൂ. വാസു, നമുക്ക് ദേവരാജിനെ കൊല്ലണ്ടടാ. എന്തു പറ്റി നിനക്ക്? ദേവരാജ് ഒത്തിരി നല്ല ആളടാ. ഈ സിനസൺ അദ്ദേഹത്തിനെ കൊല്ലണ്ട. പറയുന്നൊന്ന് കേക്ക്. എന്താ മുഴുവൻ സ്വത്ത് നീ അടിച്ചു മാറ്റാന്ന് വിചാരിച്ചോ? ഞാനൊന്ന് പറയുന്ന കേക്ക് വാസു. അദ്ദേഹത്തിന്റെ സ്വത്തുക്കളെല്ലാം അദ്ദേഹം എന്റെ പേര് തന്നെ എഴുതി വെച്ചു. നമ്മൾ എന്തിനു വേണ്ടിയാണോ ഇതൊക്കെ ചെയ്തത് അതൊക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. പിന്നെ എന്തിനാ നമ്മൾ അദ്ദേഹത്തിനെ കൊല്ലുന്നത്? നോക്ക് നന്ദിനി, എനിക്ക് രണ്ടും വേണം. ഒന്ന്, അടിച്ചു പൊളിച്ച് ജീവിക്കാൻ ദേവരാജിന്റെ കാശ്, പിന്നെ സുഖം അനുഭവിക്കാൻ നീ. എന്റെ ജീവിതത്തിൽ നിന്നും ഇത് രണ്ടും വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറല്ലടി. അദ്ദേഹം എനിക്ക് തന്ന സ്വത്തെല്ലാം ഞാൻ നിനക്ക് തരാടാ. പക്ഷെ എന്റെ ഭർത്താവ് എനിക്ക് ജീവനോടെ വേണം. അദ്ദേഹത്തിനൊന്നും ചെയ്യില്ലടാ. പറയുന്നൊന്ന് കേക്ക് വാസു. ഫോൺ വെക്കാൻ. വാസു, അദ്ദേഹത്തെ വിട്ടേക്ക്. പറയുന്നൊന്ന് കേക്ക്. എന്ത് ചെയ്യണമെന്ന് പരിഭ്രമിച്ചോണ്ടിരുന്ന ആ നേരത്തില്ല പിള്ളേരുടെ ഫോൺ എന്നെ ആകെ തകർത്ത് കളഞ്ഞത്. അതുകൊണ്ടാ പിള്ളേരെ കൊന്നതെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. വാസു എന്നെ തേടി വന്നതിന് ശേഷമാണ് പിള്ളേരല്ല കൊലപാതകം ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായത്. നന്ദിനി,
നന്ദിനി, നന്ദു, വാസു എന്ത് പറ്റിയെന്നറിയോ? കൊള്ളാമല്ലോ. ആ, ഞാൻ ചെയ്ത കൊലപാതകം തിരിച്ച് ആ പിള്ളേരുടെ തലയിൽ ഇട്ട് കൊടുത്തല്ലോ. നീയാണോ കൊന്നത്? കലക്കി, ഫാന്റാസ്റ്റിക്. പിന്നെ ആ കുട്ടികളും നന്നായിട്ട് അകപ്പെട്ടു. ആ പിന്നെ ഇവിടെ ഉള്ളതെല്ലാം പാക്ക് ചെയ്തോ, നമുക്ക് പോവാം. എടാ ദുഷ്ട, ഞാൻ നിന്നോട് കൊല്ലരുതെന്ന് പറഞ്ഞല്ലേ, പിന്നെ എന്തിനാ അങ്ങനെ ചെയ്തേ? ഷട്ടൊന്ന് വിടെ. എന്തിനാ ഇങ്ങനെ ടെൻഷൻ ആകുന്നത്? കേട്ടോ, ഞാൻ ഒന്ന് പറഞ്ഞ അവസാനം വരെ ഞാൻ എന്റെ വാക്ക് മാറ്റില്ല. പറഞ്ഞതുപോലെ ചെയ്യും. നിന്നെ പോലെ ഞാൻ ഇങ്ങനെ മാറ്റി മാറ്റി സംസാരിക്കില്ല. ആ അല്ല, ഇപ്പൊ എന്താ സംഭവിച്ചത്? നമ്മൾ ആദ്യമേ പ്ലാൻ ചെയ്തതല്ലേ നീ ഇതൊക്കെ? ചെയ്ത തെറ്റിന്റെ ശിക്ഷ ഇപ്പൊ ആ പാവ പിള്ളേരാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അറിയോ? അതവരുടെ വിധി. ഇവിടെ നോക്ക്, ഇതൊക്കെ സംസാരിക്കാൻ നമുക്ക് സമയമില്ല. വേഗം വാ, നമുക്ക് പോകാം. എന്നെ വിട്. എല്ലാ സത്യങ്ങളും പോലീസിനോട് പറഞ്ഞ് ഞാൻ ആ കുട്ടികളെ രക്ഷിക്കാൻ പോവാ. എന്താ എന്നെ കൊല്ലാൻ പോവാണോ? എന്റെ ജീവിതത്തിൽ ശല്യമായി വരുന്ന ആരെയും ഞാൻ കൊന്നുകളയും. അത് നീ ആണെങ്കിലും ശരി. എന്നെ കൊല്ല്, കൊല്ല്, നന്ദിനി, നന്ദിനി, പറയുന്ന കേക്ക്. കൊല്ലടാ. കേക്ക്. വെക്ക്. നന്ദിനി, ഇവിടെ വേണ്ട, വെക്ക്. വേണ്ട. വിട് നന്ദിനി, വിടാൻ പറഞ്ഞ കേട്ടില്ലേ? പറഞ്ഞത്. വിടാൻ. ഇതൊക്കെയാണ് സംഭവിച്ചത്. എടോ ഏട്ടെ, ഇങ്ങോട്ട് വാ. ഇവരുടെ വീട്ടിലുള്ള ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള ഏർപ്പാട് ചെയ്യും. പരമശിവം, ആ പിള്ളേരെ റിലീസ് ചെയ്തിട്ട് ഇവരെ അകത്തേക്ക് കയറ്റേ. അച്ഛാ, എന്നോട് ക്ഷമിക്കണം അച്ഛാ. ഇൻസ്പെക്ടർ സാറേ, ഞാൻ അന്നേ പറഞ്ഞില്ലേ എന്റെ മകൻ ഇങ്ങനെ ഒന്നും ചെയ്യില്ലെന്ന്? നിങ്ങൾ കേട്ടില്ല. എന്റെ മോനൊരു പാവാണ്, ഞാൻ പറഞ്ഞതല്ല സാറേ. എന്നിട്ടും എന്റെ മോനെ ഈ ഗതിയാക്കിയല്ലോ. മോനെ, എനിക്ക് നന്നായിട്ട് അറിയാം മോനെ, നീ കുറ്റം ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല എന്നുള്ളത്. നീ എന്റെ മകനല്ലടാ. ഇൻസ്പെക്ടർ സർ, എനിക്ക് അവരോടൊന്ന് സംസാരിക്കണമായിരുന്നു. എനിക്ക് നിങ്ങളോടൊന്ന് സംസാരിക്കണം. മദ്യപാനം കൊണ്ടുള്ള പ്രശ്നങ്ങൾ ഒരു മദ്യപാനിക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അതുപോലെ തെറ്റായ പാതയിൽ സഞ്ചരിച്ച എനിക്ക് ആ വഴിയിലേക്ക് മറ്റാരും വരാൻ പാടില്ലെന്ന് പറയാനുള്ള അധികാരം എനിക്കുണ്ട്. ഭൂമിയിൽ പിറന്നു വീഴുന്ന കുഞ്ഞുങ്ങളെല്ലാം തന്നെ നല്ലവരാ. അവര് വളർന്നു വരുന്ന ജീവിത സാഹചര്യങ്ങളാണ് അവര് നല്ലവരായും ചീത്തയായും മാറാൻ കാരണമാവുന്നത്. നമ്മുടെ നാട്ടിലൊരു പെൺകുട്ടി ലേറ്റ് ആയിട്ട് വന്നാൽ അവളോട് 1000 ചോദ്യങ്ങൾ ചോദിക്കും. അതുപോലെ ഒരു ആൺകുട്ടിയാണ് വീട്ടിൽ വൈകി വരുന്നെങ്കിൽ ഒന്നും തന്നെ ചോദിക്കാറില്ല. കാരണം നിങ്ങൾക്ക് ആൺകുട്ടികളുടെ മേലുള്ള വിശ്വാസവും സ്നേഹവും. അതേ ആൺകുട്ടികള്, അതായത് നിങ്ങളുടെ പിള്ളേര്, എന്റെ സൗന്ദര്യത്തിൽ മയങ്ങി ഞാൻ പറഞ്ഞ ഒറ്റൊരു വാക്കിനു വേണ്ടി കൊലപാതകം ചെയ്യാൻ തുനിഞ്ഞു. അതെല്ലാം അറിയോ നിങ്ങൾക്ക്? കാരണം അവരുടെ പ്രായം അങ്ങനെയാ. തെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നുണ പറയാൻ മടിക്കില്ല. നിങ്ങൾ വേണം അവരൊക്കെ ശ്രദ്ധിക്കാൻ. അങ്ങനെ ശ്രദ്ധിക്കാൻ വിട്ടുപോയാൽ ഇതുപോലെയൊക്കെ തന്നെയായിരിക്കും ആവുന്നത്. ഇവര് പഠിക്കാൻ പോയതിനേക്കാളും കൂടുതൽ എന്റെ പുറകെയാണ് നടന്നിട്ടുള്ളത്. അതൊക്കെ അറിയോ നിങ്ങൾക്ക്? നിങ്ങൾ പരീക്ഷയ്ക്ക് ഫീസ് അടയ്ക്കാൻ കൊടുത്ത പൈസ കൊണ്ട് അവരെനിക്ക് സാരി വാങ്ങിച്ചു തന്നായിരുന്നു. അതൊക്കെ അറിയാമോ നിങ്ങൾക്ക്? നമ്മൾ കഷ്ടപ്പെട്ട് പഠിപ്പിക്കുന്ന പിള്ളേര് സ്കൂളിലേക്കാണ് പോകുന്നത്. മര്യാദക്ക് പരീക്ഷ എഴുതുന്നുണ്ടോന്ന് എത്ര മാതാപിതാക്കളാ അധ്യാപകരോട് ചെന്ന് ഇതെല്ലാം അന്വേഷിക്കാറുള്ളത്? പാരന്റ്സ് ടീച്ചർ മീറ്റിംഗിൽ എത്ര പാരന്റ്സാ പങ്കെടുക്കാറുള്ളത്? പറയൂ. അതിനൊന്നും പോകാൻ സമയമില്ല. കാരണം സമ്പാദിക്കാനുള്ള ആർത്തിയാണ് നിങ്ങൾക്ക്. ആർക്ക് വേണ്ടി നിങ്ങൾ ഇങ്ങനെ സമ്പാദിച്ചു കൂട്ടുന്നത്? ആർക്കാ? കുട്ടികളുടെ ഭാവി നശിച്ചതിന് ശേഷം നിങ്ങൾ സമ്പാദിച്ചിട്ട് ആർക്ക് പ്രയോജനം? ഞാൻ പഠിക്കുന്ന സമയത്ത് ഒരുത്തിനെ പ്രേമിച്ചു. എന്റെ അച്ഛനും അമ്മയും അതിനെ എതിർത്തില്ല. ആ കാരണം കൊണ്ടാ എന്റെ ജീവിതം ഇങ്ങനെ ആയത്. എന്നുവെച്ച് 24 മണിക്കൂർ നിങ്ങളുടെ കുട്ടികളെ ഞാൻ ശാസിക്കാൻ പറയുന്നില്ല. ശ്രദ്ധിച്ചു നോക്കണമെന്നാ പറഞ്ഞ്. മാതാപിതാക്കളില്ലാത്ത ഒരു കുട്ടി തെലതെറിച്ചു പോയാ അതിനെ കുറ്റം പറയാൻ പറ്റില്ല. എന്നാൽ അച്ഛനും അമ്മയും ഉണ്ടായിട്ട് ഒരു കുട്ടി തെറ്റായ വഴികളിലൂടെ പോയാ എന്നെ സംബന്ധിച്ചിടത്തോളം അതിന് മാതാപിതാക്കൾ മാത്രമാണ് കാരണക്കാർ. ഇതൊക്കെ സ്വീകരിക്കുന്നതും സ്വീകരിക്കാത്തതും നിങ്ങളുടെ ഇഷ്ടം. ഞാൻ പോവാ. അച്ഛാ, ദുഷ്ടാ, ഞാൻ നിന്നെ വിശ്വസിച്ചല്ലോടാ. പഴനി ഭഗവാനെക്കാളും നിന്നെ ഞാൻ വിശ്വസിച്ചിരുന്നല്ലടാ. എന്തിനാടാ ഇങ്ങനെയൊക്കെ ചെയ്ത്? അന്യന്മാർ എന്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പുവാടാ. നീ എന്തിനാടാ എന്റെ മകനായി വന്ന് ജനിച്ചത്? കൊല്ലടാ, നിന്നെ ഞാൻ കൊന്നുകളയാം. നിങ്ങൾ രണ്ടുപേരും എന്നോട് ക്ഷമിക്കണം. ഇനി തൊട്ട് ഞാൻ നന്നായിട്ട് പഠിച്ച് സ്കൂളിൽ ഫസ്റ്റ് റാങ്ക് മേടിക്കും. ഇനി പറയുന്നത് അനുസരിക്കൂടാ. ഡിസ്ട്രിക്ട് തന്നെ ഫസ്റ്റ് ആയിക്കോളാം. അച്ഛാ, അധികം മാർക്ക് വാങ്ങിച്ച് സ്റ്റേറ്റിൽ ഫസ്റ്റ് വാങ്ങിച്ചാ. വീണ്ടും നിങ്ങളെല്ലാം വിശ്വസിക്കുകയാണ്.
എങ്ങനെയെങ്കിലും പഠിച്ച് ഞങ്ങളുടെ അഭിമാനം കാത്തു രക്ഷിക്കണം. വാടാ പോകാം നമുക്ക്. ദൈവമേ ഇവരെ കാക്കണേ. A plus b whole square is equal to a square plus b square plus 2ab plus b square. A plus b whole square is equal to a plus b whole square plus b square. A plus b whole square is equal to 2 plus b whole square. You take it. A plus b whole square is equal to 2 plus b whole square plus b square. A plus b. A square plus b square is equal to 2ab plus a square plus b square plus b square plus c square plus a whole square plus 2ab a plus b whole square 2ab plus 3. അങ്ങനെ നോക്കാൻ പാടില്ല. A plus b whole square is equal to a square plus b square plus 2ab. A square plus b square plus 2ab is equal to a plus b whole square. cb plus ac. പഠിച്ചതൊക്കെ മതിയടാ. വാടാ, ആരാന്ന് പോയി നോക്കാടാ. Good morning, madam. ഗുഡ് മോർണിംഗ്. നിങ്ങളൊക്കെ ആരോ? ഞങ്ങൾ നിങ്ങളുടെ അപ്പുറത്തെ വീട്ടിലാ താമസിക്കുന്നത്. ഓ ഞങ്ങൾ നല്ല കുട്ടികളാ. ഞങ്ങളുടെ സ്കൂളിന്റെ അടുത്ത് മാർക്കറ്റ് ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങിക്കണം എന്ന് പറഞ്ഞത് ഞങ്ങൾ വാങ്ങിച്ചോണ്ടുവരാം മാഡം. ഞാൻ ഏത്തപ്പഴം വേണേ വാങ്ങിക്കൊണ്ട് വരാം. ഞാൻ വേണേ ഇന്ന് രാവിലെ പാല് മേടിച്ചോണ്ട് വരാം മാഡം. ഇതൊക്കെ നിങ്ങൾ എന്തിനാ എനിക്ക് വേണ്ടി ചെയ്യുന്നത്? എല്ലാം ഒരു social service ആ, madam. ഓ ആ സോഷ്യൽ സർവീസ്. ആ, ഓക്കെ ഓക്കെ. എനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ വിളിക്കാം. ഓക്കെ ഓക്കെ മാഡം. മച്ചു മച്ചു ചോദിക്കണം. മാഡം എന്താ? ഇപ്പൊ നിങ്ങൾക്കൊരു ജ്യൂസ് തന്നില്ലേ? അതെ. അദ്ദേഹം നിങ്ങളുടെ ഹസ്ബൻഡ് അല്ലേ? അമ്മേ ഇവനത് ചോദിച്ചേ. അയ്യോ ഫൂൾ. അതെന്റെ അച്ഛനാ. Stupid. ഞങ്ങളുടെ ജോലിയെക്കാളും പ്രധാനപ്പെട്ട ഒരു ജോലി നിങ്ങളെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് ഒന്നും അറിയില്ല. ഇവരെ തെറ്റിലേക്ക് നയിക്കുന്നത് മദ്യവും മയക്കുമരുന്നുമാണ്. നമ്മളെപ്പോലെ മുതിർന്നവർ ഇവരുടെ പ്രായം കഴിഞ്ഞു വന്നവരാണ്. പക്ഷേ നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ ഇതുപോലുള്ള കുട്ടികൾ കണ്ടുപിടിക്കുന്നുണ്ട്. അതൊരിക്കലും ഉണ്ടാകാതിരിക്കാൻ നമ്മൾ നേർവഴിയിലൂടെ സഞ്ചരിച്ചാൽ മാത്രമേ നമ്മുടെ പിൻതലമുറയിലുള്ള കുട്ടികൾ നമ്മെക്കാളും ഉയർന്ന നിലയിലെത്തൂ.